Good afternoon. ഇപ്പോൾ കെമിക്കൽ കൈനറ്റിക്സിൻ്റെ കുറേ ഐഡിയകൾ നമ്മൾ ക്വസ്റ്റ്യൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഐഡിയകളൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിരുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യുകയാണ്. അപ്പോൾ ക്വസ്റ്റ്യൻ ഡിസ്കഷൻ സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ തുടങ്ങാം. ഓക്കെ, യെസ്. ഇപ്പോൾ ക്വസ്റ്റ്യൻ കാണാം. ഇതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ വായിച്ചു നോക്കിയേ. ഫോർ ദ റിയാക്ഷൻ N2 plus 3H2 gives 2NS3. അവിടെ ഒരു റിയാക്ഷൻ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ സ്ക്രീനിലാണെങ്കിൽ എനിക്ക് കണ്ടുകൂടാ, അപ്പോൾ ഞാൻ പ്രിൻ്റ് എടുത്ത് വെച്ചിട്ടുണ്ട്, ഞാൻ വായിക്കാം. ദ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് കോൺസെൻട്രേഷൻ ഫോർ ഹൈഡ്രജൻ ഈസ് 3 × 10⁻⁴ മോൾ ലിറ്റർ (1). ദ റേറ്റ് ഓഫ് ഫോർമേഷൻ ഓഫ് അമോണിയ. ഈ ടൈപ്പ് ക്വസ്റ്റ്യൻ ചെയ്യാനുള്ള ഐഡിയ ഞാൻ ഇന്നലെ പഠിപ്പിച്ചു തന്നു, ഓർമ്മയുണ്ടാവും അല്ലേ? N2 plus 3H2 gives 2NS3. ദ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് കോൺസെൻട്രേഷൻ ഓഫ് ഹൈഡ്രജൻ തന്നിട്ടുണ്ട്, റേറ്റ് ഓഫ് ഫോർമേഷൻ ഓഫ് അമോണിയ കണ്ടുപിടിക്കണം. അപ്പോൾ ജസ്റ്റ് നമുക്ക് എന്താണ് ബോർഡിൽ ഒന്ന് രണ്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞതിന് ശേഷം വന്ന് ക്വസ്റ്റ്യൻ നിങ്ങളെ കൊണ്ട് ചെയ്യിപ്പിക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ പഠിച്ചു വച്ചിരിക്കുന്ന കാര്യങ്ങൾ ഓക്കെ ഒന്ന് നോക്കിയാണ്. നമ്മൾക്ക് തന്ന ഇക്വേഷൻ എന്താ? N2 plus 3H2 gives 2NS3. ഇതാണ് നമുക്ക് തന്നിരിക്കുന്ന ഇക്വേഷൻ. ഇതിൽ റേറ്റ് ഓഫ് ഡിക്രീസ് ഇൻ കോൺസെൻട്രേഷൻ ഓഫ് ഹൈഡ്രജൻ തന്നിട്ടുണ്ട്, റേറ്റ് ഓഫ് ഇൻക്രീസ് ഇൻ കോൺസെൻട്രേഷൻ ഓഫ് അമോണിയ കണ്ടുപിടിക്കണം. അതായത് നമ്മൾ ഇവർ തമ്മിൽ കണക്ട് ചെയ്യണം. അപ്പോൾ ക്വസ്റ്റ്യൻ ഒന്നുകൂടെ വായിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. ദ റേറ്റ് ഓഫ് ഫോർമേഷൻ ഓഫ് അമോണിയയാണ് കണ്ടുപിടിക്കേണ്ടത്. റേറ്റ് ഓഫ് ഫോർമേഷൻ ഓഫ് അമോണിയ കണ്ടുപിടിക്കാൻ നമുക്ക് തന്നിരിക്കുന്നത് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് കോൺസെൻട്രേഷൻ ഓഫ് ഹൈഡ്രജൻ ആണ് തന്നിരിക്കുന്നത്, ശരിയല്ലേ? ജസ്റ്റ് ഒരു മിനിറ്റ്, എന്ത് കഷ്ടമാണ്. ഹലോ, എന്തു പറ്റി? കട്ട് ചെയ്യാൻ ഒന്ന് ട്രൈ ചെയ്യാം. ഞാനത് സൈലൻ്റ് ആക്കി വയ്ക്കുക, അല്ലെങ്കിൽ കോൾ വന്നുകൊണ്ടിരിക്കും, പിന്നെ നമ്മുടെ ക്ലാസ് ഡിസോർഡർ ആവും. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. ദ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് കോൺസെൻട്രേഷൻ ഓഫ് ഹൈഡ്രജൻ ഉണ്ട്, റേറ്റ് ഓഫ് ഫോർമേഷൻ ഓഫ് അമോണിയ. അപ്പോൾ വന്നേ, നമുക്ക് അമോണിയയുടേത് കണ്ടുപിടിക്കണം, ഹൈഡ്രജനുമായിട്ട് കണക്ട് ചെയ്യണം. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ പഠിച്ചത് റേറ്റ് ഓഫ് അപ്പിയറൻസ് അല്ലെങ്കിൽ റേറ്റ് ഓഫ് ഫോർമേഷൻ ഓഫ് അമോണിയ എന്ന് അത് കണ്ടുപിടിക്കേണ്ട സാഹചര്യം വരുമ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ആരുടേതാണോ കണ്ടുപിടിക്കേണ്ടത് അയാളുടെ കോഎഫിഷ്യന്റ് എവിടെ എഴുതും? മേളിൽ എഴുതും. അപ്പോൾ 2 അല്ലേ, ഡിവൈഡഡ് ബൈ ആരുമായിട്ടാണോ കണക്ട് ചെയ്യുന്നത് അയാളുടെ കോഎഫിഷ്യന്റ് താഴെ എഴുതും, കറക്റ്റ് അല്ലേ? അപ്പോൾ ഇതാ 3 താഴെ എഴുതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമോണിയയുടെ കണ്ടുപിടിക്കണമെങ്കിൽ അമോണിയയുടെ കോഎഫിഷ്യന്റ് മേളിൽ എഴുതുക, ആരുമായിട്ടാണോ കണക്ട് ചെയ്യുന്നത് അയാളുടെ കോഎഫിഷ്യന്റ് താഴെ എഴുതുക, ഇൻറ്റു ആരുമായിട്ടാണ് കണക്ട് ചെയ്യുന്നത്? റേറ്റ് ഓഫ് ഡിസപ്പിയറൻസ് ഓഫ്, കാരണം അത് റിയാക്റ്റൻ്റ് ആണ്, അപ്പോൾ ഡിസപ്പിയറൻസ് ആണ്, അപ്പോൾ ഡിസപ്പിയറൻസ് ഓഫ് ഹൈഡ്രജനുമായിട്ട് കണക്ട് ചെയ്യണം. സോ എത്ര ഈസി ആയിട്ട് ക്വസ്റ്റ്യൻ വായിച്ചാൽ ഉടൻ തന്നെ നിങ്ങൾക്ക് ഇത് എഴുതാൻ കഴിയും. റേറ്റ് ഓഫ് ഫോർമേഷൻ ഓഫ് അമോണിയ ഈസ് ഈക്വൽ ടു 2/3 ഇൻറ്റു റേറ്റ് ഓഫ് ഡിസപ്പിയറൻസ് ഓഫ് ഹൈഡ്രജൻ. സോ അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? 2/3 ഇൻറ്റു വന്നേ, എന്താണ് റേറ്റ് ഓഫ് ഡിസപ്പിയറൻസ് ഓഫ് ഹൈഡ്രജൻ തന്നിരിക്കുന്നത്? നിങ്ങൾക്ക് ക്വസ്റ്റ്യനിൽ കാണാം, വായിച്ചു നോക്കൂ. 0.3 × 10⁻⁴ അല്ലടാ, അത്രയും മോൾ ലിറ്റർ (1) സെക്കൻഡ് (1). സോ 0.3 × 10⁻⁴ ഓർക്കണേ. അപ്പോൾ 0.3 × 10⁻⁴ മോൾ ലിറ്റർ (1) സെക്കൻഡ് (1) ആയിക്കോട്ടെ. അപ്പോൾ ഇതാണ് ഇവിടെ കിട്ടിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്താം? 2 ഇൻറ്റു ഓക്കെ, ഈ പോയിന്റ് അപ്പുറത്തേക്ക് ഇട്ടാൽ 3 × 10⁻⁵ എന്നാവും, ശരിയല്ലേ? അപ്പോൾ ആ 3യും ക്യാൻസൽ ആവും. അപ്പോൾ ആൻസർ 2 × 10⁻⁵ മോൾ ലിറ്റർ (1) സെക്കൻഡ് (1) എന്ന് കിട്ടും. നിങ്ങൾക്ക് മനസ്സിലായെന്നോ ഇല്ലെന്നോ?
ഓക്കെ, ഇടയ്ക്ക് എവിടെയെങ്കിലും കാൽക്കുലേഷൻ തരുന്നുണ്ടെങ്കിൽ പറയുന്നു കേട്ടോ, കാരണം വെച്ചാൽ ഞാൻ ചെയ്ത് നോക്കാതെയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ 2/3 ഇൻറ്റു 0.3 ഇൻറ്റു 10⁻⁻4 ഇത് അപ്പുറത്തേക്ക് മാറ്റി 10⁻⁵ 3 ക്യാൻസലായി. ഈ ആൻസർ ഉണ്ടോ എന്ന് നമുക്ക് ചെക്ക് ചെയ്തിട്ട് വരാം. വന്നേ, ഇവിടെ 2 ഇൻറ്റു 10⁻⁴ ആണ്, അല്ല ശരിയാണ്. ഓക്കെ, അപ്പോൾ അതിൽ ഓപ്ഷൻ എ കിടക്കുന്നത് 0.2 ഇൻറ്റു 10⁻⁴ എന്നല്ലേ? ഓക്കെ, ഞാൻ ബോർഡിൽ എഴുതിയിരിക്കുന്നതും അത് തന്നെയാണ്. അത് 2 ഇൻറ്റു 10⁻⁵ എന്നാണ് ഞാൻ ബോർഡിൽ എഴുതിയിരിക്കുന്നത്. അത് തന്നെയാണ് 0.2 ഇൻറ്റു 10⁻⁴. നമുക്ക് മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു. മനസ്സിലായി. ഓക്കെ, ഡൗട്ടൊന്നുമില്ലല്ലോ, മുന്നോട്ട് പോകാമല്ലോ. ഓക്കെ, ശരി. അപ്പം നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. എഴുതാൻ സമയം വേണമെങ്കിൽ പറഞ്ഞേക്കണം കേട്ടോ, വേണ്ടല്ലോ? വേണ്ട, എഴുതി. ഓക്കെ, സോ ക്വസ്റ്റ്യൻ നമ്പർ 2ലേക്ക് പോകുന്നു. ഒരു ക്വസ്റ്റ്യൻ നമ്പർ 2 വായിച്ചേ. 2 gases A and B are filled in a container. The experimental rate law for the reaction between them has been found to be rate is equal to K into concentration of A square into concentration of B. Okay, അപ്പോൾ ഒരു മിനിറ്റ് ഒന്ന് ശ്രദ്ധിച്ചേ. നമ്മൾ ഇവിടെ ചെയ്യുന്നത് എക്സ്പെരിമെൻ്റൽ റേറ്റ് ലോ ആണ് തന്നിരിക്കുന്നത്. അപ്പോൾ അതിനകത്ത് ഒരു മിസ്റ്റേക്കും ഇല്ല. റേറ്റ് ലോ തന്നിട്ടുണ്ട്. റേറ്റ് ഈക്വൽ ടു കെ ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് എയുടെ സ്ക്വയർ ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് ബി, അങ്ങനെയല്ലേ തന്നിരിക്കുന്നത്. സോ ആ റേറ്റ് ലോ കണ്ടാൽ നിങ്ങൾക്കറിയാം വാട്ട് ഈസ് ദ ഓർഡർ ഓഫ് ദ റിയാക്ഷൻ വിത്ത് റെസ്പെക്ട് ടു എ. നിങ്ങളതിൽ നോക്കി പറയൂ, വേഗാവട്ടെ. സെക്കൻഡ് ഓർഡർ ആണ്. വാട്ട് ഈസ് ദ ഓർഡർ വിത്ത് റെസ്പെക്ട് ടു ബി? ഫസ്റ്റ് ഓർഡർ ആണ്. ആയിക്കോട്ടെ. predict the effect on the rate of the reaction when the pressure is doubled എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ക്വസ്റ്റ്യനിൽ എഴുതിയിട്ടുണ്ട് 2 gases എന്ന്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്കറിയാം കോൺസെൻട്രേഷൻ എന്നാണ് നമ്മൾ പറയുന്നതെങ്കിലും ഗ്യാസുകളുടെ സംബന്ധിച്ചിടത്തോളം ഗ്യാസുകളുടെ കോൺസെൻട്രേഷൻ എന്ന് വെച്ചാൽ എൻ്റെ പാർഷ്യൽ പ്രഷറാണ്. ഓക്കെ, അപ്പോൾ എന്ത് സംഭവിച്ചു? predict the effect on the rate of the reaction when the pressure is doubled എന്നല്ലേ ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പോൾ വളരെ സിമ്പിളായിട്ട് അത് കണ്ടുപിടിക്കാൻ പറ്റും. പിന്നെ ഞാനൊന്ന് വെറുതെ ഒന്ന് ചെയ്ത് കാണിക്കാം, എന്നിട്ട് ഷോർട്ട് കട്ട് പഠിപ്പിച്ചു തരാം. ഓക്കെ, അപ്പോൾ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ ക്വസ്റ്റ്യൻ നമ്പർ 2 പഠിക്കുമ്പോൾ റേറ്റ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താ? റേറ്റ് ഈക്വൽ ടു പറഞ്ഞോളൂ കെ ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് എയുടെ സ്ക്വയർ ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് ബി എന്നാണ് ക്വസ്റ്റ്യനിൽ തന്നിരുന്നത്. കറക്റ്റ് അല്ലേ? അതുപോലെ എന്ത് പറഞ്ഞിട്ടുണ്ട്? predict the effect on the rate of the reaction when the pressure is doubled എന്നാണ് തന്നിരിക്കുന്നത്. അപ്പോൾ പ്രഷർ ഡബിൾ ആക്കണം. അപ്പോൾ ഇനിഷ്യൽ റേറ്റിനെ സാർ R1 എന്ന് എഴുതി. R1 is equal to K into കോൺസെൻട്രേഷൻ അല്ലെങ്കിൽ പ്രഷർ ഓഫ് എയുടെ സ്ക്വയർ ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് ബി. ഇതിനെ ഇക്വേഷൻ നമ്പർ 1 എന്ന് സാർ എഴുതുന്നു. അടുത്ത് R2 is equal to എന്ന് പറഞ്ഞ് R2 is equal to K into എയുടെയും ബിയുടെയും പ്രഷറെ നമ്മൾ എന്ത് ചെയ്തു? ഡബിൾ ചെയ്തു. സോ വെരി സിമ്പിൾ. എ എന്നതിന് പകരം നിങ്ങൾക്ക് 2A എന്ന് എഴുതാം, കാരണം പ്രഷർ ഇപ്പോൾ ഡബിൾ ആയിട്ടുണ്ട്. ഓക്കെ, അതിൻ്റെ സ്ക്വയർ ഇൻറ്റു ബി എ നിങ്ങൾക്ക് 2B എന്ന് എഴുതാം, കാരണം അയാളുടെ പ്രഷർ ഇപ്പോൾ ഡബിൾ ആയിട്ടുണ്ട്. ദിസ് ഈസ് ഇക്വേഷൻ നമ്പർ 2. ക്ലിയർ? സോ വാട്ട് ഈസ് ഇക്വേഷൻ നമ്പർ 2 ഡിവൈഡഡ് ബൈ ഇക്വേഷൻ നമ്പർ 1 എന്ന് ചോദിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ what is equation number 2 divided by equation number 1? ഒന്ന് പറയൂ മക്കളെ. R2 divided by R1 equal to കെയും ക്യാൻസൽ ആയിപ്പോയി, എ സ്ക്വയറും ക്യാൻസൽ ആയിപ്പോയി, ഒരു 2 സ്ക്വയർ ബാക്കിയുണ്ടല്ലേ, ഇൻറ്റു ബിയും ക്യാൻസൽ ആയിപ്പോയി, ഇൻറ്റു 2 ബാക്കിയുണ്ട്. സോ R2 divided by R1 is equal to 2 square 4 into 2 8. അഥവാ ഫൈനൽ റേറ്റ് എന്ന് പറയുന്നത് 8 times ഇനിഷ്യൽ റേറ്റ് എന്ന് കിട്ടും. നിങ്ങൾക്ക് മനസ്സിലായി എന്ന് സാർ പ്രതീക്ഷിക്കുന്നു. മനസ്സിലായില്ലേ? ഓക്കെ, ഇത് വെരി സിമ്പിളാണ്. ഇനി ഇമാതിരി ക്വസ്റ്റ്യൻസ് എൻട്രൻസിന് ചോദിക്കുമ്പോൾ ഞാൻ നിങ്ങൾക്ക് പഠിപ്പിച്ച സമയത്ത് പറഞ്ഞു തന്നിട്ടുണ്ട്. ഇത്രയും നമ്മൾ സമയം മെനക്കെടുത്തേണ്ട ആവശ്യമില്ല. വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് ഈ ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റും. എങ്ങനെയാണ് വളരെ ഈസി ആയിട്ട് ഈ ക്വസ്റ്റ്യൻ ചെയ്യാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം ഫൈനൽ റേറ്റിനെ നിങ്ങൾ R2 എന്ന് എഴുതും. R2 is equal to ഇനി എക്ക് എന്ത് സംഭവിക്കുന്നു? എയുടെ കോൺസെൻട്രേഷൻ ഡബിൾ ആകുന്നു എങ്കിൽ ആ ഡബിൾ നിങ്ങൾ അവിടെ എഴുതുക. ഡബിൾ മീൻസ് 2 times ആവും. എന്നിട്ട് അതിൻ്റെ പവർ അവിടെ കൊടുക്കുക. ഓക്കെ, ഇൻറ്റു ബിക്ക് എന്ത് സംഭവിക്കുന്നു? ബിയുടെ കോൺസെൻട്രേഷനും ഡബിൾ ആകുന്നു, അപ്പോൾ 2 times ആയി. ഇനി അതിൻ്റെ പവർ അവിടെ കൊടുക്കുക. അത്രയും R1 എന്ന് എഴുതുക. സോ R2 is equal to 8R1 എന്ന് വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് ഇങ്ങനെ കണ്ടുപിടിക്കാം. ഇത് എക്സാക്റ്റ് ഐഡിയ. ഇത് ഞാൻ എളുപ്പത്തിൽ മാത്തമാറ്റിക്സ് ചെയ്തതേ ഉള്ളൂ. നിങ്ങൾക്ക് മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു, ഇല്ലേ? ഓക്കെ, സോ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് മൂവ് ചെയ്യാം. എഴുതിയോ?
എഴുതി. ഓക്കെ, അപ്പോൾ ക്വസ്റ്റ്യൻ നമ്പർ 3ലേക്ക് നമ്മൾ പോകുന്നു. ക്വസ്റ്റ്യൻ നമ്പർ 3 എന്താണ്? വായിച്ചോളൂ. ക്വസ്റ്റ്യൻ നമ്പർ 3, കാൽക്കുലേറ്റ് ദ റേറ്റ് കോൺസ്റ്റന്റ് ഫോർ ദ ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ. ഓക്കെ, CH3CHO ഗ്യാസ് ആണ്, അയാളെ ഹീറ്റ് ചെയ്തു. CH4 ഗ്യാസും CO ഗ്യാസും കിട്ടി. ആയിക്കോട്ടെ. ഇഫ് ദ ഇനിഷ്യൽ പ്രഷർ ഓഫ് CH3CHO ഈസ് 80 mmHg ആൻഡ് ദ ടോട്ടൽ പ്രഷർ അറ്റ് ദ എൻഡ് ഓഫ് 20 മിനിറ്റ് ഈസ് 120 mmHg. നല്ല ക്വസ്റ്റ്യൻ ആണ് ഇത്. ബേസിക് കോൺസെപ്റ്റ് ഉണ്ട് ഈ ക്വസ്റ്റ്യനിൽ, ഐഡിയ ഒക്കെ ഉണ്ട്, നന്നായിട്ട് മനസ്സിലാക്കി ചെയ്യണം. അപ്പോൾ ഒന്നുകൂടെ ഞാൻ പറയാം, ഇതിനകത്തുള്ള വാല്യൂകൾ നിങ്ങളൊന്ന് ഓർത്ത് വയ്ക്കണം. ഇഫ് ദ ഇനിഷ്യൽ പ്രഷർ എത്ര? 80. ടോട്ടൽ പ്രഷർ ദ എൻഡ് ഓഫ് 20 മിനിറ്റ് എത്രയാണ്? 120 mm. അത്രയും കാര്യങ്ങൾ മതി. കണ്ടുപിടിക്കേണ്ടത് റേറ്റ് കോൺസ്റ്റന്റ് ആണ് കണ്ടുപിടിക്കേണ്ടത്. കാൽക്കുലേറ്റ് ദ റേറ്റ് കോൺസ്റ്റന്റ് ഫോർ ദ ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ. ശരിയല്ലേ? ശരി. ഒന്ന് വന്നേ, നമ്മുടെ ഇക്വേഷൻ എന്താണ്? സർ, ഇക്വേഷൻ വെരി സിമ്പിൾ ആണ്. CH3CHO എന്നൊരു ഗ്യാസ് നമ്മുടെ കൈവശം ഉണ്ട്. അതിനെ സാർ ഹീറ്റ് ചെയ്തു. അങ്ങനെ ഹീറ്റ് ചെയ്തപ്പോൾ അത് ഡീകമ്പോസ് ചെയ്ത് എന്തൊക്കെയായിട്ട് മാറി? എന്തൊക്കെയായിട്ട് മാറി? CH4 അല്ലേ? CH4 ഗ്യാസ് ആയിട്ട് മാറി, പ്ലസ് കാർബൺ മോണോക്സൈഡ് ഗ്യാസ് ആയിട്ട് മാറി. ഇതാണ് നിങ്ങളുടെ ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന ഇക്വേഷൻ. CH4 ഗ്യാസ് പ്ലസ് CO ഗ്യാസ്. ഓക്കെ, ഇനി ശ്രദ്ധിക്കണം. ഇനി ഓരോ കാര്യങ്ങളും നിങ്ങൾ വളരെ ക്ലിയർ ആയിട്ട് ശ്രദ്ധിക്കണം. CH3CHO ഇനിഷ്യലി എത്ര mm ഉണ്ട്? 80 mm. ഓക്കെ, ആ സമയത്ത് ഇവരില്ല, കാരണം ഇത് പ്രോഡക്റ്റ് ആണ്, റിയാക്ഷൻ സ്റ്റാർട്ട് ചെയ്തതേ ഉള്ളൂ. ഇനിഷ്യലി റിയാക്റ്റന്റ് മാത്രമേ ഉണ്ടാവുള്ളൂ. ഓക്കെ, ഇനി സമയം 20 മിനിറ്റ് കഴിഞ്ഞു മക്കളെ. 20 മിനിറ്റ്സ് കഴിഞ്ഞു. 20 മിനിറ്റ്സ് കഴിഞ്ഞതിന് ശേഷം ഇവിടെ എത്ര ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയില്ല. ഇവിടെ എത്ര ഉണ്ട്? ആദ്യം 80. അതിൽ നിന്ന് എത്ര റിയാക്ട് ചെയ്ത് പോയി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതും എനിക്ക് എത്ര അറിയത്തില്ല. ആ റിയാക്ട് ചെയ്ത എമൗണ്ടിനെ X എന്ന് എടുത്തോളുക. ഓക്കെ, അപ്പോൾ ബാക്കി എത്ര ഉണ്ട് മക്കളെ? 80 - X. ഇനി 1 റിയാക്ട് ചെയ്താൽ ഇയാൾ 1 കിട്ടും എന്നാണ് ഈ ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷൻ നമ്മളെ പഠിപ്പിക്കുന്നത്. അല്ലെങ്കിൽ ഇയാൾ 1 എടുത്താൽ ഇയാൾ 1 ഉം 1 ഉം കിട്ടും, അതാണ് സ്റ്റോഷിയോമെട്രി പറയുന്നത്. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, ഇവിടെ നിന്ന് 80 ഉണ്ടായിരുന്നു, അവിടെ നിന്ന് X റിയാക്ട് ചെയ്ത് പോയി, അപ്പോൾ ഇത് X കിട്ടും, ഇത് X കിട്ടും. ഒരു കൺഫ്യൂഷനും ഇല്ലല്ലോ? ഇല്ല. സോ വാട്ട് ഈസ് ദ ടോട്ടൽ പ്രഷർ ആഫ്റ്റർ 20 മിനിറ്റ്സ്? ഒന്ന് പറഞ്ഞേ, വാട്ട് ഈസ് ദ ടോട്ടൽ പ്രഷർ ആഫ്റ്റർ 20 മിനിറ്റ്സ്? ഒന്ന് പറഞ്ഞേ. 80 - X ആണ് ഇവിടുത്തെ റിമൈനിങ് പ്രഷർ. ഇവിടുത്തെ പ്രഷർ X ആണ്, അപ്പുറത്തെ ഇവിടുത്തെ പ്രഷർ X ആണ്. അങ്ങനെ നമുക്ക് എത്രയാണെന്ന് കിട്ടി? 80 - X ഉം പ്ലസ് X ഉം ക്യാൻസൽ ആയിപ്പോയി, ഒരു X ബാക്കിയുണ്ട്. സോ 80 + X is equal to 120 mmHg എന്ന് കിട്ടും. കറക്റ്റ് അല്ലേ? സോ അങ്ങനെയാണെങ്കിൽ X is equal to എത്ര മക്കളെ? 120 - 80 is equal to എത്ര ഇട്ടൂടാ? 40. കാരണം 120 ആണ് ടോട്ടൽ പ്രഷർ എന്ന് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഇവിടെ ഉണ്ട്. ആഫ്റ്റർ 20 മിനിറ്റ്സ് അത് 120 ആണെന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ നോക്കിയേ, അപ്പോൾ ഇത് 40 ആണ്. ആയിക്കോട്ടെ, അപ്പോൾ നമുക്കതിനെ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ എന്ത് കിട്ടും? ഇത് 80യും ഇത് 80 - X എന്ന് പറയുമ്പോൾ എത്ര കിട്ടും? 40 എന്ന് കിട്ടും. ഇത്രയും മതി എനിക്ക്, കാരണം ഇതൊരു ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ ആണ്. എൻ്റെ K ആണ് ചോദിച്ചിരിക്കുന്നത്. K is equal to 2.303 divided by T into logarithm of 2.3 divided by T logarithm of R0 divided by R. ഈ ഐഡിയ ഓർമ്മയുണ്ടല്ലോ? A gives B plus C എന്ന് പറയുന്ന ഫോർമാറ്റിൽ പ്രഷർ ഉപയോഗിക്കുന്ന ഒരു ഐഡിയ ഇക്വേഷൻ നിങ്ങളുടെ NCERT ടെക്സ്റ്റ് ബുക്കിലുണ്ട്. എനിക്ക് ആ ഇക്വേഷൻ ഉപയോഗിച്ച് ചെയ്യാമായിരുന്നു, പക്ഷെ ഞാൻ മനഃപൂർവ്വം ചെയ്യാത്തതാണ്. കാരണം അങ്ങോട്ടൊക്കെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ A gives B plus Cക്ക് ടെക്സ്റ്റ് ബുക്ക് ഒരു ഇക്വേഷൻ ഡെറൈവ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ A gives 2B plus C ആണെങ്കിൽ ഇക്വേഷൻ മാറും. അപ്പോൾ ഓരോ പ്രാവശ്യവും ഇക്വേഷൻ നമ്മൾ ഉണ്ടാക്കി പഠിച്ചുകൊണ്ടിരിക്കണം. അതുകൊണ്ട് ഞാൻ സാധാരണ അത് ചെയ്യാറില്ല. പകരം ഈ നമ്മുടെ നോർമൽ ഇക്വേഷൻ തന്നെ ഇവിടെയും പ്രഷറുള്ള ഗ്യാസുകളുടെ കേസിലും അപ്ലൈ ചെയ്യും. ഒരു കുഴപ്പവും നിങ്ങൾക്ക് വരത്തില്ല, നിങ്ങൾക്ക് ധൈര്യമായിട്ട് മുന്നോട്ട് പോകാം. ഇവിടെ നിന്ന് K കണ്ടുപിടിക്കാനാണ് നിങ്ങളോട് ക്വസ്റ്റനിൽ ചോദിച്ചിരിക്കുന്നത്. സോ ഹൗ വിൽ യു ഫൈൻഡ് ഔട്ട് K?
സർ കെ ഈസ് ഈക്വൽ ടു 2.303 ഡിവൈഡഡ് ബൈ ടി. ടി 20 മിനിറ്റ് ആണ്. അപ്പം നിങ്ങൾ ദയവായിട്ട് ക്വസ്റ്റ്യനിലേക്ക് ഒന്ന് ശ്രദ്ധിച്ചോണം. ആൻസർ എന്തിനാണ് കിടക്കുന്നത്? പെർ മിനിറ്റിലല്ലേ കിടക്കുന്നത്. ഇനി ചില സന്ദർഭങ്ങളിലൊക്കെ അത് പെർ സെക്കൻഡിലോട്ട് മാറ്റിയിട്ടുണ്ടാവും, നമ്മൾ അറിയത്തില്ല. എന്നിട്ട് തെറ്റായ ആൻസറിലേക്ക് നമ്മളെ ലീഡ് ചെയ്യിപ്പിക്കും. അതുകൊണ്ട് മാത്രം നിങ്ങളോട് ചെക്ക് ചെയ്യാൻ പറഞ്ഞതേ ഉള്ളൂ. ഓക്കെ ഓക്കെ. അപ്പോൾ 20 ഇൻറ്റു ലോഗരിതം ഓഫ് വാട്ട് ഈസ് R0? ഇനിഷ്യലി എത്ര ഉണ്ടായിരുന്നെന്ന്? 80. വാട്ട് ഈസ് R, ദ റിമൈനിങ് കോൺസെൻട്രേഷൻ ആഫ്റ്റർ എ ടൈം ടി? അതെത്രയാണ്? 40. ശരിയല്ലേ? അപ്പോൾ കെ ഈസ് ഈക്വൽ ടു എത്ര കിട്ടും? 2.303 ഡിവൈഡഡ് ബൈ 20 ഇൻറ്റു ഇതെത്ര കിട്ടും? ലോഗ് 80 ബൈ 40 മീൻസ് ലോഗ് 2 അല്ലേ മക്കളെ? ലോഗ് 2ൻ്റെ വാല്യൂ പറയൂ. 0.3010. ഓക്കെ, ഇത് ക്യാൻസൽ ചെയ്യുക, ഇതിൻ്റെ ആൻസർ കണ്ടുപിടിക്കുക. നിങ്ങൾക്ക് മനസ്സിലായെന്ന് സാർ പ്രതീക്ഷിക്കുന്നു. ഓക്കെ, ഇതേപോലത്തെ ക്വസ്റ്റ്യൻസ് ചോദിക്കാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ്. എപ്പോഴും പഠിച്ചു വയ്ക്കണം. ഇവിടെ എ ഗീസ് ബി പ്ലസ് സി ആണ് ഐഡിയ. ഇതുപോലെ എഴുതി ഉണ്ടാക്കുക. എന്നിട്ട് ടോട്ടൽ പ്രഷറിൻ്റെ ഐഡിയ എന്ന് എക്സ് കണ്ടുപിടിക്കുക. എന്നിട്ട് അവിടെ നിന്ന് R0/R ചെയ്താൽ മതി. മറ്റത് PI - P0 ഡിവൈഡ് ബൈ എന്ന് പറഞ്ഞിട്ട് ഒരു ഇക്വേഷനൊക്കെ ഉണ്ട്. അതൊന്നും വേണ്ട, നമുക്ക് ഈസി ആയിട്ട് ഡയറക്റ്റായിട്ട് ചെയ്യാം. ഓക്കെ ഓക്കെ, നിങ്ങളിത് കംപ്ലീറ്റ് ആക്കണം. നിങ്ങൾ ആൻസർ പറയുകയും വേണം എത്രയും വേഗം. വേഗമാവട്ടെ. വേഗം ആൻസേഴ്സ് പറയണം. വേഗമാവട്ടെ. ഓക്കെ, ഓപ്ഷൻസ് നിങ്ങൾക്ക് പറയാം. ഓപ്ഷൻസ് ചാറ്റിലിടാം, ഞാൻ ചാറ്റിലൂടെ നോക്കിക്കോളാം. ഓക്കെ, ഓക്കെ. ഗൗരി സുഭാഷ് ഓപ്ഷൻ 1, നന്ദന ഓപ്ഷൻ 1. ആയിക്കോട്ടെ, വേഗം വേഗം ആയിക്കോട്ടെ. കീർത്തന ഓപ്ഷൻ 1, അതുൽ ഓപ്ഷൻ 1, അബിൻ സ്റ്റീഫൻ ഓപ്ഷൻ 1. ഓക്കെ, ശരി. മിന്നു ഓപ്ഷൻ 1. അപ്പോൾ ഇനി ഒരുപാട് പേര് ചെയ്യുന്നുണ്ട്. ഓക്കെ, മതി. അപ്പോൾ എന്താണ് നിങ്ങൾ ചെയ്തു. അതിൻ്റെ ആൻസർ 3.465 × 10⁻⁻² മിനിറ്റ് ഇൻവേഴ്സ് എന്ന് കിട്ടി. അപ്പോൾ നിങ്ങൾക്ക് ചെയ്യാനുള്ള ഐഡിയ നന്നായിട്ട് മനസ്സിലായി എന്ന് സാർ പ്രതീക്ഷിക്കുന്നു. മനസ്സിലായില്ലേ? മനസ്സിലായി. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഓക്കെ, സോ നൗ ക്വസ്റ്റ്യൻ നമ്പർ 4. ക്വസ്റ്റ്യൻ നമ്പർ 4 നോക്കിയേ. The rate constant for the reaction 2A plus B is product was found to be 2.5 × 10⁻⁵ liter mole raised to -1 second raised to -1 after 15 seconds. 2.60 × 10⁻⁵ liter mole raised to -1 second raised to -1 after 30 seconds, and 2.55 × 10⁻⁵ liter mole raised to -1 second raised to -1 after 50 seconds. The order of the reaction is. ഇത് നിങ്ങളെ എന്താണ് മണ്ടന്മാരാക്കുന്നൊരു ക്വസ്റ്റ്യനാണ്. നിങ്ങൾ പ്രോബ്ലം ഒക്കെ ചെയ്യാൻ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു പക്ഷേ നിങ്ങൾ വല്ലാതെ ഡിഫിക്കൽട്ടി അനുഭവിച്ചേക്കും. അപ്പോൾ ഈ പ്രോബ്ലം നിങ്ങൾ ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം ഈ ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ തന്നെ ഇതിൻ്റെ ഓർഡർ മനസ്സിലാവും. അതെങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിൽ റേറ്റ് കോൺസ്റ്റൻ്റ് ആണ് തന്നിട്ടുള്ളത് അല്ലേ? യൂണിറ്റ് ഓഫ് റേറ്റ് കോൺസ്റ്റന്റ് നോക്കിയാൽ ഓർഡർ കണ്ടുപിടിക്കാൻ പറ്റും. ശരിയല്ലേ? അപ്പോൾ വേറെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ആ യൂണിറ്റ് മനസ്സിലാക്കുക, ചെയ്യുക. എന്നിട്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ട് 1-2 ഐഡിയകൾ ഞാൻ പറയാം. ആ ഐഡിയകളൊന്ന് കേട്ട് മനസ്സിലാക്കിയതിന് ശേഷം ചെയ്യുക. പറയട്ടെ? ഓക്കെ, വാ മക്കളെ. സാറ് റിയാക്ഷൻ എടുക്കുന്നു. ആ റിയാക്ഷൻ്റെ റേറ്റ് ഈക്വൽ ടു K × കോൺസെൻട്രേഷൻ ഓഫ് ദ റിയാക്റ്റൻ്റ് A to the power n എന്ന് സാർ എഴുതി. സോ ഒരു സംശയം എനിക്കില്ല സാർ, ദിസ് ഈസ് nth ഓർഡർ റിയാക്ഷൻ. ശരിയല്ലേ? ഇതൊരു nth ഓർഡർ റിയാക്ഷൻ ആണ്. ഈ nth ഓർഡർ റിയാക്ഷൻ്റെ K എത്ര? സർ, K is equal to rate divided by concentration of A raised to n. ഇതെല്ലാം നിങ്ങൾക്ക് പഠിപ്പിച്ചിട്ടുള്ളതാണ്. പിന്നെ ഞാൻ യൂട്യൂബിൽ ലൈവ് പോകുന്നതുകൊണ്ട് ഞാൻ ഇത് എക്സ്പ്ലെയിൻ ചെയ്യുന്നതേ ഉള്ളൂ. ഇനി അവിടെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ അവർക്ക് ഉപയോഗപ്പെട്ടോട്ടെ കേട്ടോ.
അപ്പോൾ ഈക്വൽ ടു ഒന്ന് നോക്ക്. വാട്ട് ഈസ് ദ യൂണിറ്റ് ഓഫ് റേറ്റ്? റേറ്റ് യൂണിറ്റ് എന്താ? മോൾ ലിറ്റർ റൈസ് ടു -1 സെക്കൻഡ് റൈസ് ടു -1 അല്ലേ? ചേഞ്ച് ഇൻ കോൺസെൻട്രേഷൻ ഡിവൈഡ് ബൈ ടൈം. കോൺസെൻട്രേഷൻ്റെ യൂണിറ്റ് മോൾ പെർ ലിറ്റർ ഡിവൈഡ് ബൈ ടൈം സെക്കൻഡ്. അത് മേളിൽ പോകുമ്പോൾ സെക്കൻഡ് റൈസ് ടു -1. ക്ലിയർ? ഓക്കെ. ഡിവൈഡഡ് ബൈ കോൺസെൻട്രേഷൻ ഓഫ് എ എന്താ? മോൾ ലിറ്റർ റൈസ് ടു -1 ദ ഹോൾ റൈസ് ടു n. ഓക്കെ. ഇത് റൈസ് ടു ദ പവർ n ആണ്. ഇത് അങ്ങോട്ട് കൊടുക്കുക. ഇത് കൊടുക്കുമ്പോൾ എന്ത് കിട്ടും? ഇത് മോൾ റൈസ് ടു 1, ഇത് മോൾ റൈസ് ടു n. അല്ലെങ്കിൽ നമുക്ക് ഒരു കാര്യം ചെയ്യാം, ഇവിടെ ഒരു ബ്രാക്കറ്റ് ഇട്ട് കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് അത് കുറച്ചുകൂടെ രണ്ട് രീതിയിൽ അത് പഠിക്കാൻ പറ്റും. മുകളിൽ മോൾ ലിറ്റർ റൈസ് ടു -1 ഉണ്ട്, താഴെ മോൾ ലിറ്റർ റൈസ് ടു -1 ദ ഹോൾ റൈസ് ടു n ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെ എഴുതാൻ പറ്റും പറഞ്ഞേ? മോൾ ലിറ്റർ റൈസ് ടു -1 ദ ഹോൾ റൈസ് ടു 1 - n. കറക്റ്റ് തന്നെ? ഓക്കെ. ദ ഹോൾ ഇവിടെ റൈസ് ടു 1, ഇവിടെ റൈസ് ടു n. എ റൈസ് ടു m ബൈ എ റൈസ് ടു n ഇസ് ഈക്വൽ ടു എ റൈസ് ടു m - n. എല്ലാവർക്കും അറിയാം. പിന്നെ ബാക്കി എന്തുകൊണ്ടിടാ? സെക്കൻഡ് റൈസ് ടു -1 ഉണ്ട്. ക്ലിയർ ആണല്ലോ? ക്ലിയർ ആണ്. ഓക്കെ. ഈ ഇക്വേഷൻ വേണമെങ്കിൽ നിങ്ങൾക്ക്, അല്ലെങ്കിൽ ഈ ഐഡിയ നിങ്ങൾക്ക് പഠിച്ചു വയ്ക്കാം. അതല്ലെങ്കിൽ എനിക്ക് നിങ്ങളടുത്ത് പറയാനുള്ളത്, നിങ്ങൾ സെപ്പറേറ്റ് ആയിട്ടും പഠിക്കുക. മോൾ റൈസ് ടു എത്ര? 1 - n. ശരിയല്ലേ? ഓക്കെ. ലിറ്റർ റൈസ് ടു എത്ര? ആ -1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തേ. ഓക്കെ. അപ്പോൾ n - 1 എന്നാവും. n+1 അല്ല, n - 1 എന്നല്ലേടാ? ഓക്കെ. സെക്കൻഡ് റൈസ് ടു -1. ഓക്കെ. ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ ഓർത്തു വയ്ക്കേണ്ടത്. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ നിങ്ങൾ ഓർത്തു വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ, ഇത് യൂണിറ്റ് കണ്ടുപിടിക്കാനുള്ള ഐഡിയ ആണ് ഞാൻ പറയുന്നത്. ഓർഡർ കണ്ടുപിടിക്കാൻ നിങ്ങൾക്ക് ഇവിടെ നിന്നൊരു ഐഡിയ ഞാൻ പറയാം, നിങ്ങൾ ശ്രദ്ധിച്ചൊന്ന് കേൾക്കുക. നിങ്ങൾക്ക് തന്നിരിക്കുന്നതിൽ മോൾ ഉണ്ടാകും. മോൾ ശരിയല്ലേ? ആ മോള് 1 - n, ലിറ്റർ എത്രയാണ്? n - 1. കറക്റ്റ് ആണല്ല? അപ്പോൾ നിങ്ങൾ ഓർഡർ എത്ര എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഓർഡർ എത്ര എന്ന് കിട്ടണമെങ്കിൽ ഓർഡർ എത്രയാണ്? ഇവിടെ n അല്ലടാ ഓർഡർ. അത് n - 1 1 കൂട്ടിയതാണ്. ആണോ? n - 1 1 കൂട്ടിയാൽ n കിട്ടൂലേ? അപ്പോൾ എന്ന് പറഞ്ഞാൽ എനിക്ക് ഇത്രയേ പറയാനുള്ളൂ, ലിറ്ററിൻ്റെ പവർ എത്രയാണോ തന്നിരിക്കുന്നത് അതിനോടൊപ്പം 1 ആഡ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഓർഡർ കിട്ടിക്കോളും. ലിറ്ററിൻ്റെ പവർ എത്രയാണോ തന്നിരിക്കുന്നത് അതിനോട് 1 ആഡ് ചെയ്താൽ ഓർഡർ കിട്ടുമെന്ന്. സോ ഞാൻ തിരിച്ച് ക്വസ്റ്റ്യനിലേക്ക് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ, ഇവിടെ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ വായിക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 4. ദ റേറ്റ് കോൺസ്റ്റന്റ് ഫോർ ദ റിയാക്ഷൻ 2a + b ഗീസ് പ്രൊഡക്റ്റ് വാസ് ഫൗണ്ടഡ് ടു ബി 2.5 × 10⁻⁵ ലിറ്റർ മോൾ റൈസ് ടു -1 സെക്കൻഡ് റൈസ് ടു -1 എന്ന് കാണുന്ന നിമിഷം നിങ്ങളുടെ മനസ്സിൽ ലിറ്ററിൻ്റെ പവറിനോട് 1 കൂട്ടിയാൽ എത്ര കിട്ടും? 2. അതുകൊണ്ട് തന്നെ ഈ റിയാക്ഷൻ്റെ ഓർഡർ എത്ര നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞു? സെക്കൻഡ് ഓർഡർ കിട്ടിക്കഴിഞ്ഞു. ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായെന്നോ ഇല്ലെന്നോ? എല്ലാവരോടുമാണ് ചോദിക്കുന്നത്, അപ്പോൾ എല്ലാവരും പറയണം. മനസ്സിലായി? ഓക്കെ, ശരി, ആയിക്കോട്ടെ. അപ്പോൾ ക്ലിയർ ആണല്ലോ ഐഡിയ? ക്ലിയർ ആണ്. ഓക്കെ. അപ്പോൾ ഇത് രണ്ടും നിങ്ങൾ ഓർക്കേണ്ടതുണ്ട്. ലിറ്ററിൻ്റെ പവർ എത്രയാണോ അതിനോടൊപ്പം 1 ആഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? ഓർഡർ കിട്ടും. ഇനി 0 ഓർഡർ, ഫസ്റ്റ് ഓർഡർ, സെക്കൻഡ് ഓർഡർ, തേർഡ് ഓർഡറിൻ്റെയൊക്കെ യൂണിറ്റ് ഇവിടെ എഴുതാൻ പറ്റും. അതുപയോഗിച്ച് ചില ക്വസ്റ്റ്യൻസ് ഉണ്ട്. ആ സമയത്ത് ഞാൻ ഈ ഇക്വേഷൻ ചോദിക്കും. ആ സമയത്ത് നിങ്ങൾ പറയുക മോൾ റൈസ് ടു 1 - n, ലിറ്റർ റൈസ് ടു n - 1, സെക്കൻഡ് റൈസ് ടു -1, അല്ലെങ്കിൽ മോൾ ലിറ്റർ റൈസ് ടു -1 ദ ഹോൾ റൈസ് ടു 1 - n സെക്കൻഡ് റൈസ് ടു -1 ആണ് യൂണിറ്റ് ഓഫ് nth ഓർഡർ റിയാക്ഷൻ. എനിക്ക് ക്വസ്റ്റ്യൻ നമ്പർ 5ലേക്ക് പോകാം എന്ന് തോന്നുന്നു. പോയിക്കൂടെ? യെസ്. സോ നമ്മൾ പോകുമ്പോൾ ക്വസ്റ്റ്യൻ നമ്പർ 5 ഒന്ന് വായിച്ചേ. വിച്ച് ഓഫ് ദ ഫോളോയിങ് റെപ്രസെൻറ്റ്സ് ദ എക്സ്പ്രഷൻ ഫോർ 3/4 ലൈഫ് ഓഫ് ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ? അപ്പോൾ 3/4 ലൈഫാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ശരിയല്ലേ? അപ്പോൾ 3/4 ലൈഫ് എങ്ങനെ കണ്ടുപിടിക്കും എന്ന് ഞാൻ പറഞ്ഞുതരാം, ഒന്ന് നോക്കിക്കോളൂ. ഓക്കെ. ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ ആണ്. ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ ആയതുകൊണ്ട് തന്നെ വന്നേ, ഫസ്റ്റ് ഓർഡറിൻ്റെ കെ എത്രയാ? k = 2.303 ഡിവൈഡഡ് ബൈ t ഇൻറ്റു ലോഗരിതം ഓഫ് r0/r. ഓക്കെ. t
3/4 എന്ന് പറഞ്ഞാൽ 3/4 ഓഫ് ദ റിയാക്ഷൻ ഈസ് കംപ്ലീറ്റഡ് എന്നാണ്. T half means half of the reaction is completed എന്നാണ്. സോ T 3/4 കൊടുത്തു നോക്കാം. ഞാൻ T എവിടെ എഴുതി? അപ്പോൾ T 3/4 is equal to ആൻസർ പോരട്ടെ 2.303 ഡിവൈഡഡ് ബൈ ഈ K ഇങ്ങ് നേരെ താഴെ എത്തും. ശരിയല്ലേ? ലോഗരിതം ഓഫ് R0/R. ഈ ഫ്രാക്ഷൻസ് ആണെങ്കിൽ ഒരു സംശയമില്ല, സ്റ്റാർട്ടിങ്ങിൽ 1 ആയിരിക്കും. ശരിയല്ലേ? സ്റ്റാർട്ടിങ്ങിൽ 1, അതാണ് പിന്നീട് ഫ്രാക്ഷൻ ആയിട്ട് മാറുന്നത്. 1 ഡിവൈഡഡ് ബൈ R. എന്താണ് R എന്ന് പറഞ്ഞാൽ? R എന്ന് പറഞ്ഞാൽ റിമൈനിങ് കോൺസെൻട്രേഷൻ. അപ്പോൾ 3/4 കംപ്ലീറ്റഡ് ആയി. സ്റ്റാർട്ടിങ്ങിൽ 1 ഉണ്ടായിരുന്നു, അതിൽ നിന്ന് 3/4 കംപ്ലീറ്റഡ് ആയാൽ വാട്ട് ഈസ് ദ റിമൈനിങ് കോൺസെൻട്രേഷൻ? 1/4. അപ്പോൾ നിങ്ങൾക്ക് 1/4 എന്ന് ഇവിടെ എഴുതാം. അപ്പോൾ 4 നേരെ മേളിൽ വരും. അപ്പോൾ T 3/4 is equal to 2.303 ഡിവൈഡഡ് ബൈ K ഇൻറ്റു ലോഗരിതം ഓഫ് ഇത് അങ്ങ് മേളിൽ പോയി 4 എന്ന് കിട്ടും. ക്ലിയർ ആണോ? ക്ലിയർ ആണ്. ഓക്കെ. സോ നിങ്ങൾക്ക് ഓപ്ഷനുകളിലൂടെ ഒന്ന് പോവാം. ഓപ്ഷനുകളിലൂടെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ എവിടെയെങ്കിലും T 3/4 is equal to 2.03 divided by K logarithm of 4 എന്ന ഓപ്ഷൻ ഉണ്ടെങ്കിൽ പറയാം. തേർഡ് ഓപ്ഷൻ. നമുക്ക് മനസ്സിലായെന്നോ ഇല്ലെന്നോ? മനസ്സിലായി. മുന്നോട്ട് പോവാമല്ലോ മക്കളെ? പോവാം. ഓക്കെ. യെസ്. നൗ ദ ക്വസ്റ്റ്യൻ നമ്പർ 5. ക്വസ്റ്റ്യൻ നമ്പർ 5 ക്വസ്റ്റ്യൻ അല്ല 6 അല്ലടാ. ക്വസ്റ്റ്യൻ നമ്പർ 6 വായിച്ചേ. ദ ഹാഫ് ലൈഫ് ഓഫ് എ റേഡിയോ ആക്റ്റീവ് എലമെന്റ് ഈസ് 140 days. After 560 days 1 gram of the substance will be reduced to എന്നാണ് ക്വസ്റ്റ്യൻ. പല രീതിയിൽ ചെയ്യാം. ക്വസ്റ്റ്യൻ ഒന്ന് ഓർത്ത് വയ്ക്കണം കേട്ടോ. ദ ഹാഫ് ലൈഫ് ഓഫ് എ റേഡിയോ ആക്റ്റീവ് എലമെന്റ് ഈസ് 140. ആഫ്റ്റർ 560 days 1 gram of the substance will be reduced to എന്നുള്ളതാണ്. അപ്പം ഞാൻ സാധാരണ ചെയ്യുന്നത് എപ്പോഴും ഇതാ ഇങ്ങനെയാണ്. എൻ്റെ മനസ്സിൽ ആദ്യം നമ്പർ ഓഫ് ഹാഫ് ലൈഫ് ഞാൻ കണ്ടുപിടിക്കും. നമ്പർ ഓഫ് ഹാഫ് ലൈഫ്സ്. ഈ നമ്പർ ഓഫ് ഹാഫ് ലൈഫ്സ് എത്രയാണ്? നമ്പർ ഓഫ് ഹാഫ് ലൈഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ തന്നിരിക്കുന്ന ടൈം ഡിവൈഡഡ് ബൈ ടി ഹാഫ് എടുക്കുക. ടി ഹാഫ് ക്വസ്റ്റ്യനിൽ എത്രയാണ് തന്നിട്ടുണ്ടായിരുന്നു പറഞ്ഞേ? 140 എന്ന് തന്നിട്ടുണ്ടായിരുന്നു. ആയിക്കോട്ടെ. അവിടെ തന്നിരുന്ന സമയം എത്ര ദിവസമാണ്? 560 days ആടാ. ഡിവൈഡ് ബൈ ഹാഫ് ലൈഫ് 140. അപ്പോൾ അവിടെ നിങ്ങൾക്ക് എന്ത് കിട്ടും? നമ്പർ ഓഫ് ഹാഫ് ലൈഫ് കിട്ടും. 560 ഡിവൈഡ് ബൈ 140 ആക്ച്വലി 56 ഡിവൈഡ് ബൈ 14 28 ഡിവൈഡ് ബൈ 7. എത്രയാണ് ആൻസർ? 4. ഓക്കെ. അപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിപ്പോൾ പഠിപ്പിക്കുന്നുണ്ട് ഇത്ര സമയം എടുത്തതാണ്. ബട്ട് വെൻ യു റീഡ് ദ ക്വസ്റ്റ്യൻ വെരി സിമ്പിൾ ആണ്. ഹാഫ് ലൈഫ് 140 days. അതുപോലെ ആഫ്റ്റർ 560 days ഉടൻ തന്നെ മനസ്സിലായി 560 ഡിവൈഡ് ബൈ 140. അപ്പോൾ അതിനകത്ത് 4 ഹാഫ് ലൈഫ് ഉണ്ട്. അപ്പോൾ 4 ഹാഫ് ലൈഫിന് ശേഷം എത്ര ബാക്കിയുണ്ടെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. ആൻഡ് എത്ര സ്റ്റാർട്ടിങ്ങിലുണ്ട് എന്ന് ക്വസ്റ്റിൽ പറഞ്ഞിട്ടുണ്ട്. ക്വസ്റ്റിൽ പറഞ്ഞ സ്റ്റാർട്ടിങ്ങിൽ എത്ര ഉണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത്? നോക്കി പറഞ്ഞേ. 1 gram. സോ കാര്യം കഴിഞ്ഞു. 1 ഉണ്ടെങ്കിൽ ആദ്യ ഹാഫ് ലൈഫ് കഴിയുമ്പോൾ അത് 1/2 ആവും. അടുത്ത ഹാഫ് ലൈഫിൽ അത് 1/4 ആവും. അടുത്ത ഹാഫ് ലൈഫിൽ അത് 1/8 ആവും. അടുത്ത ഹാഫ് ലൈഫിൽ അത് 1/16 ആവും. കാരണം പകുതി ആയിക്കൊണ്ടിരിക്കുകയാണ്. സോ 1/2 1/4 1/8 1/16. സോ 1/16 gram ആണ് എന്താണ് ഇപ്പോൾ ബാക്കി ഉണ്ടാവുക. നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് തിരിച്ചു പോകാം. ദ ഹാഫ് ലൈഫ് ഓഫ് എ റേഡിയോ ആക്റ്റീവ് എലമെന്റ് ഈസ് 140 days. ആഫ്റ്റർ 560 days 1 gram of the substance will be reduced to. So what will be the right answer? Option 4 1/16 gram. Is it clear? Clear. Okay. So moving to the next question. Puala makla? Okay. Yes. Okay. At the question number 7. For the reaction A plus 2B gives 2C plus D. The concentration of A is kept constant and that of B is tripled. How many times the rate of the reaction will increase? എന്നാണ്. ഇത് law of mass action ബേസ് ചെയ്തിട്ട് നമ്മൾ ചെയ്യുന്നൊരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ. law of mass action ബേസ് ചെയ്തിട്ട്. അപ്പോൾ law of mass action ബേസ് ചെയ്തിട്ട് ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ റേറ്റ് ഈസ് ഈക്വൽ ടു എന്താണ്? റേറ്റ് ഈക്വൽ ടു K ഇൻറ്റു അല്ലെങ്കിൽ R1 is equal to K ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് എ ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് ബിയുടെ സ്ക്വയർ. അപ്പോൾ കാരണം ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത് A plus 2B
gives 2c plus d എന്നാണ് തന്നിരിക്കുന്നത്. അപ്പോൾ ഇതിൽ എക്സ്പെരിമെൻ്റൽ റേറ്റ് ലായെ പറ്റി പറയാത്തത് കൊണ്ട് തന്നെ law of mass action ഉപയോഗിച്ച് ചെയ്യാം. law of mass action ആകുമ്പോൾ റേറ്റ് ഈക്വൽ ടു k ഇൻറ്റു എയുടെ പവർ 1 ബിയുടെ പവർ 2. ക്ലിയർ ആണല്ലോ? So R2 is equal to k into what happens to the concentration of A? Question ഉണ്ടാവും, നമുക്ക് വേഗം പറയാം. What happens to the concentration of A? A is kept constant and that of B is tripled എന്നല്ലേ തന്നിരിക്കുന്നത്. അപ്പം എയുടെ കോൺസെൻട്രേഷൻ കോൺസ്റ്റന്റ് ആക്കി വെച്ചു, ബിയുടേത് ട്രിപ്പിൾ ആക്കി, അപ്പോൾ 3b സ്ക്വയർ എന്ന് വന്നു. ദിസ് ഈസ് ഇക്വേഷൻ നമ്പർ 1, ദിസ് ഈസ് ഇക്വേഷൻ നമ്പർ 2. സോ R2 ഡിവൈഡഡ് ബൈ R1 എന്ന് പറയുന്നത് എത്ര കിട്ടും മക്കളെ? R2 k ക്യാൻസൽ ആയിപ്പോയി, എ ക്യാൻസൽ ആയിപ്പോയി, ബി സ്ക്വയർ ക്യാൻസൽ ആയിപ്പോയി, 3 സ്ക്വയർ എന്ന് കിട്ടും അല്ലേ? സോ R2 is equal to 9 times R1 എന്ന് കിട്ടും. ക്ലിയർ അല്ലേ? ഇതിനെ തന്നെയാണ് ഞാൻ നേരത്തെ വേറെ ഐഡിയ പറഞ്ഞു തന്നത്. നിങ്ങളോട് പറഞ്ഞിരുന്നു, ഇങ്ങനെ ഒരു ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷൻ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ ഒന്നും ചെയ്യേണ്ട, ഫൈനൽ റേറ്റ് R2 is equal to എക്ക് എന്ത് സംഭവിച്ചു എന്ന് നോക്കുക. എ ഈസ് കെപ്റ്റ് കോൺസ്റ്റന്റ് എന്നല്ലേ? അയാൾക്കൊന്നും സംഭവിച്ചില്ല, അതുകൊണ്ട് അയാൾ അങ്ങ് വിട്ടേക്കും, അയാൾ നിങ്ങൾ എടുക്കണ്ട. ഓക്കെ, ഇനി അടുത്ത് ബിക്ക് എന്ത് സംഭവിച്ചു? ബി ദ കോൺസെൻട്രേഷൻ ഗെറ്റ് ട്രിപ്പിൾഡ് എന്നാണ്. അങ്ങനെ ട്രിപ്പിൾ ആയതുകൊണ്ട് നിങ്ങൾ 3 എന്ന് എഴുതി, അത്രയേ ഉള്ളൂ. ഓക്കെ, എന്നിട്ട് ബിയുടെ പവർ എത്രയാണോ ആ പവർ അവിടെ കൊടുക്കുക, അത്രയും R1 എഴുതുക. സോ R2 is equal to 9R1. ഇസ് ഇറ്റ് ക്ലിയർ? ക്ലിയർ. ഓക്കെ, സോ നമുക്ക് നമ്മുടെ ഓപ്ഷൻസിലേക്ക് പോവാം. ഓപ്ഷൻസിൽ ഉണ്ടോ? 9 times. For the reaction A plus 2B gives 2C plus D, the concentration of A is kept constant and that of B is tripled. How many times the rate of the reaction will increase എന്നാണ് ക്വസ്റ്റ്യൻ. സോ മനസ്സിൽ പോലും ചെയ്യാൻ പറ്റും, കാരണം A is kept constant എന്നാണ്, അപ്പോൾ എയ്ക്ക് ഒരു ഇൻഫ്ലുവൻസും ഇല്ല. B tripled എന്നാണ്, അപ്പോൾ ബിയുടെ അവിടെ കോഎഫിഷ്യന്റ് കൊടുക്കുക, 3/2, അപ്പോൾ 9 എന്ന് കിട്ടി. 9 times. ക്വസ്റ്റ്യൻ വായിക്കുക, ആൻസർ എഴുതുക, പോവുക. 10 സെക്കൻഡിൽ ചെയ്യാൻ പറ്റും. മനസ്സിലായോ? And the next is 63/64 of a radioactive element is completed in 120 minutes. Calculated half. Question കാണിച്ചില്ല, sorry. Okay, 63/64 of a radioactive element is completed in 120 minutes. Calculates its half-life period. ശരിയല്ലേ? അപ്പോൾ 63/64 ഫ്രാക്ഷൻ ആണ്, ഹാഫ് കംപ്ലീറ്റഡ് ഇൻ 120 minutes. കാൽക്കുലേറ്റ്സ് ഹാഫ് ലൈഫ് പീരീഡ് ആണ്. നേരെ തിരിച്ചുള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഇത് ചെയ്യാനുള്ള ഐഡിയ ഒക്കെ പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു, എന്നാൽ ജസ്റ്റ് ഒന്ന് പറഞ്ഞിട്ട് പോകാം എന്നാണ്. യൂട്യൂബിൽ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ അവരെ സഹായിക്കാനാണ്. അപ്പോൾ നിങ്ങൾക്ക് പറയാം, നിങ്ങളൊന്ന് പറഞ്ഞേ. നമ്മൾ സാധാരണ സ്റ്റാർട്ട് ചെയ്യുന്നത് 1-ലാണ്. ആദ്യ ടി ഹാഫ് കഴിയുമ്പോൾ 1/2 ബാക്കി ഉണ്ടാവും, 1/2 കംപ്ലീറ്റ് ആവും. ഓക്കെ അല്ലേ? അടുത്ത ടി ഹാഫിൽ എത്രയാണോ ഇപ്പോൾ ഉള്ളത് അതിൻ്റെ പകുതിയാവും. 1/2ൻ്റെ പകുതി 1/4. സോ 1/4 ഇനി ബാക്കിയുള്ളൂ. ദാറ്റ് മീൻസ് 3/4 ഈസ് കംപ്ലീറ്റഡ് എന്നാണ്. ഓക്കെ ഓക്കെ ഇൻ ദ നെക്സ്റ്റ് ഹാഫ് ലൈഫ് ഈ 1/4 അതിൻ്റെ ഹാഫ് ആവും, 1/8. സോ 7/8 ആണ് ഇനി ബാക്കിയുള്ളത്. അതുപോലെ അടുത്ത ടി ഹാഫിൽ അത് 1/16 ആകും. അപ്പോൾ അതുകൊണ്ട് തന്നെ 15/16 ആണ് കംപ്ലീറ്റഡ് ആയത്. അതുപോലെ അടുത്ത ടി ഹാഫിൽ അത് 1/32 ആകും. അപ്പോൾ 31/32 കംപ്ലീറ്റ് ആയി അല്ലേ? അടുത്ത ടി ഹാഫിൽ എന്ത് സംഭവിക്കും? 1/64 ആയിട്ട് കുറയും. അപ്പോൾ 63/64. അപ്പോൾ അതുപോലെ നമുക്ക് അങ്ങനെ മുന്നോട്ട് പോവാം. ഞാൻ ഈ ക്വസ്റ്റ്യൻ ഇതാ ഇവിടെ നിർത്തുന്നു. നിങ്ങൾക്കറിയാം 63/64 ഫ്രാക്ഷൻ കംപ്ലീറ്റ് ആവാൻ 1, 2, 3, 4, 5, 6 എത്ര ടി ഹാഫ് എടുത്തു? 6 ടി ഹാഫ് എടുത്തു. ഞാൻ നിങ്ങളോട് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു തന്നിട്ടുണ്ട് മക്കളെ, നിങ്ങൾ ഇത്രയും എഴുതിക്കൊണ്ടിരിക്കേണ്ട ആവശ്യമില്ല, നിങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് എഴുതി കാണിച്ചു തരുന്നത്. ഓക്കെ, സോ നിങ്ങൾ ഇത്രയും മനസ്സിലാക്കിയാൽ മതി. ആദ്യ ടി ഹാഫിൽ 1/2, അടുത്ത 1/4, അടുത്ത 1/8, 1/16, 1/32, 1/64. അതിൻ്റെ പകുതി എടുത്ത് പോയാൽ മതി. മനസ്സിലായില്ലേ? സോ 1/2, 1/4, 1/8, 1/16, 1/32, 1/64 എന്ന് പറഞ്ഞാൽ അത് തന്നെയാണ് 1/64 ഇനി ബാക്കിയുണ്ട്. അപ്പോൾ വാട്ട് മച്ച് കംപ്ലീറ്റഡ്? 63/64 ഈസ് കംപ്ലീറ്റഡ്. ക്ലിയർ അല്ലേ? അപ്പോൾ ഇവിടെ കയ്യിൽ തന്നെ കിട്ടും 6 ടി ഹാഫിന് എടുത്ത സമയമാണ് 120 എന്ന് ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത്. ക്വസ്റ്റ്യൻ നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. വീണ്ടും പാളി വന്നു.
ഇല്ലേ? വന്നല്ലോ ക്വസ്റ്റ്യൻ വന്നല്ലോ. ആ ഓക്കെ. അപ്പോൾ 6 ടി ഹാഫ് ആണ് 120 മിനിറ്റ്സ്. അപ്പോൾ ടി ഹാഫ് എത്ര? 120/6 20 മിനിറ്റ്സ്. മനസ്സിലായോ? ഇതൊക്കെ സിമ്പിൾ ക്വസ്റ്റ്യൻസ് ചെയ്യാൻ പറ്റുമല്ലോ. പറ്റും. ഓക്കെ. അതെ, ഞാൻ നോക്കിയത് കീ വർക്ക് ചെയ്യുന്നില്ല. ഇപ്പം കീ വർക്ക് ചെയ്യുന്നുണ്ട്. ക്വസ്റ്റ്യൻ നമ്പർ 9 നോക്കിക്കോളൂ. ക്വസ്റ്റ്യൻ നമ്പർ 9 ആക്ച്വലി ഈ ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യേണ്ട യാതൊരു ആവശ്യകതയും ഇല്ല ഫോർ നീറ്റ് എക്സാമിനേഷൻ. പിന്നെ ആരെങ്കിലും യൂട്യൂബിലൊക്കെ JEE മെയിനിന് വേണ്ടിയിട്ടൊക്കെ പ്രിപ്പയർ ചെയ്യുന്നവരുണ്ടെങ്കിൽ അവർക്കൂടെ ഉപയോഗപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ഞാൻ എക്സ്ട്രാ ഇട്ടിട്ടുണ്ട് ടെക്സ്റ്റ് ബുക്കിൽ ഐഡിയ അല്ലാത്തത്. അതാണ് ഈ ക്വസ്റ്റ്യൻ. ഓക്കെ. ദ സബ്സ്റ്റൻസ് അണ്ടർഗോസ് ഫസ്റ്റ് ഓർഡർ ഡീകമ്പോസിഷൻ. ദ ഡീകമ്പോസിഷൻ ഫോളോസ് 2 പാരലൽ ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻസ്. പണ്ടൊക്കെ നമ്മൾ എൻട്രൻസ് പഠിപ്പിക്കുന്ന സമയത്ത് പാരലൽ റിയാക്ഷൻസ് എന്ന് പറഞ്ഞൊരു കുറച്ച് ഐഡിയ പഠിപ്പിക്കും. അതിൻ്റെ K1 K2 ഒക്കെ ഉള്ളത് പറയുന്നത്. ഇപ്പോൾ ഇവിടെ ഈ റിയാക്ഷൻ നോക്കിയേ. A ഗീവ്സ് എന്താണ്? A ഗീവ്സ് B, അതുപോലെ A ഗീവ്സ് C. ശരിയല്ലേ? അപ്പോൾ A B ആകുന്ന റേറ്റ് കോൺസ്റ്റന്റ് K1, അതുപോലെ A C ആകുന്ന റേറ്റ് അഥവാ റേറ്റ് കോൺസ്റ്റന്റ് K2. ശരിയാണല്ലോ? അപ്പോൾ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് K1 K2 വന്നിട്ടുണ്ട്. വാട്ട് ഈസ് എ പെർസെൻറ്റേജ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് B ആൻഡ് C ആണ് കണ്ടുപിടിക്കേണ്ടത്. B എത്രത്തോളം ഉണ്ടാകും, C എത്രത്തോളം ഉണ്ടാകും, അതാണ് പെർസെൻറ്റേജ് ഡിസ്ട്രിബ്യൂഷൻ. അപ്പോൾ പാരലൽ റിയാക്ഷൻസ് തന്നു കഴിഞ്ഞാൽ എന്തു ചെയ്യണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വെരി സിമ്പിൾ. ബോർഡ് നോക്കിക്കോളൂ. എനിക്ക് പറയാനുള്ളത്, ഇപ്പം A ഉണ്ട്, A B ആയിട്ട് മാറുന്നു, A C ആയിട്ട് മാറുന്നു, A D ആയിട്ട് മാറുന്നു. അപ്പോൾ A ഒരേ സമയം 3 റിയാക്ഷൻ നടത്തുവാണ്. A gives B, A gives C, A gives D. ഇനി ഇതിൽ ദിസ് റിയാക്ഷൻ ഈസ് അറ്റ് ദ റേറ്റ് ഓഫ് K1, ഇത് അറ്റ് ദ റേറ്റ് ഓഫ് K2, ഇത് അറ്റ് ദ റേറ്റ് ഓഫ് K3. റേറ്റും റേറ്റ് കോൺസ്റ്റൻറ്റും ഈക്വൽ ആണ്. അത് പ്രൊപ്പോർഷണൽ ആണ്. ഈക്വൽ ആവണമെങ്കിൽ കോൺസെൻട്രേഷൻ സെയിം എന്നാണ്, യൂണിറ്റി ആവണം. അത് വേറെ കാര്യം, അങ്ങോട്ട് പോകുന്നില്ല ഞാൻ. ഇത് റേറ്റ് അല്ലെങ്കിൽ റേറ്റ് കോൺസ്റ്റൻറ്റ് എടുത്തോളൂ, ഒരു പ്രശ്നവുമില്ല. ഇനി എത്രത്തോളം B ഉണ്ടാകുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആൻസർ ഈസ് വെരി സിമ്പിൾ. എത്രത്തോളം B ഉണ്ടാകുന്നു എന്ന് അറിയാൻ വേണ്ടിയിട്ട് പെർസെൻറ്റേജ് കോമ്പോസിഷൻ ഓഫ് B എത്ര എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആൻസർ എന്താണ്? K1 ആണ് B ഉണ്ടാകുന്ന റേറ്റ്. ഔട്ട് ഓഫ് ദ ടോട്ടൽ റേറ്റ് എത്ര? അത് വെരി സിമ്പിൾ ആണ്. K1 + K2 + K3 ആണ് ടോട്ടൽ റേറ്റ്. അതിൽ എന്താണ് K1 എത്ര എടുക്കുക? അപ്പോൾ ഇത് ഫ്രാക്ഷൻ കിട്ടും. ആ ഫ്രാക്ഷനെ 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ പെർസെൻറ്റേജ് കോമ്പോസിഷൻ ഓഫ് B കിട്ടും. ഓക്കെ. സോ വാട്ട് ഈസ് ദ പെർസെൻറ്റേജ് കോമ്പോസിഷൻ ഓഫ് C? യെസ്. അപ്പം ഞാനിനി എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. K2 ഡിവൈഡഡ് ബൈ K1 + K2 + K3 × 100. ആൻഡ് വാട്ട് ഈസ് ദ പെർസെൻറ്റേജ് കോമ്പോസിഷൻ ഓഫ് D ചോദിച്ചു കഴിഞ്ഞാൽ അത് K3 ഡിവൈഡഡ് ബൈ K1 + K2 + K3. ഐഡിയ മനസ്സിലായോ? പാരലൽ റിയാക്ഷൻ്റെ പെർസെൻറ്റേജ് ഡീകമ്പോസിഷൻ അടിക്കാനുള്ള മനസ്സിലായി? എന്തുവാടാ? ഇല്ല, കീം ചോദിക്കാൻ സാധ്യതയില്ല. കീമിന് 2 വർഷം മുമ്പ് എന്താണ് കുറേ ക്വസ്റ്റ്യൻസ് ഔട്ട് ഓഫ് സിലബസ് ചോദിച്ചിരുന്നു. ഔട്ട് ഓഫ് സിലബസ് മീൻസ് NCERT ഇല്ലാത്തത് കേട്ടോ, 1-2 വർഷങ്ങൾക്ക് മുൻപ്. അതിനുശേഷം അത് ഞാൻ കേട്ടിരിക്കുന്നു കേട്ടോ, എനിക്ക് സത്യമാണെന്ന് അറിയത്തില്ല. എഞ്ചിനീയറിംഗ് കോളേജിലെ എന്താണ് പ്രൊഫസേഴ്സാണ് അത് തയ്യാറാക്കിയത്. അപ്പോൾ ആക്ച്വലി NCERT കോൺസെപ്റ്റ് ആയിരുന്നില്ല പലപ്പോഴും ക്വസ്റ്റ്യനിലുണ്ടായിരുന്നത്. ഓക്കെ. അതുകൊണ്ട് പിന്നീട് അതിൻ്റെ അടുത്ത വർഷം വന്നപ്പോഴത്തേക്കും കറക്റ്റ് NCERT തന്നെയായിരുന്നു. കഴിഞ്ഞ വർഷത്തെ ക്വസ്റ്റ്യൻ നോക്കി അറിയാം, കറക്റ്റ് NCERT മാത്രമായിരുന്നു കീമിനും ചോദിക്കുന്നത്. ഓക്കെ, ശരി. അപ്പം ഞാൻ എൻ്റെ ക്വസ്റ്റ്യനിലേക്ക് തിരിച്ചു വരുന്നു. ക്വസ്റ്റ്യൻ എന്തായിരുന്നു ക്വസ്റ്റ്യൻ? A substance undergoes first order decomposition. The decomposition follows 2 parallel first order reactions. K1 K2 തന്നിട്ടുണ്ട്. Percentage distribution of B and C ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഇവിടെ what is the percentage composition അല്ലെങ്കിൽ percentage of B formed ചോദിച്ചു കഴിഞ്ഞാൽ ആൻസർ will be എത്രയായിരിക്കും? K1 divided by K1 + K2 × 100. ഓക്കെ. അപ്പം ഒരാളുടെ കിട്ടിക്കഴിഞ്ഞാൽ, ഒരു മിനിറ്റ്, ഒരാളുടെ കിട്ടിക്കഴിഞ്ഞ് ഒരാളുടെ 40 കിട്ടി, ഇപ്പം മറ്റേ ആളുടെ 60 ആയിരിക്കും. ഓക്കെ. ഒരാളുടെ 50 കിട്ടിയാൽ മറ്റേ 50 ആയിരിക്കും, ഒരാളുടെ 70 കിട്ടിയാൽ മറ്റേ 30 ആയിരിക്കും. അത്രയ്ക്ക് ഈസിയാണ്. അപ്പോൾ ഒരാളുടെ കണ്ടുപിടിച്ചാലും മതി. ചെയ്യുമല്ലോ? ഇപ്പോൾ തന്നെ ചെയ്യും, എന്നിട്ട് ഇപ്പോൾ തന്നെ ആൻസർ പറയും. യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. എത്രയും വേഗം.
യൂട്യൂബിൽ കാണുന്നവർക്കും എന്താണ് ആൻസർ എന്താണ് കമൻറ്റ് ചെയ്യുക. അങ്ങനെ എന്താണ് ഞാൻ ഇടയ്ക്കൊന്ന് നോക്കാം. ആൻസർ കിട്ടിയോ? വേഗം ആവട്ടെ, സമയം കളയരുത്. റൗണ്ട് ഓഫ് ഒക്കെ ചെയ്യണം. ഒരുപാട് സമയങ്ങളല്ലേ, വേഗം പറയും. Pebble of പറയടാ ആൻസർ കേട്ടോ. യെസ്, ടിൻസി ഓപ്ഷൻ 1, കീർത്തന ഓപ്ഷൻ 1. ഏതെങ്കിലും ഓപ്ഷൻ ഇട്ടായിരുന്നോ? ഞാൻ യൂട്യൂബിൽ നോക്കാൻ പോയിരിക്കുകയായിരുന്നു. ഓക്കെ, ശരി, ഓപ്ഷൻ 1 ആണ് കിട്ടിയിരിക്കുന്നത്. ആണോ? നീലിമ ഓപ്ഷൻ 4, ഗായത്രി ഓപ്ഷൻ 2, കീർത്തന ഓപ്ഷൻ 4, ഗൗരി ഓപ്ഷൻ 4, അനീറ്റ ഓപ്ഷൻ 4. ഓക്കെ, അപ്പോൾ ടിൻസി ഓപ്ഷൻ 4. ഓക്കെ, ആനി ഓപ്ഷൻ 4. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ദ റൈറ്റ് ആൻസർ ഈസ് 4th ഓപ്ഷൻ. നിങ്ങളുടെ ന്യൂമറിക്കൽ സ്കില്ല് ഇനിയും വർദ്ധിപ്പിക്കേണ്ടതുണ്ട്. ഇനിയും എന്താണ് പ്രോപ്പറായിട്ട് ചെയ്ത് കൊണ്ടുവരാത്തവരൊക്കെ ഉണ്ട്. അപ്പോൾ ദയവായിട്ട് ചെയ്ത് കൊണ്ടുവരണം. സാർ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകുന്നു. അടുത്ത ക്വസ്റ്റ്യനിൽ പോവാം. Okay, so now the question number നമ്മുടെ കീപാഡ് വർക്ക് ചെയ്യുന്നില്ലടാ, എന്ത് ചെയ്യാൻ പറ്റും? വേറൊരു കീപാഡ് എടുക്കട്ടെ. അപ്പോൾ അതിൽ ഓപ്ഷൻ അതിൽ ക്വസ്റ്റ്യൻ നമ്പർ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ ഏതാ? ക്വസ്റ്റ്യൻ നമ്പർ 10 അല്ലേ? അപ്പോൾ അതിൽ ക്വസ്റ്റ്യൻ നമ്പർ 10 9 ആയിപ്പോയി. അതാണെങ്കിൽ ഓവർ വർക്കിംഗ്. അതെ, ശരി, അത് എത്തൂല അതിൻ്റെ നീളം. ഓക്കെ, ആയിക്കോട്ടെ, അതിന് നമുക്ക് എന്തെങ്കിലും അഡ്ജസ്റ്റ് ചെയ്ത് വയ്ക്കാം. And the next question number 10 നോക്കിയേ. എന്തായിരുന്നു ക്വസ്റ്റ്യൻ നമ്പർ 10? 50% of a first order reaction was completed in 2 minutes. How many minutes take to complete 99% of the reaction? What is the relation between T half and T99.9? എത്രയും വേഗം ആൻസർ പറയൂ. നിങ്ങൾ പഠിപ്പിച്ചെന്നായിരുന്നു. T99.9 is equal to 10 T half. അത്രയേ ഉള്ളൂ. ഇത് കഴിഞ്ഞ ക്ലാസ്സിൽ പഠിപ്പിച്ചെന്ന ഐഡിയ ആണ്. സോ വളരെ ഈസി ആയിട്ട് ഈ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. T99.9 is equal to 10 T half. സോ ഈ ക്വസ്റ്റ്യൻ
കാണുന്ന നിമിഷം തന്നെ നിങ്ങൾക്ക് ആൻസർ വിളിച്ച് പറയാൻ പറ്റും. എങ്ങനെ? 50% of a first order reaction was completed in 2 minutes. How many minutes take to complete 99.9? അത് കാണുമ്പോഴേ 10t half എന്ന് മനസ്സിൽ വരും. സോ 10 into 2 20. ക്ലിയർ അല്ലേ? ഓക്കെ, ഇതിൽ ഓപ്ഷൻ 20. ഓക്കെ ആണോ? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോട്ടെ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 11. ഓക്കെ, സോ ക്വസ്റ്റ്യൻ നമ്പർ 11 നോക്കൂ. ക്വസ്റ്റ്യൻ നമ്പർ 11 എന്താ മക്കളെ? എന്തേ 12 ആണ് കാണിച്ചത്. അത് ദൂരെ ഇരിക്കുന്നതുകൊണ്ട് ഞാൻ പ്രസ് ചെയ്യുമ്പോൾ 2 പ്രസ് ആവുന്നുണ്ട്. ഇപ്പോൾ 11 ആയി. ഓക്കെ, ശരി, ആയിക്കോട്ടെ. T1/4 can be taken as the time taken for concentration of the reactant to drop to 3/4. എന്ന് പറഞ്ഞാൽ 3/4 സ്റ്റാർട്ടിങ്ങിൽ 1 ഉണ്ടായിരുന്നു, ഇപ്പോൾ 3/4 ആണ് ഉള്ളത്. ഓക്കെ, if the rate constant for the first order reaction is K, then T1/4 can be written as എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ T1/4 കണ്ടുപിടിക്കണം, ടൈം കണ്ടുപിടിക്കണം, അത്രേ ഉള്ളൂ. അതെന്തോ ആവട്ടെ, റെപ്രസെൻറ്റേഷൻ എന്തോ ആവട്ടെ. ആദ്യം ഉണ്ടായിരുന്നത് 1, എന്നിട്ട് എത്രയായിട്ട് മാറിയിരിക്കുന്നു? ഡ്രോപ്പ് ടു 3/4 എന്നല്ലേ ഇരിക്കുന്നത്. ഓക്കെ, എങ്കിൽ നമുക്ക് അത് ചെയ്യാം, വളരെ സിമ്പിളായിട്ട് ചെയ്യാം. എങ്ങനെ? കണ്ടെത്തേണ്ടത് എന്താണ്? കെ, റേറ്റ് കോൺസ്റ്റന്റ് K. സോ K is equal to എന്താണ്? 2.303 ഡിവൈഡഡ് ബൈ T എന്ന് പറയുന്നത് T1/4 അല്ലേ കണ്ടുപിടിക്കേണ്ടത്, ഇൻറ്റു ലോഗരിതം ഓഫ് R01 എന്ന് ഞാൻ പറഞ്ഞു തന്നു. കാരണം ഫ്രാക്ഷൻ ആണെങ്കിൽ സ്റ്റാർട്ടിങ്ങിൽ നിങ്ങൾ 1 എടുക്കണം. ഓക്കെ മക്കളെ, ഇനി ഡ്രോപ്പ് ടു 3/4 എന്നാണ്. ആദ്യം 1 ഉണ്ടായിരുന്നു, അതിപ്പോൾ 3/4 ആയി. അതിപ്പോൾ 3/4 ആകുക മീൻസ് റിമൈനിങ് കോൺസെൻട്രേഷൻ ഈസ് 3/4. അപ്പോൾ ഇത് 3/4 എന്ന് വരും. ഓക്കെ, അപ്പോൾ T1/4 is equal to 2.303 ഡിവൈഡഡ് ബൈ K ഇൻറ്റു ലോഗരിതം ഓഫ് 4/3 എന്ന് വരും അല്ലടാ. ഓക്കെ, so is equal to 2.303 divided by K into logarithm of 4/3. Log A by B logarithm of A minus logarithm of B ആണ്. കറക്റ്റ് ആണല്ലോ? അപ്പോൾ log 4 minus log 3. What is the value of log 4? ഇതൊക്കെ പഠിപ്പിച്ചെന്താണ്? what is the 0.6020 ശരിയല്ലേ? മൈനസ് log 3 0.4771. ഈ ഡിഫറൻസ് എടുക്കുക, ഇവിടെ കൊണ്ടിടുക, എന്നിട്ട് ചെയ്തിട്ട് ആൻസർ പറയുക. ചെയ്യാൻ പറ്റുമല്ലോ? എത്രയും വേഗം ചെയ്യൂ, ആൻസർ പറയൂ, വേഗാവട്ടെ. നവ്യ, ഞാൻ എന്താണ് ഇപ്പോഴാണ് യൂട്യൂബിൽ വന്ന് നിൻ്റെ ആൻസർ നോക്കിയത്. നേരത്തെ നീ 4 എന്നുള്ള ആൻസർ ഇട്ടിരുന്നല്ലേ? ആയിക്കോട്ടെ. വേഗാവട്ടെ. ഇത്ര എഴുതിയോ? നിങ്ങൾ ഓപ്ഷൻ കാണിച്ചു തരാം. ഓപ്ഷൻസ് ശരി. അത് ക്വസ്റ്റ്യൻ ഞാൻ കട്ട് ചെയ്ത സമയത്ത്, ഇമേജ് ആക്കിയ സമയത്ത് അതിൻ്റെ ഓപ്ഷൻസ് വിട്ടുപോയി. ഇനി എന്തായാലും അതൊന്നും ചെയ്യാൻ പറ്റില്ല. ഞാൻ കിട്ടിയ ആൻസർ പറഞ്ഞാൽ ഞാൻ ശരിയാണോ എന്ന് പറയാം. ഓക്കെ, 0.28 സംതിങ് കിട്ടും. 0.29 ആണ് റൗണ്ട് ഓഫ് ചെയ്യുമ്പോൾ 0.29 എന്ന് കിട്ടും. 0.29 ഡിവൈഡ് ബൈ K എന്നാണ് ഫൈനൽ ആൻസർ വരിക. ഓക്കെ, ശരി. അത് ഞാൻ എന്താണ് ഇമേജ് ആക്കിയ സമയത്ത് അശ്രദ്ധമായി ചെയ്തതാണ്, അതാണ്. നോ പ്രോബ്ലം. ഓക്കെ, സോ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകുന്നു. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 12. So ethyl acetate is hydrolyzed in alkaline medium. Its order of the reaction and molecularity are respectively. Okay, ഇത് എസ്റ്ററിൻ്റെ ഹൈഡ്രോളിസിസ് സാധാരണ എക്സാം ചോദിക്കുന്നതാണ്.
അപ്പോൾ നിങ്ങളത് പഠിച്ചു വെച്ചിരിക്കുന്നത് നിങ്ങൾക്ക് നല്ലതായിരിക്കും. ഓക്കെ, ഈതയിൽ അസറ്റേറ്റ് അല്ലേ പറഞ്ഞത്? ഓക്കെ, ജസ്റ്റ് ഞാൻ ഒന്ന് എഴുതാം. ജസ്റ്റ് ഈതയിൽ അസറ്റേറ്റ് അതാണ് CH3 COO C2H5. ഇതാണ് ഈതയിൽ അസറ്റേറ്റ്. ഇതൊരു ലിക്വിഡാണ്. അയാളെ സാർ ഹൈഡ്രോളൈസ് ചെയ്യുന്നു H2O, ലിക്വിഡാണ്, ഇൻ പ്രസൻസ് ഓഫ് ആസിഡ്. സോ ദിസ് ഈസ് ആസിഡ് ഹൈഡ്രോളിസിസ് ഓഫ് എസ്റ്റർ. വെരി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, ആസിഡ് ഹൈഡ്രോളിസിസ് ഓഫ് എസ്റ്റർ. നമ്മൾ ഓർഗാനിക് കെമിസ്ട്രി എല്ലാം പഠിച്ചിരിക്കുന്നത് കൊണ്ട് തന്നെ എസ്റ്ററിനെ ഹൈഡ്രോളൈസ് ചെയ്ത് കഴിഞ്ഞാൽ എന്താ കിട്ടും? ആസിഡും ആൽക്കഹോളും തമ്മിൽ അതെ, ആസിഡും ആൽക്കഹോളും തമ്മിൽ റിയാക്ട് ചെയ്താൽ എസ്റ്ററും വാട്ടറും കിട്ടും. തിരിച്ച് എസ്റ്ററും വാട്ടറും റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ആസിഡും ആൽക്കഹോളും കിട്ടും. അപ്പോൾ CH3COO C2H5 CH3CO ആ പാർട്ടിൻ്റെ അപ്പുറത്ത് OH വരുന്നു. അപ്പോൾ എന്തോ കിട്ടി നമുക്ക്? CH3COOH അസറ്റിക് ആസിഡ് കിട്ടി. അതോടൊപ്പം പിന്നെ എന്തൂടെ കിട്ടി മക്കളെ? C2H5OH കിട്ടി, ആൽക്കഹോളും കിട്ടി. കുഴപ്പമൊന്നുമില്ലല്ലോ, ഇല്ല. ഇനി നിങ്ങൾ മനസ്സിലാക്കി വെക്കേണ്ട കാര്യം, ഓക്കെ, ഈ പറയുന്ന റിയാക്ഷൻ്റെ റേറ്റ്, ഞാൻ കൈനറ്റിക്സ് ആണ് പഠിപ്പിക്കുന്നത്, ഓർഗാനിക് അല്ല. അപ്പോൾ റേറ്റ് ഈസ് ഈക്വൽ ടു എന്താണ് ഇക്വേഷൻ? റേറ്റ് ഈസ് ഈക്വൽ ടു K ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് ഈ കാണുന്നത്, അത് ആരോ ആവട്ടെ, അളിയൻ എസ്റ്റർ എന്ന് എഴുതി. ഓക്കെ, ഈ റേറ്റ് ഈക്വൽ ടു K ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് എസ്റ്റർ എന്നത് ഞാൻ ബൈ ഹാർട്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ്. നിങ്ങളും ബൈ ഹാർട്ട് ചെയ്ത് വയ്ക്കണം. കാരണം ഈ റേറ്റ് എക്സ്പ്രഷൻ എന്ന് പറയുന്നത് എക്സ്പെരിമെൻ്റലി ഡിറ്റർമിൻഡ് ക്വാണ്ടിറ്റിയാണ്. അല്ലാതെ ഈ ഇൻഫർമേഷൻ കണ്ടോടം തന്നെ നമുക്കിതിവിടെ എഴുതാൻ കഴിയില്ല. അതുകൊണ്ട് എക്സ്പെരിമെൻ്റ് നടത്തി കണ്ടുപിടിക്കപ്പെട്ടിട്ടുള്ളത് ഞാൻ പഠിച്ചു വച്ചിരിക്കുകയാണ്, ടെക്സ്റ്റ് ബുക്കിലുള്ളതുകൊണ്ട് പഠിച്ചു വച്ചിരിക്കുന്നു. നിങ്ങൾക്ക് മനസ്സിലായി കാണും. അവിടെ എന്താണ്, ഇയാളുണ്ട്, കൂടെ വാട്ടർ ഉണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ റിയാക്ഷനിൽ വാട്ടർ ഉണ്ട്, ബട്ട് the concentration of water does not have any effect on the rate of the reaction. അതുകൊണ്ടാണ് ഇവിടെ വാട്ടറിൻ്റെ കോൺസെൻട്രേഷൻ ഇല്ലാത്തത്. വാട്ടറിൻ്റെ കോൺസെൻട്രേഷന് റേറ്റിൽ യാതൊരു ഇൻഫ്ലുവൻസും ഇല്ല. മനസ്സിലായെന്നോ ഇല്ലെന്നോ? മനസ്സിലായി. ഓക്കെ, അപ്പോൾ എക്സാമിനേഷൻ അങ്ങനെയും ചോദിക്കാം, ഈ പറയുന്ന റിയാക്ഷനിൽ വാട്ടറിൻ്റെ കോൺസെൻട്രേഷൻ ഡബിളായി. ഇതൊന്നും തരത്തില്ല, ഇത് നിങ്ങൾക്ക് അറിയാമായിരിക്കണം. വാട്ടറിൻ്റെ കോൺസെൻട്രേഷൻ ഡബിൾ ആക്കി, വാട്ട് വിൽ ഹാപ്പൻ ടു ദ റേറ്റ് ഓഫ് ദ റിയാക്ഷൻ? നത്തിങ് വിൽ ഹാപ്പൻ ടു ദ റേറ്റ് ഓഫ് ദ റിയാക്ഷൻ. ക്ലിയർ? But when you double the concentration of the ester, the rate of the reaction will be doubled. Okay. Okay. ഈ റിയാക്ഷൻ്റെ മോളിക്കുലാരിറ്റി എത്ര? ഈ റിയാക്ഷൻ്റെ ഓർഡർ എത്ര? മോളിക്കുലാരിറ്റി എത്ര? ഓർഡർ എത്ര? ഓക്കെ. സോ വാട്ട് ഈസ് ദ മോളിക്കുലാരിറ്റി ഓഫ് ദ റിയാക്ഷൻ? രണ്ട് മോളിക്യൂൾ തമ്മിൽ കൂട്ടിയിടിച്ചിട്ടാണ് പ്രൊഡക്റ്റ് ഉണ്ടാവുന്നത്. അപ്പോൾ molecularity 2. എന്താ molecularity? The number of reacting species which collide simultaneously to bring about a chemical reaction. ഒരു കെമിക്കൽ റിയാക്ഷൻ നടക്കുന്നതിന് വേണ്ടി സൈമൾട്ടേനിയസ് ആയി കൂട്ടിയിടിക്കുന്ന മോളിക്യൂൾസിൻ്റെ എണ്ണത്തിന് വിളിക്കുന്ന പേരാണ് മോളിക്കുലാരിറ്റി. ഇവിടെ രണ്ടുപേർ കൂട്ടിയിടിച്ചിട്ടാണ് പ്രൊഡക്റ്റ് ഉണ്ടാകുന്നത്. മോളിക്കുലാരിറ്റി 2. ക്ലിയർ? And what is the order of the reaction? What is the order of the reaction? Order of the reaction ചോദിച്ചു കഴിഞ്ഞാൽ the order is the power of the concentration terms in the rate equation. ഇവിടെ concentration term എസ്റ്ററിൻ്റെ concentration ആണ്, അതിൻ്റെ പവർ 1 ആണ്. അപ്പോൾ ഇവിടെ ഓർഡർ 1 ആണ്. സോ ഇതിനൊരു പ്രത്യേകതയുണ്ട്. മോളിക്കുലാരിറ്റി 2, ഓർഡർ 1. മോളിക്കുലാരിറ്റിയും ഓർഡറും ഡിഫറൻ്റ് ആയി വരുന്ന ആൾക്കാർക്ക് ഒരു പേരുണ്ട്. നിങ്ങൾക്ക് അറിയാമായിരിക്കും, ഞാൻ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ഓർമ്മയുള്ളവർക്ക് പറയാം. ഓക്കെ, വെരി ഗുഡ്. സ്യൂഡോ ഓർഡർ റിയാക്ഷൻ. അപ്പോൾ സ്യൂഡോ ഓർഡർ റിയാക്ഷൻസ് ആർ the reactions whose order and molecularity are different. So order molecularity ഇവിടെ ഡിഫറെൻ്റ് ആയതുകൊണ്ടാണ് ആക്ച്വലി അയാളെ സ്യൂഡോ ഓർഡർ എന്ന് വിളിക്കുന്നത്. നമ്മൾ സാധാരണ ഡെഫിനിഷൻ പറയുമ്പോൾ പറയും സ്യൂഡോ ഓർഡർ റിയാക്ഷൻസ് ആർ ദ റിയാക്ഷൻസ് വിച്ച് അപ്പിയേഴ്സ് ടു ബി ഓഫ് ഹയർ ഓർഡർ ബട്ട് ആക്ച്വലി ഫോളോ ലോവർ ഓർഡർ കൈനറ്റിക്സ് എന്നൊക്കെ നമ്മൾ പറയും. അപ്പോൾ മോളിക്കുലാരിറ്റി 2 ആണ്. മീൻസ് ഇത് കാണുമ്പോൾ രണ്ടുപേർ റിയാക്ട് ചെയ്യുന്നുണ്ട്, പക്ഷേ ആക്ച്വലി വെൻ യു ഫൈൻഡ് ഔട്ട് ദ റേറ്റ് ഇസ് ഈക്വൽ ടു K ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് ദ എസ്റ്റർ. അപ്പോൾ അവിടെ നിന്ന് ഈസി ആയിട്ട് നിങ്ങൾക്ക് ഈ
ഓർഡർ 1 ആണെന്നും മോളിക്കുലാരിറ്റി 2 ആണെന്നും കണ്ടാൽ ഓർഡർ 2 കിട്ടുമെന്നും പക്ഷേ ആക്ച്വലി ഓർഡർ 1 ആണെന്നൊക്കെ മനസ്സിലാക്കാം. അങ്ങനെ ഡെഫിനിഷൻ പറയുന്നവരുണ്ട്. പക്ഷേ ഇൻ ദ കറക്റ്റ് സെൻസ് വാട്ട് ഈസ് സ്യൂഡോ ഓർഡർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദ വാല്യൂ ഓഫ് മോളിക്കുലാരിറ്റി ആൻഡ് ഓർഡർ വിൽ ബി ഡിഫറെൻറ്റ്. ക്ലിയർ? ക്ലിയർ. ഓക്കെ. യെസ്. ഇനി അടുത്തത് ഞാൻ പറയാൻ പോകുന്നത് ഇതാണ്. ഇപ്പോൾ CS3 COO C2H5 ഇത് എസ്റ്റർ തന്നെ. അയാൾ ഞാൻ ഹൈഡ്രോളൈസ് ചെയ്യുന്നു. അതിന് ഞാൻ എടുത്തത് NaOH ആണ്. അപ്പോൾ ഇത് ആൽക്കലൈൻ മീഡിയം, ഇത് ആസിഡിക് മീഡിയം. അപ്പോൾ നേരത്തെ ഞാൻ ആസിഡ് ഹൈഡ്രോളിസിസ് ഓഫ് എസ്റ്റർ എന്ന് എഴുതി വെച്ചെങ്കിൽ ഞാൻ ഇപ്പോൾ എന്തെന്ന് എഴുതുന്നു? ആൽക്കലൈൻ ഹൈഡ്രോളിസിസ് ഓഫ് എസ്റ്റർ എന്ന് എഴുതുന്നു. ആൽക്കലൈൻ ഹൈഡ്രോളിസിസ് ഓഫ് എസ്റ്റർ. ഓക്കെ. ഇനി ഇവിടെ എന്താ സംഭവിക്കുക? നേരത്തെ ആസിഡും ആൽക്കഹോളും കിട്ടിയെങ്കിൽ ഇവിടെ സാൾട്ട് ഓഫ് ആസിഡും ആൽക്കഹോളും കിട്ടും. അത്രേ ഉള്ളൂ. ഓക്കെ. അപ്പോൾ എന്തോ കിട്ടുന്നത്? CH3COO Na കിട്ടും പ്ലസ് C2H5OH കിട്ടും. ഓക്കെ. ഓർഗാനിക് കെമിസ്ട്രി പഠിച്ചപ്പോൾ അതൊക്കെ പഠിച്ചിട്ടുള്ളതാണ്. ഇവിടെ Na എന്നാണ് ഓയും CH3CO കൊണ്ട് CH3CO Na ആയിട്ട് മാറി, C2H5OH കൊണ്ട് C2H5OH ആയിട്ട് മാറി. അതെന്തോ ആവട്ടെ, ഇതിൻ്റെ റേറ്റ് നിങ്ങൾ കണ്ടുപിടിക്കുക. അപ്പോൾ റേറ്റ് ഈക്വൽ ടു K ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ്. ഓക്കെ. ഇവിടെ ആരുണ്ട്? എസ്റ്റർ ഉണ്ട്, അതോടൊപ്പം പ്ലസ് കോൺസെൻട്രേഷൻ ഓഫ് ആൽക്കലി. വെരി 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 ഇമ്പോർട്ടൻറ്റ്. ഓക്കെ. സോ റേറ്റ് ഇസ് ഈക്വൽ ടു K ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് എസ്റ്റർ ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് ആൽക്കലി. അപ്പം വിത്ത് റെസ്പെക്ട് ടു എസ്റ്റർ ദ ഓർഡർ ഈസ് 1, വിത്ത് റെസ്പെക്ട് ടു ആൽക്കലി ദ ഓർഡർ ഈസ് 1. സോ വാട്ട് ഈസ് ദ ഓർഡർ ഓഫ് ദ റിയാക്ഷൻ? 2. അങ്ങനെ 2 ആണെങ്കിൽ എന്താണ് പ്രത്യേകത? ഇവിടെ എത്ര പേർ റിയാക്ഷനിൽ പങ്കെടുത്തു? 2 പേർ. അപ്പോൾ അവിടുത്തെ മോളിക്കുലാരിറ്റി എത്രയായിരുന്നു? പറഞ്ഞേ. ഒന്നും കേൾക്കുന്നില്ല ഇങ്ങോട്ട്. മോളിക്കുലാരിറ്റി 2. അതുപോലെ ഇവിടുത്തെ ഓർഡർ എത്രയാണ് കിട്ടിയിരിക്കുന്നത്? അതും 2 ആണ്. ഇത് സാറ് കാണാതെ പഠിച്ചു വെച്ചിരിക്കുന്നു, നിങ്ങളും കാണാതെ പഠിച്ചു വെക്കണം. ആസിഡ് ഹൈഡ്രോളിസിസ് ഓഫ് എസ്റ്ററിൻ്റെ ഓർഡറും മോളിക്കുലാരിറ്റിയും അറിയണം. ആൽക്കലൈൻ ഹൈഡ്രോളിസിസ് ഓഫ് എസ്റ്ററിൻ്റെ ഓർഡറും മോളിക്കുലാരിറ്റിയും നിങ്ങൾ അറിയണം. ഇത് സ്യൂഡോ ഓർഡർ റിയാക്ഷൻ ആണോ? അല്ല. വൈ ഇറ്റ് ഈസ് നോട്ട് എ സ്യൂഡോ ഓർഡർ റിയാക്ഷൻ? സർ, ഹിയർ order and molecularity have same value, but here order and molecularity are different. That is why it is pseudo order. Is it clear? Yes, clear. Okay. അപ്പോൾ ഞാൻ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോട്ടെ. ഓക്കെ. സോ ക്വസ്റ്റ്യൻ നമ്പർ 13. The rate of a reaction is doubled for every 10-degree rise in temperature. The increase in reaction rate as a result of temperature rises from 10 degrees Celsius to 100 degrees Celsius. ഓക്കെ. ടെമ്പറേച്ചർ കോഎഫിഷ്യൻറ്റിൻ്റെ ക്വസ്റ്റ്യനുകൾ സാധാരണ എപ്പോഴും എൻട്രൻസിന് ചോദിക്കപ്പെടാൻ വളരെയധികം സാധ്യതയുള്ളതാണ്. അപ്പോൾ എങ്ങനെയാണ് ടെമ്പറേച്ചർ കോഎഫിഷ്യൻ്റെ ക്വസ്റ്റ്യൻ ചെയ്യുന്നത് എന്നാണ് ഞാൻ പറയാൻ പോകുന്നത്. പറയാം. ടെമ്പറേച്ചർ കോഎഫിഷ്യൻ്റെ ക്വസ്റ്റ്യൻ ചെയ്യുന്ന ഐഡിയ പറയാം. ഓക്കെ. വന്നേ. ഒരു റിയാക്ഷൻ്റെ ടെമ്പറേച്ചർ കോഎഫിഷ്യൻ്റ് 2 എന്ന് പറഞ്ഞാൽ എന്താണ് അതിൻ്റെ മീനിങ്? അതാണ് ആദ്യം മനസ്സിലാക്കേണ്ടത്. മീനിങ് എത്രയേ ഉള്ളൂ? ഫോർ എവറി 10 degree rise in temperature, rate of the reaction become 2-fold. Means 2 times ആവും. റേറ്റ് ഡബിൾ ആവും. ഓക്കെ. അപ്പോൾ ടെമ്പറേച്ചർ കോഎഫിഷ്യന്റ് 3 എന്ന് പറഞ്ഞാൽ ഫോർ എവറി 10 degree റൈസ് ഇൻ ടെമ്പറേച്ചർ റിയാക്ഷൻ ബിക്കം 3-fold അല്ലെങ്കിൽ ട്രിപ്പിൾ ആവും. ശരിയല്ലേ? ബട്ട് the temperature coefficient is 2.5. What does it mean? So for every 10 degree rise. അപ്പോൾ നമ്മളിപ്പോൾ ഒരു സ്റ്റാൻഡേർഡ് ആയിട്ട് 10 degree ആണ് എടുത്തിരിക്കുന്നത്. ഫോർ എവറി 10 degree റൈസ് എത്രയായിട്ട് മാറുന്നു അതിനെയാണ് ടെമ്പറേച്ചർ കോഎഫിഷ്യന്റ് എന്ന് പറയുക. മനസ്സിലായി കാണും. ഇനി നമ്മുടെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? ക്വസ്റ്റ്യനിലേക്ക് എത്തും. ഇത് ദൈവമേ, ക്വസ്റ്റ്യൻ നമ്പർ വായിച്ചോ. എന്താ ക്വസ്റ്റ്യൻ? 13. The rate of the reaction is doubled for every 10 degree rise in temperature. So ഇതിൻ്റെ ടെമ്പറേച്ചർ കോഎഫിഷ്യന്റ് 2 എന്ന് ഇങ്ങോട്ട് പറഞ്ഞു തന്നു. And the increase in reaction rate as a result of temperature rises from 10 degrees Celsius to
100 ഡിഗ്രി സെൽഷ്യസ്. ഓക്കെ, നിങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെയൊക്കെ ചെയ്യാം. ഞാൻ 2 രീതിയിൽ ചെയ്ത് കാണിച്ചു തരാം. ഓക്കെ, അതാണ് നല്ലതെന്നാണ് എനിക്ക് തോന്നുന്നത്. നമ്മൾ 2 രീതിയിൽ ചെയ്യാം. ഒന്ന് ബോഡി നോക്കിക്കോളൂ. ഓക്കെ, അപ്പോൾ ഒന്ന് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ കേൾക്കും. 10 ഡിഗ്രി സെൽഷ്യസ് ആണ് ഇപ്പോൾ ഉള്ളത്. അതിൽ നിന്ന് നിങ്ങൾ എവിടെ എത്തണം? 100 ഡിഗ്രി സെൽഷ്യസിലോട്ട് എത്തണം. 10 ഡിഗ്രി സെൽഷ്യസിൽ റേറ്റ് R1 എന്നിരിക്കട്ടെ, ഇതാണ് ഇനിഷ്യൽ റേറ്റ്. അത് 20 ഡിഗ്രി സെൽഷ്യസ് ആയിട്ട് മാറി. 10 ഡിഗ്രി സെൽഷ്യസ് റൈസ് ചെയ്തു, ശരിയല്ലേ? അപ്പോൾ റേറ്റ് 2R1 ആവും, കാരണം ഡബിൾ ആവും. അടുത്ത് 30 ഡിഗ്രി സെൽഷ്യസ് ആകുമ്പോൾ അത് 4R1 ആവും. അതെന്താ? ഇവിടെ 10 ഡിഗ്രി കൂടി, അപ്പോൾ ഇത് ഡബിൾ ആവും. 2 എന്നുള്ളത് 4 ആയി. ക്ലിയർ? അടുത്ത് 40 ഡിഗ്രി സെൽഷ്യസ് ആയപ്പോൾ അത് 8R1 ആവും, കാരണം അതിന് തൊട്ട് മുമ്പ് എത്രയായിരുന്നോ അതിൻ്റെ ഡബിൾ ആവും. ഇപ്പം ക്ലിയർ ആയി കാണും. ഇനി അടുത്തത് ഇത് എന്താണ്? 40. അടുത്തെന്താണ്? 50 ആകുന്നു, അപ്പോൾ 16R1 ആകും. അടുത്ത് എന്താണ്? 60 ആകുന്നു, അപ്പോൾ 32R1 ആകും. അടുത്ത് 70 ആകുന്നു, അപ്പോൾ 64R1 ആകും. അടുത്തത് 80 ആകുന്നു, അപ്പോൾ 128R1 ആകും. അത് കഴിഞ്ഞ് അത് 90 ആകുന്നു, അപ്പോൾ 256R1 ആകുന്നു. അടുത്ത് 100 ആകുന്നു, ആ സമയത്ത് അത് 512R1 ആകുന്നു. മനസ്സിലായോ? ഓക്കെ, ഇത് തന്നെ വളരെ സിമ്പിളായിട്ട് ഞാൻ ഒരിക്കൽ കൂടെ ഒന്ന് പറയാം. വളരെ സിമ്പിളായിട്ട് ഇതിപ്പോൾ ഞാൻ ഈ ഐഡിയ വെച്ച് ഓരോന്നായിട്ട് എഴുതി കൊണ്ടുവന്നു. ഇത്ര എഴുതി കൊണ്ടുവരേണ്ട ആവശ്യം നിങ്ങൾക്ക് ആക്ച്വലി ഇല്ല. നിങ്ങൾ 10 മുതൽ 100 വരെയല്ലേ പോകുന്നത്? ആ ഡിഫറൻസ് നോക്കുക. വാട്ട് ഈസ് ദ ഡിഫറൻസ്? 90. ആ ഡിഫറൻസിനെ നിങ്ങൾ 10 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അതായത് T2 - T1 ഡിവൈഡ് ബൈ 10 ആണ് ഞാൻ പറയുന്നത്. T2 - T1 ഡിവൈഡ് ബൈ 10 9 എന്നല്ലേ കിട്ടിയത്? അപ്പം നിങ്ങൾ എന്ത് ചെയ്താൽ മതി? 9 പ്രാവശ്യം ഡബിൾ എടുത്താലും മതിയാവും. അപ്പോൾ സ്റ്റാർട്ടിങ്ങിൽ 1 ഉണ്ട്, അതാണ് R1, അതിൻ്റെ ഡബിൾ. അപ്പം അത് 2 ആയി, 4 ആയി, 8 ആയി, 16 ആയി, പിന്നെ 32 ആയി, അടുത്തത് 64 ആയി, 128 ആയി, 256 ആയി, 512 ആയി, അപ്പോൾ 9 ആയിട്ടുണ്ട്. മനസ്സിലായില്ലേ? അത്ര ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. ക്ലിയർ ആണോ അല്ലേ? ഓക്കെ, ഇതിനെ ഇക്വേഷനാക്കി ഞാൻ പഠിപ്പിക്കാറുണ്ട്. അതെങ്ങനെ? ഇഫ് ടെമ്പറേച്ചർ കോഎഫിഷ്യന്റ് ഈസ് 2, അത് 2 ആണെങ്കിൽ എന്ത് സംഭവിക്കും? ഫൈനൽ റേറ്റ് R2 is equal to എത്രയായിരിക്കും? R2 is equal to 2 raised to T2 minus T1 divided by 10, അത്രയും R1. 2 raised to 9 512 ആണ്. ഓക്കെ, അടുത്ത് ഇഫ് ടെമ്പറേച്ചർ കോഎഫിഷ്യന്റ് ഈസ് 3 ആണെങ്കിലും സംഭവിക്കും R2 is equal to 3 raised to T2 minus T1 by 10, അത്രയും R1. മനസ്സിലായോ ഇല്ലേ? ഓക്കെ, എന്ന് പറഞ്ഞാൽ ഇതെന്താ സംഭവിച്ചത്? ഇത് 10 ആകുമ്പോൾ ട്രിപ്പിൾ ആവും. ഇപ്പം R1 3R1, അടുത്ത് 9R1, അടുത്ത് 27R1, അടുത്ത് 81R1, അങ്ങനെ പോകും. മനസ്സിലായോ? അത് കോഎഫിഷ്യൻ്റ് അങ്ങനെയാണെങ്കിൽ. അപ്പം ഞാൻ നമ്മുടെ ക്വസ്റ്റ്യൻ്റെ ആൻസറും പറഞ്ഞു, ഐഡിയയും പറഞ്ഞു. നിങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ ചെയ്യാം. ഞാൻ സാധാരണ ഈ ക്വസ്റ്റ്യൻ കാണുമ്പോൾ എൻ്റെ മനസ്സിൽ 10 മുതൽ 100 വരെയാണ് പോവേണ്ടത്. അപ്പം മനസ്സിൽ അപ്പോൾ തന്നെ 90 എന്ന് വന്നു, ഡിവൈഡ് ബൈ 10, അപ്പം 9 എന്ന് വന്നു. അപ്പം 9 പ്രാവശ്യം ഡബിൾ എടുക്കണം. അപ്പോൾ 248 എന്നാണ് 16, 32, 64, 128, 256, 512 ഡബിൾ എടുത്ത് പോവുക. അപ്പോൾ 9 പ്രാവശ്യം ആയിട്ടുണ്ട്. 512 ബൗൾ ചെയ്യുക, പോവുക, അത്രയേ ഉള്ളൂ. അല്ലാതെ ഇവിടെ നിന്ന് ഇക്വേഷനും അപ്ലൈ ചെയ്തുകൊണ്ടൊക്കെ ഇരിക്കേണ്ട യാതൊരു ആവശ്യതയും ആക്ച്വലി ഇല്ല. എന്നാലും എന്താണ്, ഐഡിയ ഒക്കെ മറന്നുപോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഈ ഐഡിയ അപ്ലൈ ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. സോ അടുത്ത ക്വസ്റ്റ്യൻ, യെസ്, എഴുതിയല്ലോ, ഇതൊക്കെ എഴുതിയല്ലോ അല്ലേ? 2 ആണെങ്കിൽ 2 raised to T2 minus T1 by 10, ഇത് 3 ആണെങ്കിൽ 3 raised to T2 minus T1 by 10. അത് 2.5 ആണെങ്കിൽ അങ്ങനെ തന്നെ. പക്ഷേ 2.5 ഒക്കെ വെച്ചിട്ട് നിങ്ങൾ കാൽക്കുലേഷൻ ഡിഫിക്കൽട്ട് ആക്കുന്നതിലൊന്നും ക്വസ്റ്റ്യൻ ചോദിക്കാറില്ല. 2 അല്ലെങ്കിൽ 3 ആണ് സാധാരണ ചോദിക്കാറ്. ഓക്കെ, കാരണം ടെമ്പറേച്ചർ കോഎഫിഷ്യൻ്റ് എന്താണ് വാല്യൂ ജനറലി 2 or 3 ആയിരിക്കും. ഫോർ എവറി 10 degrees Celsius മോസ്റ്റ് ഓഫ് ദ റിയാക്ഷൻസ് ബിക്കം ഡബിൾഡ് ഓർ ട്രിപ്പിൾഡ് ആണ്. അതുകൊണ്ടാണ് അങ്ങനെ വന്നിരിക്കുന്നത്.
സാർ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകുന്നു. ക്വസ്റ്റ്യൻ നമ്പർ ഒന്ന് വരൂ. വന്നു. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 14 അല്ലേ അടുത്തത്? ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 14. ഓക്കെ, നല്ല ക്വസ്റ്റ്യൻ ആണ്. അതായത് ഇതുപോലത്തെ ക്വസ്റ്റ്യൻ നിങ്ങളുടെ എൻ സി ടെക്സ്റ്റ് ബുക്കിൻ്റെ പുറകിലുണ്ട്. അതുകൊണ്ട് തന്നെ എക്സാമിനേഷന് ചോദിക്കുവാൻ വേണ്ടിയിട്ട് വളരെയധികം സാധ്യതയുണ്ട്. ഫോർ എ റിയാക്ഷൻ A+2B gives C+D. The following data were obtained. Experimental initial concentration, initial rate, initial concentration, initial rate ഒക്കെ തന്നിട്ടുണ്ട്. കണ്ടുപിടിക്കേണ്ടത് കറക്റ്റ് റേറ്റ് ലാ എക്സ്പ്രഷനാണ്. റേറ്റ് ലാ എക്സ്പ്രഷൻ കണ്ടുപിടിക്കുക, ഓർഡർ കണ്ടുപിടിക്കുക, ഓർഡർ വിത്ത് റെസ്പെക്ട് ടു ഈച്ച് കമ്പണൻറ്റ് കണ്ടുപിടിക്കുക, അതുപോലെ റേറ്റ് കോൺസ്റ്റൻറ്റ് കണ്ടുപിടിക്കുക. അങ്ങനെ പല ടൈപ്പ് ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ പറ്റും. അതെല്ലാം കൂടെ ഈ ഒരു സിംഗിൾ ക്വസ്റ്റ്യനകത്ത് വരുന്നു എന്നുള്ളതാണ് അതിൻ്റെ ഇമ്പോർട്ടൻസ്. നമുക്ക് പഠിച്ചു തുടങ്ങാം. ഓക്കെ, ഒന്ന് വായിച്ചു നോക്കിയേ. ഫോർ എ റിയാക്ഷൻ A+2B gives C+D. A+2B gives C+D. The following data were obtained. അപ്പോൾ എനിക്ക് എന്താണ് സ്ക്രീനും ഈ ക്വസ്റ്റ്യനും എപ്പോഴും ആവശ്യം വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാം ഒന്ന് നോക്കി വയ്ക്കുക. A+2B gives C+D. അതല്ലേ നമ്മുടെ ക്വസ്റ്റ്യൻ. A+2B gives എത്രയായിരുന്നു? C+D. ഓക്കെ, ഇതിൻ്റെ റേറ്റ് എത്ര? സോ റേറ്റ് കോമ R is equal to K into concentration of A raised to X into concentration of B raised to Y എന്ന് സാറ് റേറ്റ് ലാ എഴുതി. കാരണം നിങ്ങളുടെ റേറ്റ് ലാ ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് തോന്നിയതുപോലെ A raised to 1 B raised to 2 എഴുതാനുള്ള അവകാശം നിങ്ങൾക്കില്ല. കാരണം ലാ ഓഫ് മാസ് ആക്ഷൻ ഉപയോഗിച്ച് അങ്ങനെ എഴുതാൻ പറ്റുള്ളൂ. എക്സ്പെരിമെൻ്റ് ആണെങ്കിൽ നിങ്ങൾ എക്സ്പെരിമെൻ്റ് ഉപയോഗിച്ച് കിട്ടിയ വാല്യൂ അവിടെ എഴുതാൻ പറ്റുള്ളൂ. അത് നിങ്ങൾക്ക് ഇപ്പോൾ അറിയത്തില്ല. ദാറ്റ് ഈസ് വൈ യു ആർ റൈറ്റിംഗ് X and Y. മനസ്സിലായ എല്ലാവർക്കും? മനസ്സിലായി. ഓക്കെ, ഇനി ഞാൻ ക്വസ്റ്റ്യനിലേക്ക് തിരിച്ചു പോകും. ചില കാര്യങ്ങൾ ചോദിക്കും, അതൊക്കെ ഒന്ന് വ്യക്തമായിട്ട് പറയണം. ഓക്കെ, വന്നേ. ഇത് നോക്കി നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇവിടെ എയും ബിയും റിയാക്ട് ചെയ്യുന്നുണ്ട്, റേറ്റ് തന്നിട്ടുണ്ട്, 4 എക്സ്പെരിമെൻറ്റുകളാണ് നിങ്ങൾക്ക് തന്നിരിക്കുന്നത്. കറക്റ്റ് അല്ലേ? എ ഉണ്ട്, ബി ഉണ്ട്, 4 എക്സ്പെരിമെൻ്റ് ഉണ്ട്. നിങ്ങൾ ചെയ്യേണ്ടത് ഇതിൽ എയുടെ കോൺസെൻട്രേഷൻ സെയിം ആയി വരുന്ന 2 എക്സ്പെരിമെൻറ്റുകൾ കണ്ടുപിടിക്കുക, ബിയുടെ കോൺസെൻട്രേഷൻ സെയിം ആയി വരുന്ന 2 എക്സ്പെരിമെൻറ്റുകൾ കണ്ടുപിടിക്കുക. അതാണ് നിങ്ങൾ ചെയ്യേണ്ടത്. ഞാൻ ആദ്യം ബിയുടേത് സെയിം ആയി വരുന്ന 2 കണ്ടുപിടിക്കുകയാണ്. ബിയുടെ അപ്പോൾ എപ്പോഴും രണ്ടാമത്തെ ആളിനെ ചെയ്യുക, അതായിരിക്കും നല്ലത്. അപ്പോൾ അതെന്തിനാണ് ഞാൻ വഴിയെ പറയാം. അപ്പോൾ ബിയുടെ സെയിം ആയിട്ട് വരുന്ന എക്സ്പെരിമെൻറ്റ്സ് ഏതൊക്കെ? എക്സ്പെരിമെൻറ്റ് നമ്പർ 1ഉം 4ഉം. ഒരു കൺഫ്യൂഷനും ഇല്ലല്ലോ? ഇല്ല. അതിൽ ഒന്നാമത്തെ റേറ്റ് പറ. ഫസ്റ്റ് എക്സ്പെരിമെൻറ്റിലെ റേറ്റ് പറ. 10⁻⁻3. നാലാമത്തെ റേറ്റ് പറ. ഞാൻ 24 × 10⁻⁻3 എന്ന് വായിക്കണം. കുഴപ്പമുണ്ടോ? ഇല്ല. അപ്പോൾ ഓർക്കണേ, എക്സ്പെരിമെൻറ്റ് നമ്പർ 1ൽ 0.1 6 × 10⁻⁻3, മറ്റത് 0.4 0.1 2.4 × 10⁻². ഓർക്കുന്നുണ്ടോ? അതൊക്കെ ഓർത്താക്കൊള്ളാം. ഓക്കെ, അപ്പോൾ ആദ്യത്തെ റേറ്റ് എത്രയായിരുന്നു? ആദ്യത്തെ റേറ്റ് is equal to K into concentration of A. എയുടെ കോൺസെൻട്രേഷൻ 0.1 ആയിരുന്നു, റൈസ് ടു എക്സ്, ഇൻ്റെ കോൺസെൻട്രേഷൻ ഓഫ് ബി 0.1 ആയിരുന്നു, റൈസ് ടു വൈ. ഓക്കെ അല്ലേ? അതുപോലെ 24 × 10⁻³ is equal to K into concentration of 0.4 raised to x into 0.1 raised to y. ഓക്കെ അല്ലേ? ഇതാണ് ഇവിടെ തന്നിട്ടുള്ളതായിരുന്നു. അപ്പോൾ ദിസ് ഈസ് ഇക്വേഷൻ നമ്പർ 1 ആൻഡ് ദിസ് ഈസ് ഇക്വേഷൻ നമ്പർ 2. ഓക്കെ, അപ്പോൾ 1ഉം 2ഉം ഞാൻ 2 ഡിവൈഡഡ് ബൈ 1 എടുക്കുന്നു. അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് സെലക്ട് ചെയ്യാം. ഞാൻ റേറ്റ് കൂടുതലുള്ളത് മേളിലും റേറ്റ് കുറഞ്ഞത് താഴെ എടുക്കും. ഇത് 24 ചക്കയും ഇത് 6 ചക്കയാണ്. 24 ചക്കയാണ് കൂടുതൽ, അതുകൊണ്ടാണ് ഞാൻ അതിനെ മേളിൽ എടുത്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ 24 × 10⁻³ ഡിവൈഡ് ബൈ 6 × 10⁻³ എന്ന് പറയുന്നത് ഞാൻ 4 എന്നങ്ങ് എഴുതി. ഇനി ഇതൊക്കെ എഴുതിക്കൊണ്ടിരിക്കാൻ സമയമില്ല. ഓക്കെ, കെയും ക്യാൻസൽ ആയിപ്പോയി. 0.4 raised to x 0.1 raised to x, അത് 4 raised to x എന്ന് എഴുതി. കുഴപ്പമുണ്ടോ? 0.1 raised to y 0.1 raised to y ക്യാൻസൽ ആയിപ്പോയി. ഓക്കെ, അപ്പോൾ
2 square is equal to 2 raised to sorry തെറ്റിപ്പോയല്ല. 2 square ഒന്നിൻ്റെ ആവശ്യമില്ലല്ലോ. ഇത് 4 is equal to 4 raised to x. അപ്പോൾ x is equal to 1 അല്ലേ? 4 raised to 1 is equal to 4 raised to x. അപ്പോൾ എക്സിൻ്റെ പ്ലേസിൽ 1. അപ്പോൾ എക്സിൻ്റെ വാല്യൂ എനിക്ക് 1 എന്ന് കിട്ടി. അപ്പം രണ്ടാമത്തതിൻ്റെ കോൺസെൻട്രേഷൻ സെയിം ആക്കിയത് കൊണ്ടാണ് ആദ്യമേ തന്നെ എക്സ് കിട്ടിയത്. ആദ്യത്തതിൻ്റെ കോൺസെൻട്രേഷനാണ് സെയിം ആക്കിയതെങ്കിൽ ആദ്യത്തത് കട്ടായി പോവും, അടുത്തതിൻ്റെ വൈ ആയിരിക്കും കിട്ടുക. ഞാൻ എക്സ് ആദ്യം കണ്ടുപിടിച്ചെന്നേ ഉള്ളൂ. ഓക്കെ, ഒരു മിനിറ്റ്. നിങ്ങൾ ഇനി ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യണം, പോയിട്ട് എയുടെ കോൺസെൻട്രേഷൻ അപ്പോൾ ഇങ്ങോട്ട് നോക്ക്. ആർ ഇസ് ഈക്വൽ ടു കെ ഇൻറ്റു എ റൈസ് ടു എക്സ്. എക്സിൻ്റെ വാല്യൂ ആയി. എക്സിന് എത്രയാണ്? 1. അപ്പോൾ എ റൈസ് ടു 1 വരുന്ന ഏതെങ്കിലും ഓപ്ഷൻ ഉണ്ടോ എന്ന് നോക്കിയിട്ട് വരണം. അങ്ങനെ എ റൈസ് ടു 1 വരുന്ന ഏതെങ്കിലും ഓപ്ഷൻ ഉണ്ടോ എന്ന് നോക്കുമ്പോൾ നോക്കി ഏതൊക്കെ ഉണ്ട് റേറ്റ്. ഫസ്റ്റ് ഓപ്ഷനിൽ എ റൈസ് ടു 1, സെക്കൻഡ് ഓപ്ഷനിൽ എ റൈസ് ടു 1, 2ലും 3ലും 3ലും 4ലും എയുടെ സ്ക്വയർ ആണ്. ശരിയല്ലേ? അപ്പോൾ ഒരു കാര്യം മനസ്സിലായി, 1 or 2 ആയിരിക്കും. പക്ഷെ ഒരു പക്ഷേ നിങ്ങൾക്ക് ഭാഗ്യം ഉണ്ടെങ്കിൽ ഓരോ ഓപ്ഷനിൽ മാത്രമേ എ റൈസ് ടു 1 ഉള്ളെങ്കിൽ അത് ചെയ്തിട്ട് അങ്ങ് പോവാം. ഓക്കെ, അപ്പോൾ നമ്മൾ തിരിച്ചു വരുന്നു. നമുക്ക് എന്താണ് എയുടെ കോൺസെൻട്രേഷൻ സെയിം ആയി വരുന്ന രണ്ട് എക്സ്പീരിയൻസ് നോക്കാം. ഏതൊക്കെയാണ്? 0.3, 2ഉം 4ഉം അല്ലടാ? അല്ല, എയുടെ സെയിം വരുന്നത് 2ഉം 3ഉം അല്ലേ? ഓക്കെ, അവിടുത്തെ വാല്യൂസ് ഒന്ന് നോക്കിക്കോളണേ. 7.2 × 10⁻², 2.88 × 10⁻1, 0.3, 0.2, 0.3, 0.4. ഓക്കെ, ആയിക്കോട്ടെ. അപ്പോൾ സാറ് ബോർഡിലേക്ക് ഓക്കെ തിരിച്ചു വരാം. ഓക്കെ, അത് പറഞ്ഞേ. 7 × അല്ലടാ 7.2 ആ? ഓക്കെ, 7.2 × 10⁻² ഈക്വൽ ടു കെ ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് എ എത്ര മക്കളെ? 0.3 ആണെന്ന് തോന്നുന്നു അല്ലേ? 3 റൈസ് ടു എക്സ് ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് ബി എത്രയായിരുന്നു? 0.1 ആ? 0.2 റൈസ് ടു വൈ. ആയിക്കോട്ടെ, 0.2 റൈസ് ടു വൈ. ഇത് ഇക്വേഷൻ നമ്പർ 3 എന്നെടുത്തേ. അടുത്തത് 28.8 × 10⁻² സാർ മാറ്റി എഴുതി. ഓക്കെ, കെ ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് 0.3 തന്നെ റൈസ് ടു എക്സ്. ഇത് 0.4 ആയിരുന്നു അവിടെ, റൈസ് ടു വൈ. ഇത് 4. അപ്പം ഞാൻ എന്ത് ചെയ്തു? ഇക്വേഷൻ 4/3 ചെയ്തു. അപ്പോൾ നമുക്ക് എന്ത് കിട്ടിയ ആൻസർ പറഞ്ഞേ? 28.8 അത് 4 എന്നല്ലേ കിട്ടുക? 4 is equal to കെയും ക്യാൻസൽ ആയിപ്പോയി, 0.3 റൈസ് ടു എക്സ് ക്യാൻസൽ ആയിപ്പോയി, 0.4 0.2 റൈസ് ടു വൈ. അപ്പോൾ എത്ര കിട്ടി? 2 റൈസ് വൈ എന്ന് കിട്ടും. അപ്പോൾ 2 റൈസ് ടു വൈ എന്ന് കിട്ടി. അപ്പോൾ 2 റൈസ് ടു 2 is equal to 2 റൈസ് ടു വൈ. 2 റൈസ് ടു വൈ 2 ആണ് 4. വൈ is equal to എത്രടാ? 2. അങ്ങനെയാണെങ്കിൽ റേറ്റ് is equal to എത്ര? റേറ്റ് is equal to പറഞ്ഞോ? റേറ്റ് ഈക്വൽ ടു കെ ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് എ ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് ബി യുടെ സ്ക്വയർ. ആൻഡ് ദിസ് ഈസ് ദ റേറ്റ് ലോ എക്സ്പ്രഷൻ. ക്ലിയർ? ഇത് സാധാരണ കുട്ടികൾ ചെയ്യുന്നത്. ഇതൊക്കെ മാത്തമെറ്റിക്സിൻ്റെ സ്പീഡ് ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഈസിയായി ചെയ്യാൻ പറ്റും. അതിലേക്ക് ഞാൻ എത്താം. അതിനു മുൻപ് നേരാമണ്ണം ചെയ്യാൻ മനസ്സിലായല്ലോ അല്ലേ? മനസ്സിലായി. ഓക്കെ, അപ്പോൾ അടുത്ത പറയട്ടെ. ഓക്കെ, എഴുതിയായിരുന്നോ എല്ലാവരും? എഴുതി. ഓക്കെ, ഒരു മിനിറ്റ്. ക്വസ്റ്റ്യൻ പറയൂ. ക്വസ്റ്റ്യനിലെ ഓപ്ഷൻ പറയൂ. ഏത് ഓപ്ഷനായിരുന്നു റൈറ്റ്? റേറ്റ് ഈക്വൽ ടു കെ ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് എ ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് ബി സ്ക്വയർ. ഓക്കെ, ഇനി എന്നോട് വാട്ട് ഈസ് ദ ഓർഡർ വിത്ത് റെസ്പെക്ട് ടു എ എന്നായിരുന്നു ക്വസ്റ്റ്യൻ എങ്കിൽ ഇതെല്ലാം ചെയ്യണം, എന്നിട്ട് ആൻസർ 1 എന്ന് പറയണം. വാട്ട് ഈസ് ദ ഓർഡർ വിത്ത് റെസ്പെക്ട് ടു ബി എന്നാണ് ക്വസ്റ്റ്യൻ എങ്കിൽ ഇതെല്ലാം ചെയ്യണം, എന്നിട്ട് ആൻസർ 2 എന്ന് പറയണം. വാട്ട് ഈസ് ദ ഓർഡർ ഓഫ് ദ റിയാക്ഷൻ എന്നാണ് ക്വസ്റ്റ്യൻ ആയിരുന്നെങ്കിൽ ഇതെല്ലാം ചെയ്യണം, എന്നിട്ട് ആൻസർ 3 എന്ന് പറയണം. കാരണം 2 + 1 3. വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് കെ എന്നാണ് ക്വസ്റ്റ്യൻ എങ്കിൽ എന്ത് ചെയ്യണം? എങ്കിൽ ഇവിടെ നോക്കൂ, ഇവിടെ റേറ്റ് ഉണ്ട്. എക്സിൻ്റെ വാല്യൂ എത്രയാണ് മക്കളെ? 1. വൈയുടെ വാല്യൂ എത്രയാടാ? 2. ആ എക്സും വൈയും കണ്ടുപിടിച്ച് ഇവിടെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കെ കണ്ടുപിടിക്കാൻ പറ്റും. ശരിയല്ലേ?
ഈ ഇക്വേഷൻ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഇതിലോ ഇതിലോ നിങ്ങൾക്ക് തോന്നിയിട്ട് ഇട്ട് കണ്ടുപിടിക്കാം. അപ്പോൾ കെ കണ്ടുപിടിക്കാൻ ചോദിക്കും, ഓർഡർ വിത്ത് റെസ്പെക്ട് ടു ഈച്ച് കമ്പോണൻറ്റ് ചോദിക്കും, വാട്ട് ഈസ് ദ ഓവറോൾ ഓർഡർ ഓഫ് ദ റിയാക്ഷൻ ചോദിക്കും, പിന്നെ വാട്ട് ഈസ് ദ റേറ്റ് ലാ ചോദിക്കും. ഇത്രയാണ് ചോദിക്കാൻ സാധ്യതയുള്ള ഐഡിയകൾ. ഓക്കെ, ഇനി ഇത് ഇങ്ങോട്ട് പറഞ്ഞ ചില ഫില്ലിംഗ് ദ ബ്ലാങ്ക്സ് ഐഡിയ ഒക്കെ ചോദിക്കാറുണ്ട്. നമുക്ക് അടുത്ത സെഷൻ ക്വസ്റ്റ്യൻ ചെയ്യുന്ന സമയത്ത് അതിനെപ്പറ്റി ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ഇപ്പം ഞാൻ ക്വസ്റ്റ്യനിലേക്ക് മടങ്ങുന്നു. ക്വസ്റ്റ്യൻ ഒന്ന് നോക്കൂ. ഇതെല്ലാം എന്നെ സംബന്ധിച്ചിടത്തോളം എൻട്രൻസ് എക്സാമിനേഷൻ ഹാളിൽ ഇരുന്ന് വളരെ വേഗത്തിൽ ഞാനിതിങ്ങനെ ചെയ്യുന്നു എന്ന് കാണിച്ചു തരാം. ഓക്കെ, നിങ്ങൾ നോക്കൂ. ആദ്യം എയുടെ കോൺസെൻട്രേഷൻ സെയിം ആയിട്ടുള്ളത് ഞാൻ എടുക്കുന്നു. എയുടെ കോൺസെൻട്രേഷൻ അല്ലെങ്കിൽ വേണ്ട ബിയുടെ എടുക്കുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് കൺഫ്യൂഷൻ തോന്നും. ബിയുടെ ആദ്യം എടുത്താൽ അപ്പോൾ അവിടെ കിട്ടുന്ന എക്സ് ആയിരിക്കും. എയുടെ അത് സെയിം ആക്കി കഴിഞ്ഞാൽ കിട്ടുന്നത് വൈ ആയിരിക്കും. ഓക്കെ, അങ്ങനെയൊക്കെ ധാരണ ഉണ്ടെങ്കിൽ ഉണ്ടായിട്ട് വേണം ചെയ്യാൻ വേണ്ടിയിട്ട്. ബിയുടെ സെയിം നോക്കി, ഒന്നാമത് നാലാമത് അല്ലേ, അപ്പോൾ 0.1. അപ്പം സെയിം വന്നു കഴിഞ്ഞാൽ ബിയുടെ കോൺസെൻട്രേഷൻ ചേഞ്ച് ചെയ്യുന്നില്ല, അപ്പോൾ അയാൾക്ക് റേറ്റിൽ ഇൻഫ്ലുവൻസ് ഇല്ല. അപ്പം ഞാൻ ബിയുടെ കോളം നോക്കൂല. എന്നിട്ട് ഞാൻ എയും റേറ്റും മാത്രം നോക്കും. എ ആദ്യം 0.1, പിന്നെ അത് 0.4 ആയി, അപ്പോൾ 4 times ആയി. ഇനി റേറ്റിന് സംഭവിച്ചു 6 × 10⁻³ എന്ന് പറയുന്നത് 24 × 10⁻³ ആയി, അതും 4 times ആയി. 4 ഇത് അതും 4, അപ്പോൾ കോൺസെൻട്രേഷൻ 4, റേറ്റും 4. അപ്പോൾ എങ്ങനെ 4നെ 4 ആക്കാം? 4:1 ഇട്ടാൽ മതി, അപ്പോൾ ഓർഡർ 1 ആണ്. അത്രയും വേഗം ഞാനത് ചെയ്ത് കഴിഞ്ഞു. മനസ്സിലായോ? ഇതൊന്നും എഴുതിയില്ല. അടുത്ത് ഞാൻ എയെ സെയിം ആക്കി. അപ്പോൾ എ സെയിം ആക്കുമ്പോൾ 0.3 വരുന്നത്. അപ്പോൾ ആ കോളം ഞാൻ നോക്കൂല, കാരണം അത് സെയിം ആണ്, അയാൾക്ക് റേറ്റ് ഇൻഫ്ലുവൻസ് ഇല്ല. അപ്പോൾ അടുത്തത് 0.2, 0.4. 0.2, 0.4 ആകുക എന്ന് വെച്ചാൽ ഡബിൾ ആയി അല്ലടാ. അപ്പോൾ കോൺസെൻട്രേഷൻ ഡബിൾ ആയി കഴിഞ്ഞാൽ വാട്ട് ഹാപ്പൻസ് ടു ദ റേറ്റ്? അത് 7.2 × 10⁻³ നിന്ന് 28.8 × 10⁻³ പോയി, അതും 4 times ആയി. അപ്പോൾ ഇത് 0.2, 0.4 ആയി. 0.2, 0.4 ആകുമ്പോൾ ഡബിളായി. അതെ ഡബിളായി. ഓക്കെ, ശരി തന്നെ, ഡബിളായി. മറ്റത് എന്ത് സംഭവിച്ചു? 7.2, 2.88 ആയി, അത് 4 times ആയി അല്ലേ. ഓക്കെ, അപ്പോൾ ശ്രദ്ധിച്ച് കേട്ടോളണേ, കോൺസെൻട്രേഷൻ ഡബിളായി, അപ്പോൾ റേറ്റ് 4 times ആയി. അപ്പം നിങ്ങൾ ചെയ്യേണ്ടത് കോൺസെൻട്രേഷൻ്റെ എത്ര പവർ വന്നാൽ അത് 4 ആവുമെന്ന് നോക്കിയാൽ മതി. 2 എങ്ങനെ 4 ആക്കാം? 2:1 4 ആണോ? 2:2 4 ആണോ? അപ്പം വൈയുടെ വാല്യൂ 2 എന്ന് കിട്ടിയില്ലേ? ഓക്കെ, ഒന്നുകൂടെ ഞാൻ പറയും, കാരണം വെച്ച് കഴിഞ്ഞാൽ ആദ്യമായിട്ട് കേൾക്കുമ്പോൾ കൺഫ്യൂഷൻ ഫീൽ ചെയ്യും. അതുകൊണ്ട് ഒന്നുകൂടെ കേൾക്കുമ്പോഴത്തേക്ക് എളുപ്പമായിരിക്കും. ആദ്യം ഞാൻ ചെയ്യാൻ പോകുന്നത് ബിയുടെ കോൺസെൻട്രേഷൻ സെയിം ഉള്ള കോളം നോക്കി 1ഉം 4ഉം അത് ഞാൻ കട്ട് ചെയ്തു, ശരിയല്ലേ? എന്നിട്ട് എക്ക് എന്ത് സംഭവിച്ചു? 0.1, 0.4 ആയി, 4 times ആയി. അപ്പുറത്തും 4 times ആയി, 4 ആയിരിക്കുന്നു. 4നെ എങ്ങനെ 4 ആക്കാം? ⁻⁴ അപ്പം എക്സിൻ്റെ വാല്യൂ 1 കിട്ടി. ഓക്കെ, അടുത്ത ബിയുടെ കോളത്തിൽ സെയിം നോക്കി, എ കോളം സെയിം നോക്കി, അത് 0.3. അപ്പോൾ അവിടെ ബി നോക്കണം. 0.2, 0.4 ആയി, ഡബിളായി. റേറ്റ് 4 times ആയി. ഡബിൾ ആകുമ്പോൾ 4 times ആവുന്നു. 2 എങ്ങനെ 4 ആക്കാം? 2ൻ്റെ സ്ക്വയർ ആണ് 4, അതുകൊണ്ട് അവിടെ 2 എടുക്കണം. അപ്പോൾ വൈയുടെ വാല്യൂ 2, എക്സിൻ്റെ വാല്യൂ 1. അപ്പോൾ എനിക്ക് മനസ്സിൽ തന്നെ റേറ്റ് ഈക്വൽ ടു K × കോൺസെൻട്രേഷൻ ഓഫ് A⁻1 × B⁻2 എന്ന് എഴുതാൻ പറ്റും. നിങ്ങൾക്ക് ഇത്രയും ഈസി ആയിട്ട് ചെയ്യാൻ കഴിയുന്നില്ല എങ്കിൽ എഴുതി ചെയ്ത് നോക്കുക, അല്ലെങ്കിൽ ഈസി ആയിട്ട് ചെയ്യാനും പറ്റും എന്നാണ് ഞാൻ പറഞ്ഞതിൻ്റെ മീനിങ്. മനസ്സിലായോ ഇല്ലേ? അടുത്ത പറയട്ടെ. ഓക്കെ, അപ്പോൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകുമ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ ഇനി ക്വസ്റ്റ്യൻ നമ്പർ 15 അല്ലേ? വന്നല്ലോ. ക്വസ്റ്റ്യൻ നമ്പർ 15 വായിച്ചേ. The temperature coefficient of a reaction is 2, then the activation energy of the reaction in calorie will be എന്നാണ് ക്വസ്റ്റ്യൻ, ശരിയല്ലേ? അപ്പോൾ നമുക്ക് ചെയ്യാം. ടെമ്പറേച്ചർ കോഎഫിഷ്യന്റ് 2 എന്ന് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. ഞാനിതിൽ സ്ക്രീനിൽ പോകുന്നില്ല, സ്ക്രീനിലോട്ട് പോയി. എന്ത് ചെയ്യാൻ പറ്റും? വാ, അറീനസ് ഇക്വേഷൻ ഓർമ്മയുണ്ടോ? എന്താണ് അറീനസ് ഇക്വേഷൻ പറഞ്ഞേ? ലോഗരിതം ഫോം പറ. അറ്റ് 2 temperature ലോഗരിതം ഓഫ്
K2 by K1. അത് തന്നെ. Log K2 by K1 is equal to, that equation, EI divided by 2.313R. Not 3R into 1 by T1 minus 1 by T2. ഇതല്ലേ ഇക്വേഷൻ? അതെ സർ. ഈ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട് ടെമ്പറേച്ചർ കോഎഫിഷ്യന്റ് എത്ര? 2 പറഞ്ഞിട്ടില്ലായിരുന്നോ? ഇത് വന്ന് ഭാഗ്യം ഉണ്ടോ? ഉണ്ട്. ടെമ്പറേച്ചർ കോഎഫിഷ്യന്റ് 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോർ എവറി 10 degree റൈസ് the rate of the reaction become twofold. റേറ്റ് 2 ഇരട്ടി ആയാൽ റേറ്റ് കോൺസ്റ്റന്റും 2 ഇരട്ടി ആവും. അതുകൊണ്ട് ടെമ്പറേച്ചർ കോഎഫിഷ്യന്റ് 2 എന്ന് പറഞ്ഞാൽ K2 will be 2K1. മനസ്സിലായ? റേറ്റ് കോൺസ്റ്റന്റ് ആണ്, പക്ഷേ ഇറ്റ് ചേഞ്ചസ് വിത്ത് ടെമ്പറേച്ചർ. ടെമ്പറേച്ചർ 10 degree കൂടിയപ്പോൾ ടെമ്പറേച്ചർ കോഎഫിഷ്യന്റ് 2 ആയതുകൊണ്ട് റിയാക്ഷൻ റേറ്റ് ഡബിൾ ആവും, അതുകൊണ്ട് തന്നെ റേറ്റ് കോൺസ്റ്റന്റും ഡബിൾ ആവും. അതാണ് കറക്റ്റ് ഐഡിയ. സോ ലോഗരിതം ഓഫ് K2 by K1, ലോഗരിതം ഓഫ് K2 2K1 by K1 അല്ലേ, equal to EA energy of activation divided by 2.303 into 1 by 300 minus 1 by 310 എന്ന് ഞാൻ എഴുതി. അതെനിക്ക് ഇഷ്ടമുള്ള എഴുതാം. ഏത് ഡിഫറൻസ് ഒന്ന് എടുത്താൽ മതി, പക്ഷെ ആ 10 ഡിഫറൻസ് ഒന്ന് എടുത്താൽ മതി. അപ്പോൾ ഞാൻ വെറുതെ അത് എഴുതിയതാണ് നിങ്ങളെ ഒന്ന് ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ട്. ഇവിടെ log 2 എന്ന് കിട്ടും അല്ലേ, log 2. അപ്പോൾ ഞാൻ ഇവിടെ എന്തൊക്കെയാണ് ഓപ്ഷൻസ് വന്നിരിക്കണമെന്ന് നോക്കാം. log 2 എന്ന ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ ഞാൻ EA ഒന്ന് എഴുതാം. ഒന്ന് നോക്കിയേ, EA is equal to, ഇതിവിടെ തന്നെ ഇട്ടോട്ടെ. ഇവിടെ എന്ത് ബാക്കിയുണ്ട്? log 2 ബാക്കിയുണ്ട് അല്ലടാ, ഇൻറ്റു 2.303 ഇൻറ്റു ആറിൻ്റെ വാല്യൂ 2. ഓക്കെ, ഇനി ഈ ടേമിനെ കൊണ്ടുവരണം. ഈ ടേം എന്ത് ചെയ്യണം? ഇത് 1 by 300 minus 1 by 310 എന്ന് എഴുതുന്നതിന് പകരം എളുപ്പം എപ്പോഴും T2 minus T1 divided by T1 T2 എഴുതാനാണ്. അപ്പോൾ T2 minus T1 310 minus 300 divided by 300 into 310. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യും? ഇതിനെ ഇപ്പുറത്ത് കൊണ്ടുവരുമ്പോഴത്തേക്കും ഈ ടേം താഴെയും ഈ ടേം മേളിലും പോകും. അപ്പോൾ 300 into 310 divided by 310 minus 300 എന്ന ആൻസർ കിട്ടും. അതല്ലേ EA കിട്ടുക? ഓക്കെ, സോ അങ്ങനെ ഓപ്ഷൻ ഉണ്ടോ നമുക്ക് ചെക്ക് ചെയ്യാം. ഓക്കെ, log 2 ഉണ്ടോ എവിടെയെങ്കിലും? ഉണ്ടല്ല, എല്ലാത്തിലും ഉണ്ട്. 2.03 ഉണ്ടോ? എല്ലാത്തിലും ഉണ്ട്. ഇൻറ്റു 2 ഉണ്ടോ? ഇൻറ്റു 2 ആറിൻ്റെ വാല്യൂ ആണ്, കാരണം ഇത് ആൻസർ കലോറിയിലാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അതാണ് കലോറിയിലെ വാല്യൂ. ഇൻറ്റു പിന്നെ 10ൻ്റെ ഡിഫറൻസ് ഉള്ള 2 ടെമ്പറേച്ചർ. ഓപ്ഷൻ 1 അല്ലെ 10ൻ്റെ ഡിഫറൻസ് ഉള്ള ആരൊക്കെ ഉണ്ട്? 300 310 ഉണ്ട്, കുഴപ്പമില്ലല്ലോ. ഇല്ല, ഡിവൈഡ് ബൈ 10. അപ്പോൾ 300 ഇൻറ്റു 310 log 2 ഇൻറ്റു 2.03 ഇൻറ്റു 2 ഇൻറ്റു 300 ഇൻറ്റു 310 ഡിവൈഡ് ബൈ ഡിഫറൻസ് 10. ഓപ്ഷൻ 1 കറക്റ്റ് ആണല്ലോ. ഓപ്ഷൻ 2 കറക്റ്റ് അല്ല. ഓപ്ഷൻ 3 എത്രയാണ്? log 2 ഇൻറ്റു അവിടെ 273 300, അതല്ലേ അവിടുത്തെ മിസ്റ്റേക്ക്. അതുപോലെ താഴെ 20, അത് മിസ്റ്റേക്കാണ്, ശരിയല്ലേ? ഓപ്ഷൻ 4 ആണെങ്കിലോ 2.03 ഇൻറ്റു 2 ഇൻറ്റു 298 ഇൻറ്റു 308 ഇൻറ്റു log 2. അപ്പോൾ log 2 വന്നിട്ടുണ്ട്, 2.8 ഉണ്ട്, 2 ഉണ്ട്, 298 308 10. ഓപ്ഷൻ 4ഉം കറക്റ്റ് തന്നെ, ശരിയല്ലേ? അപ്പോൾ ഇവിടെ ആക്ച്വലി ഈ പറഞ്ഞതുപോലെ
വേറെ എന്തെങ്കിലും ടെമ്പറേച്ചർ കോഎഫിഷ്യൻ്റ് ഓഫ് എ റിയാക്ഷൻ ഈസ് 2 ദെൻ ദ ആക്ടിവേഷൻ എനർജി ഫോർ ദ റിയാക്ഷൻ ഇൻ കലോറി വിൽ ബി. ഓക്കെ, ഇതിൽ കീ ഇട്ടിരിക്കുന്നത് എന്താണ് ഓപ്ഷൻ 4 ആണ്. പക്ഷേ വേറെ ഒന്നും പറയാനില്ല, ഓപ്ഷൻ 1ഉം കറക്റ്റ് തന്നെയാണ്. ഓക്കെ, അപ്പോൾ 1ഉം 4 നമുക്ക് കറക്റ്റായിട്ട് എടുക്കാം ഇവിടുത്തെ ക്വസ്റ്റ്യനിൽ. ഇനി ഏതെങ്കിലും ഒരെണ്ണം തടിച്ച് എഴുതണം. ഓക്കെ, അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ പറയട്ടെ. 1.5 hour-ആയി. 30 ക്വസ്റ്റ്യൻ മൊത്തം ഉണ്ട്. ഞാൻ കണ്ടിന്യൂ ചെയ്ത് പോകാം എന്നാണ് വിചാരിക്കുന്നത്. നമുക്ക് ബ്രേക്കിൻ്റെ ആവശ്യമില്ലെന്ന് വിചാരിക്കുന്നു. ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഞങ്ങൾ ഉണ്ടെന്ന് പറയും. ഓക്കെ, അപ്പോൾ ഇപ്പോൾ 3:32 ആയിട്ടുണ്ട്. 3:45 വരെ ബ്രേക്ക് എടുക്കാം. അപ്പോൾ 3:45 തിരിച്ചു വരൂ. 3:45 നമുക്ക് ക്വസ്റ്റ്യൻ നമ്പർ 60 മുതൽ ചെയ്ത് തുടങ്ങാം. ഓക്കെ, എന്തായാലും 30 ക്വസ്റ്റ്യൻ ഞാൻ ഫിനിഷ് ചെയ്തിട്ട് നിർത്തുള്ളൂ.
അടുത്ത ദിവസം ചെയ്യാം. ക്വസ്റ്റ്യൻ നമ്പർ 16. അപ്പോൾ ഞാൻ നേരത്തെ യൂണിറ്റ് ഓഫ് റേറ്റ് പഠിപ്പിച്ച സമയത്ത് നമുക്ക് പിന്നീട് ചോദിക്കുന്നു പറഞ്ഞു, ഓർമ്മയുണ്ടോ? ദ യൂണിറ്റ് ഓഫ് റേറ്റ് കോൺസ്റ്റന്റ് ഓഫ് എ റിയാക്ഷൻ ഈസ് മോൾ പെർ ലിറ്റർ റൈസ് ടു -2/3 സെക്കൻഡ് റൈസ് ടു -1. ദ ഓർഡർ ഓഫ് ദ റിയാക്ഷൻ ഈസ് എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ എന്താണ് ഈ രീതിയിൽ ഞാനൊരു ഇക്വേഷൻ പഠിപ്പിച്ചു തരുന്ന യൂണിറ്റിൻ്റെ യൂണിറ്റ് ഓഫ് nth ഓർഡർ ഓർമ്മയുള്ളവർക്ക് പറയാം. നമ്മൾ പഠിച്ചത് ഇങ്ങനെ ആയിരിക്കും. എന്താണ് മോൾ ലിറ്റർ റൈസ് ടു -1 ദ ഹോൾ റൈസ് ടു 1 - n സെക്കൻഡ് റൈസ് ടു -1. ഓർമ്മയുണ്ടോ? അപ്പോൾ ഇതിലെ ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത് മോൾ ലിറ്റർ റൈസ് ടു -1 അല്ലെങ്കിൽ മോൾ പെർ ലിറ്റർ റൈസ് ടു -2/3 സെക്കൻഡ് റൈസ് ടു -1 ആണ്. വാട്ട് ഈസ് ദ ഓർഡർ എന്നാണ് ക്വസ്റ്റ്യൻ. സോ നമുക്ക് ലിറ്ററിൻ്റെ പവറിനോട് 1 ആഡ് ചെയ്താൽ മതി എന്നാണ് പറഞ്ഞത്. ഇപ്പോൾ ഇത് ലിറ്ററിൻ്റെ പവറാക്കിയല്ല തന്നിരിക്കുന്നത്. അവസാനം ലിറ്ററിൻ്റെ പവർ -1 ആണെന്നും പറഞ്ഞ് അതിനോട് 1 ആഡ് ചെയ്ത് 0 ഓർഡർ പറഞ്ഞ് നടക്കരുത്. ഓക്കെ. കാരണം ഇത് റൈസ് ഓഫ് പവർ n വരുന്ന രീതിയിൽ എഴുതണം. അപ്പോൾ ഞാൻ ഇതിനൊന്നും പോകുന്നില്ല, എനിക്കറിയാം. ഞാൻ ഇത് കമ്പയർ ചെയ്യുന്നു. 1 - n = -2/3 എന്ന് ഇത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇത് നമ്മൾ കണക്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിനെ അപ്പുറത്ത് കൊണ്ടുപോവുക. അപ്പോൾ മൈനസ് അപ്പുറത്ത് ഇത് ഇപ്പുറത്ത് വന്നു. അപ്പോൾ n = എത്ര കിട്ടും? 1 + 2/3 എന്ന് കിട്ടും. കറക്റ്റ് അല്ലേ? അങ്ങനെയല്ലേടാ? -n അപ്പുറത്ത് പോയി +n ആയി. -2/3 ഇപ്പോഴത്തെ +2/3 ആയി. അപ്പോൾ 5/3 എന്നല്ല ആൻസർ വരിക. നമുക്ക് മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു. മനസ്സിലായില്ലേ? ഓക്കെ. 5/3 ഓപ്ഷൻ ഉണ്ടോ? ഓപ്ഷൻ ഉണ്ട്. ഒരു കുഴപ്പമില്ലല്ലോ. സിമ്പിൾ അല്ലേ? സിമ്പിൾ. അടുത്ത ക്വസ്റ്റ്യൻ പറയട്ടെ. ശരി. ക്വസ്റ്റ്യൻ നമ്പർ 17 ആണ് എനിക്ക് അടുത്ത് പറയേണ്ടത്. ഓക്കെ. ക്വസ്റ്റ്യൻ നമ്പർ 17. For a chemical reaction, 2x plus y gives z. The rate of appearance of z is 0.05 × 10⁻⁴ mole liter raised to -1 per minute. The rate of disappearance of x will be. അപ്പോൾ ഇവിടെ ഞാൻ നിങ്ങൾക്ക് ഇതൊക്കെ മനസ്സിൽ ചെയ്യാവുന്നതേ ഉള്ളൂ. എന്നാലും ഞാൻ ജസ്റ്റ് ഒന്ന് പറയാം. നിങ്ങൾ ആ ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചു നോക്കിയേ. For a chemical reaction, 2x plus y gives z. The rate of appearance of z തന്നിട്ടുണ്ട്. റേറ്റ് ഓഫ് ഡിസപ്പിയറൻസ് ഓഫ് എക്സ് ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പം എക്സിനെ ഇസഡുമായിട്ട് കണക്ട് ചെയ്യണം. കണ്ടുപിടിക്കേണ്ടത് എന്താ? റേറ്റ് ഓഫ് ഡിസപ്പിയറൻസ് ഓഫ് എക്സ്. അപ്പം നിങ്ങൾ ആദ്യം എക്സിൻ്റെ കോഎഫിഷ്യൻ്റ് മേളിൽ എഴുതണം. എക്സിൻ്റെ കോഎഫിഷ്യൻ്റ് എത്ര? 2 ഡിവൈഡഡ് ബൈ അടുത്ത ഇസഡിൻ്റെ കോഎഫിഷ്യൻ്റ് എഴുതണം. എത്രയാണ്? 1 അല്ലേ? കാണുന്നില്ലേ? ഞങ്ങൾ പറയുന്നത് അപ്പോൾ എന്താണ് 2 ഡിവൈഡഡ് ബൈ 1 ഇൻറ്റു എന്താണ് റേറ്റ് ഓഫ് അപ്പിയറൻസ് ഓഫ് ഇസഡ്. അപ്പോൾ 2 × 0.05 × 10⁻⁴ എന്ന ആൻസർ കിട്ടും. അപ്പോൾ 2 × 0.05 1. അപ്പോൾ 0.1 × 10⁻⁴ എന്ന ആൻസർ വരിക. മനസ്സിലായോ? എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കാര്യങ്ങൾ നന്നായി പഠിച്ചു കഴിഞ്ഞാൽ, ഐഡിയ പഠിച്ചു കഴിഞ്ഞാൽ ഇതൊന്നും ഒരു പ്രോബ്ലമേ അല്ല. ഇതൊക്കെ വായിച്ചിട്ട് തിയറി പോലെ ചെയ്യാവുന്നതാണ്. ഞാൻ തിയററ്റിക്കലായിട്ടാണ് അത് പഠിപ്പിച്ചു തന്നത്. കാരണം എക്സും വൈയും കണക്ട് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ എന്തിനാണോ കണ്ടുപിടിക്കേണ്ടത് അതിൻ്റെ കോഎഫിഷ്യൻ്റ് മേളിലും ആരുടെ ഇൻഫർമേഷൻ ഉണ്ടല്ലോ അയാളുടെ കോഎഫിഷ്യൻ്റ് താഴെ എഴുതിയിട്ട് ആ വാല്യൂ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആൻസറായി. ഓക്കെ. സോ ദ റേറ്റ് ഓഫ് ഡിസപ്പിയറൻസ് ഓഫ് എക്സ് വിൽ ബി 2 ഡിവൈഡഡ് ബൈ 1 ടൈംസ് ദ റേറ്റ് ഓഫ് appearance of z എന്നാണ്. rate of appearance of z is given into 2 will give you the answer. So the right answer will be third option, right? Right, sir. Okay. മനസ്സിലായോ? അടുത്ത് പറയട്ടെ. Okay. So next question number 18. The reaction L gives M is started with 10 gram of L. After 30 and 90 minutes 5 gram and 1.25 gram of L respectively are left. The order of the reaction is. Okay. ഒരു റിയാക്ഷൻ സ്റ്റാർട്ട് ചെയ്തപ്പോൾ എത്ര ഉണ്ടായിരുന്നു? 10 ഉണ്ടായിരുന്നു അല്ലേ? 30 മിനിറ്റ് പിന്നെ 90 മിനിറ്റ് കഴിഞ്ഞപ്പോൾ 5ഉം 1.25 ആണ് ഉള്ളത് എങ്കിൽ ഓർഡർ എത്ര എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ നമുക്ക് നോക്കാം. 10 എടുത്തു, അത് 5 ആകാൻ വേണ്ടിയിട്ട് 30 മിനിറ്റ് എടുത്തു. അടുത്ത 30 മിനിറ്റ് കൊണ്ട് അത് 2.5 ആവും. അടുത്ത 30 മിനിറ്റ് കൊണ്ട് അത് എത്രയാണ്? 1.25 ആകും എന്ന് ഞാൻ ചുമ്മാ എഴുതിയതാണ്. കാരണം
നിങ്ങളുടെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട് ഫസ്റ്റ് 30 മിനിറ്റിൽ അത് 5 ആകും, പിന്നെ 90 മിനിറ്റ്സ് കഴിയുമ്പോൾ അത് 1.25 ആകും അല്ലേ? ഇതാ 30 മിനിറ്റ് കഴിയുമ്പോൾ 5 ആയി, 90 മിനിറ്റ്സ് ആയില്ലേ? അപ്പോൾ 1.25 ആയി. അങ്ങനെ കറക്റ്റ് ഈ പറയുന്ന ഹാഫ് ലൈഫും ആ ഇനിഷ്യൽ കോൺസെൻട്രേഷനും ഡയറക്ട്ലി പ്രൊപ്പോർഷണലായിട്ട് പോകുന്നതെല്ലാം ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ ആയിരിക്കും. ഫസ്റ്റ് ഓർഡർ റിയാക്ഷനിൽ മാത്രമാണ് ഇത് പോസിബിൾ, സെക്കൻഡിൽ സീഡ് ഓർഡറിൽ ഇത് പോസിബിൾ അല്ല. ഓക്കെ, അപ്പോൾ നിങ്ങൾ നോക്കുക, ഇങ്ങനെ ഹാഫായി തന്നെയാണോ പോകുന്നത് എങ്കിൽ ഒരു സംശയമില്ലാതെ വിളിച്ച് പറഞ്ഞേക്കുക. നമ്മൾ പഠിച്ചു എന്താണ് ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ ആണെങ്കിൽ. ഓക്കെ, ഹാഫ് ലൈഫ് ആക്ച്വലി ഇൻഡിപെൻഡൻറ്റ് ഓഫ് ഇനിഷ്യൽ കോൺസെൻട്രേഷൻ ആണ്. ഞാൻ നേരത്തെ പറഞ്ഞത് എന്തോ അബദ്ധം പറഞ്ഞെന്ന് തോന്നുന്നു. ഇൻഡിപെൻഡൻറ്റ് ഓഫ് ഇനിഷ്യൽ കോൺസെൻട്രേഷൻ ആണ്. കാരണം ഇത് 10 ആയിരുന്നപ്പോൾ അത് ആ 5 അതിന് 30 മിനിറ്റ് എടുത്തു. ഇത് 5 ആയിരുന്നപ്പോഴും 30 മിനിറ്റ് എടുത്തു. ഇത് 2.5 ആണെങ്കിലും 30 മിനിറ്റ് തന്നെയാണ് എടുക്കുന്നത് ഹാഫ് ആവാൻ. അപ്പോൾ ഹാഫ് ലൈഫ് ഇറ്റ് ഈസ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് ഇനിഷ്യൽ കോൺസെൻട്രേഷൻ. ഹാഫ് ലൈഫ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു initial concentration for zero order reaction. Half life period is independent of initial concentration ആണെങ്കിൽ അത് ഫസ്റ്റ് ഓർഡർ. ഹാഫ് ലൈഫ് പീരീഡ് ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ഇനിഷ്യൽ കോൺസെൻട്രേഷൻ ആണെങ്കിൽ സെക്കൻഡ് ഓർഡർ. അതുപോലെ ഹാഫ് ലൈഫ് പീരീഡ് ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു എ സ്ക്വയർ ആണെങ്കിൽ തേർഡ് ഓർഡർ. അങ്ങനെ പോകും. ഇതാണ് അതിൻ്റെ പെർഫെക്റ്റ് ഐഡിയ. അപ്പോൾ ഇവിടെ ഞാൻ നോക്കിയപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയത് ഇത് 10 ആണ്, അപ്പോൾ ടി ഹാഫ് 30. അടുത്ത 5 ആണ്, അപ്പോഴും ടി ഹാഫ് 30 തന്നെ, പകുതിയാവേണ്ട സമയം. അടുത്ത ടി ഹാഫും 30 തന്നെ, പക്ഷേ ഇനിഷ്യൽ കോൺസെൻട്രേഷൻ മാറുന്നുണ്ട്. സോ ഇനിഷ്യൽ കോൺസെൻട്രേഷൻ ടി ഹാഫ് ഇൻഡിപെൻഡൻ്റ് ആണ്. അതുകൊണ്ടാണ് ഞാൻ ഇതിനെ ഫസ്റ്റ് ഓർഡർ എന്ന് വാദിച്ചത്. മനസ്സിലായി കാണും. ഓക്കെ, അപ്പോൾ ഇതാ വന്നേ ക്വസ്റ്റ്യൻ നമ്പർ 19ലേക്ക്. അപ്പോൾ ഇവിടെ ഓർഡർ 1 ആണ്, ഫസ്റ്റ് ഓപ്ഷൻ ആണ് റൈറ്റ് ആൻസർ. ഞാൻ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകുന്നു. പോകുന്നില്ല, ഇനി അടുത്ത കീ പോയി. ഓക്കെ, ശരി, ആയിക്കോട്ടെ. 19. The 50% of a first order reaction was completed in 32 minutes. How many minutes like to be completed in 99.9 minutes? You will have 5 seconds. Fastest answer പറയൂ. 320. റൈറ്റ് ആൻസർ. എങ്ങനെയാണ് 320 എന്ന്? 99.9 ആണ് ചോദിച്ചത്. T50 തന്നിട്ടുണ്ട്. അപ്പം 10 times T half ആണ്. അത്രയല്ലേ ഉള്ളൂ. It was very easy. So moving to the next question number 20. In the 20, the rate of a gaseous reaction is equal to K into concentration of A into concentration of B. Okay, volume of the vessel containing these gases is suddenly reduced to 1/4. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം, വോളിയം 1/4 ആയി. വോളിയം 1/4 ആയാൽ വാട്ട് വിൽ ഹാപ്പൻസ് ടു ദ പ്രഷർ? അത് പറഞ്ഞാൽ മതി. ക്വസ്റ്റ്യൻ വന്നില്ലേ ഇതുവരെ? 21 വന്നിരിക്കുന്നത്. അത് 2 പ്രാവശ്യം പ്രസ് ആയിപ്പോയിടാം. അപ്പോൾ നോക്കൂ, ദ റേറ്റ് ഓഫ് എ gaseous റിയാക്ഷൻ ഈസ് ഈക്വൽ ടു K ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് A ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് B. ഓക്കെ ആണല്ലോ? The volume of the reaction vessel containing these gases is suddenly reduced to 1/4 of the initial volume. The rate of the reaction would be എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക, റേറ്റ് K ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് A ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് റിയാക്ഷൻ വെസലിൻ്റെ വോളിയം 1/4 ആയാൽ അതിൻ്റെ പ്രഷറിന് എന്ത് സംഭവിക്കും? പ്രഷറും വോളിയം തമ്മിൽ എന്താ ബന്ധം? ഓക്കെ, അപ്പോൾ പറഞ്ഞോ, വോളിയം 1/4 ആയി, അപ്പോൾ പ്രഷർ എത്ര ആയി? 4 times ആയി. അപ്പോൾ ഞാൻ ചെയ്ത് കാണിച്ചു തരാം. ചെയ്ത് കാണിക്കണ്ട, 16 ആൻസർ വരിക. എന്നാലും എനിക്ക് എൻ്റെ സമാധാനത്തിന് ആദ്യത്തെ റേറ്റ് R1 is equal to K ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് A ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് B എന്നാണ് ക്വസ്റ്റ്യനിൽ എഴുതിയിരിക്കുന്നത്. അപ്പോൾ R2 is equal to എത്ര? K ഇൻറ്റു ഇത് 4A, അതുപോലെ ഇത് 4B. അതെന്താ അങ്ങനെ ആയത്? പ്രഷർ 4 times ആയി. ഞാൻ പ്രശ്നം കോൺസെൻട്രേഷൻ ചെയ്തു, രണ്ടും ഒന്ന് തന്നെ ഇവിടെ. അപ്പോൾ R2/R1 എത്ര മക്കളെ? R2/R1 is equal to K ക്യാൻസൽ ആയിപ്പോയി, 4 ബാക്കിയുണ്ട്, അവിടുത്തെ 4 ബാക്കിയുണ്ട്. അപ്പോൾ R2 is equal to 16R1. മനസ്സിലായെന്നോ ഇല്ലെന്നോ? ഓക്കെ ആണോ? അടുത്ത പറയട്ടെ. ക്വസ്റ്റ്യൻ സിമ്പിൾ ആയിരുന്നു.
ഒരു മിനിറ്റ്, തിരിച്ചവിടെ എത്താൻ പറ്റുന്നില്ല ഈശ്വര. വന്ന് ഓക്കെ. 21. ക്വസ്റ്റ്യൻ നമ്പർ 21 നോക്കൂ. ഇഫ് എ റിയാക്ഷൻ A plus B gives C is exothermic to the extent of 30 kilojoule per mole and the forward reaction has an activation energy of 70 kilojoule per mole. The activation energy for the reverse reaction in kilojoule per mole ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ the rate of a reaction, reaction exothermic എന്നല്ലടാ. ഓക്കെ. ഇനി to the extent of 30 kilojoule per mole, forward reaction the activation energy തന്നിട്ടുണ്ട്. Energy of the reverse reaction, backward reaction energy of activation കണ്ടുപിടിക്കണം. ഓക്കെ. അപ്പോൾ എല്ലാവരും വന്നേ, അല്പം കുറച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് പഠിച്ചിട്ട് പോവാം. നോക്കിക്കോളൂ. അപ്പോൾ സാറ് ഒരു ഗ്രാഫ് വരയ്ക്കുന്നു. ഓക്കെ. ഇവിടെ സാറ് പൊട്ടൻഷ്യൽ എനർജി പ്ലോട്ട് ചെയ്യുന്നു. പൊട്ടൻഷ്യൽ എനർജി ഇവിടെ, ഇത് പൊട്ടൻഷ്യൽ എനർജിയുടെ പ്ലോട്ടാണ്. ഇവിടെ ആണെങ്കിൽ പ്രോഗ്രസ് ഓഫ് ദ റിയാക്ഷൻ. പ്രോഗ്രസ് ഓഫ് ദ റിയാക്ഷൻ എഴുതുന്നതിന് പകരം റിയാക്ഷൻ കോർഡിനേറ്റ്സ് എന്ന് എഴുതിയാലും മതി. ഇത് വിട്ടിരിക്കട്ടെ. റിയാക്ഷൻ കോർഡിനേറ്റ്സ് മീൻസ്, റിയാക്ഷൻ കോർഡിനേറ്റ്സ് അല്ലെങ്കിൽ പ്രോഗ്രസ് ഓഫ് ദ റിയാക്ഷൻ മീൻസ് സ്റ്റാർട്ടിങ്ങിൽ യു ഹാവ് റിയാക്ടൻസ് ആൻഡ് ഫൈനലി യു ഹാവ് പ്രോഡക്ട്സ്. ഇടയ്ക്കുള്ളത് ഇൻ്റർമീഡിയറ്റ്. ഗ്രാഫിക്കലായിട്ട് നമ്മളൊരു കെമിക്കൽ റിയാക്ഷൻ റെപ്രസെൻ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ റിയാക്ഷൻ ഒന്നുകിൽ ഇങ്ങനെ റെപ്രസെൻ്റ് ചെയ്യാം. ഇതിൻ്റെ മീനിങ് ഞാൻ പറയാം. സ്റ്റാർട്ടിങ്ങിൽ റിയാക്ടൻ്റ് ആണ്, ആ റിയാക്ടൻ്റുകളുടെ പൊട്ടൻഷ്യൽ എനർജിയാണ് ഈ കാണുന്നത്. ഒരു കെമിക്കൽ റിയാക്ഷൻ നടക്കുമ്പോൾ റിയാക്ടൻ്റുകളുടെ പൊട്ടൻഷ്യൽ എനർജി കൂടി 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 ഇവിടെ മാക്സിമം ആവും. പിന്നെ അത് കുറഞ്ഞ് 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 ഇത് പ്രൊഡക്റ്റായിട്ട് മാറി. അപ്പോൾ ഇത് പ്രൊഡക്റ്റിൻ്റെ പൊട്ടൻഷ്യൽ എനർജി, ഇത് റിയാക്ടൻ്റത്. അത് മനസ്സിലായല്ലോ. ഈ നടുക്കുള്ളതാണ് ഹയസ്റ്റ് പൊട്ടൻഷ്യൽ എനർജി, അതാണ് ഇൻ്റർമീഡിയറ്റിൻ്റെത്. അതിന് നമ്മളൊരു പേരൊക്കെ പഠിച്ചിട്ടുണ്ട്, ഓർമ്മയുണ്ടായിരിക്കും. ത്രെഷോൾഡ് എനർജി അഥവാ ആക്ടിവേറ്റഡ് കോംപ്ലക്സിൻ്റെ എനർജി, ത്രെഷോൾഡ് എനർജി. ഈ കാണുന്നത് എനർജി ഓഫ് ദ റിയാക്ടൻറ്റ്. ഓക്കെ. ഈ കാണുന്നത് എനർജി ഓഫ് ദ പ്രോഡക്റ്റ്. ഓക്കെ. ഇത് പ്രൊഡക്റ്റിൻ്റെ എനർജി, ഇവിടെ പ്രൊഡക്റ്റാണ്, ഇത് റിയാക്ടൻ്റ് എനർജി. ഈ കുന്ന് കയറി പോകാൻ വേണ്ടിയിട്ട് ഈ റിയാക്ടൻറ്റുകൾക്ക് ഇവിടെ എത്തണം. അതിന് വേണ്ട എനർജിയാണ് എനർജി ഓഫ് ആക്ടിവേഷൻ ഫോർ ദ ഫോർവേഡ് റിയാക്ഷൻ. ശരിയല്ലേ? മുന്നോട്ടുള്ളത്. ഇനി ഇവിടെ നിന്ന് ഇതുവഴി കയറി തിരിച്ച് ഇങ്ങോട്ട് വരാൻ ഉള്ളത് എനർജി ഓഫ് ആക്ടിവേഷൻ ഫോർ ദ ബാക്ക്വേർഡ് റിയാക്ഷൻ. ഓക്കെ. മനസ്സിലായ എല്ലാവർക്കും? മനസ്സിലായി. ഇനി ഇത് എനർജി ഓഫ് ദ റിയാക്ടൻറ്റ്, ഇത് എനർജി ഓഫ് ദ പ്രൊഡക്റ്റ്. ആ എനർജി ഡിഫറൻസ് എത്രയാണോ അതിന് നമ്മൾ ഡെൽറ്റ എച്ച് എന്ന് പറയുക. അപ്പോൾ ഡെൽറ്റ എച്ച് നിങ്ങൾ കണ്ടുപിടിക്കുക. ഡെൽറ്റ എച്ച് ഇസ് ഈക്വൽ ടു ഇ എ ഫോർവേഡ് മൈനസ് ഇ എ ബാക്ക്വേർഡ് എന്ന് ഞാൻ എഴുതി. ഇ എ ഫോർവേഡ് മൈനസ് ഇ എ ബാക്ക്വേർഡ്. ഇ എ ഫോർവേഡ് എത്ര? ഇതാ ഈ വാല്യൂ ആണ്. ശരിയല്ലേ? ഇ എ ബാക്ക്വേർഡ് ഈ വാല്യൂ ആണ്. അപ്പോൾ ഇവിടെ ഫോർവേഡ് ആണോ ബാക്ക്വേർഡ് ആണോ? ഞാൻ ഈ ചെയ്തിരിക്കുന്ന റെപ്രസെൻറ്റേഷനിൽ വലുത് ബാക്ക്വേർഡ് ആണ് വലുത്. അപ്പോൾ കാരണം ഇതാണ് ബാക്ക്വേർഡിൻ്റെ എനർജി ഓഫ് ആക്ടിവേഷൻ, ഇത് എനർജി ഓഫ് ആക്ടിവേഷൻ ഫോർ ദ ഫോർവേഡ് റിയാക്ഷൻ. അപ്പോൾ ബാക്ക്വേർഡിൻ്റെ ഇത് വലുതാണെങ്കിൽ നമുക്ക് വളരെ ഈസി ആയിട്ട് പറയാം, ഇതിൻ്റെ സൈൻ ഡെൽറ്റ എച്ചിൻ്റെ സൈൻ പ്ലസ് കിട്ടുമോ മൈനസ് കിട്ടുമോ? മൈനസ് കിട്ടും. അപ്പോൾ ഡെൽറ്റ എച്ച് നെഗറ്റീവ് ആണെങ്കിൽ ആ റിയാക്ഷൻ എന്താണ്? എക്സോതെർമിക് ആണ്. അപ്പോൾ നിങ്ങളൊന്ന് ബോഡി നോക്കണേ മക്കളെ. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഇത്രയേ ഉള്ളൂ, ഈ റിയാക്ഷനിൽ ഇത് റിയാക്ടൻറ്റ്, ഇത് പ്രോഡക്റ്റ്. റിയാക്ടൻറ്റിനാണോ പ്രൊഡക്റ്റിനാണോ എനർജി കൂടുതലെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് റിയാക്ടൻറ്റിനാണ് കൂടുതൽ, പ്രൊഡക്റ്റിന് എനർജി കുറവാണ്. അപ്പോൾ എനർജി കുറഞ്ഞത് മീൻസ് എക്സോതെർമിക്. അതാണ് അവിടെ അങ്ങനെ കിട്ടിയിരിക്കുന്നത്. ഓക്കെ. ഇനി എൻഡോതെർമിക്കിന് വരയ്ക്കാം.
ഇത് എൻഡോതെർമിക്കാന്നിരിക്കട്ടെ. അപ്പോൾ ഗ്രാഫ് നേരെ തിരിച്ച് ഇങ്ങനെ വരും. Okay, sir. കാരണം ഇത് എനർജി ഓഫ് ദ ആര് റിയാക്റ്റൻറ്റ്, ഇത് എനർജി ഓഫ് ദ പ്രൊഡക്റ്റ്. കാരണം ഇത് പ്രൊഡക്റ്റ് കൂടുതലാണെങ്കിലാണ് എൻഡോതെർമിക് ആവുക. Okay, sir. ഫോർവേഡ് റിയാക്ഷൻ എടുത്തു കഴിഞ്ഞാൽ ഫോർവേഡ് റിയാക്ഷൻ എനർജി ഓഫ് ആക്ടിവേഷൻ ആണ് ഈ കാണുന്നത്. ഇതാണ് ഫോർവേഡ് റിയാക്ഷൻ. അതായത് EA ഫോർവേഡ്. ഇനി തിരിച്ച് ഇവിടെ നിന്ന് ഇങ്ങോട്ട് ചെറിയ കുന്ന് കയറിയാൽ മതി. അപ്പോൾ ഇത് EA ബാക്ക്വേഡ്. ഞാൻ പഠിപ്പിക്കുന്നതല്ല, പഠിപ്പിച്ചിട്ടുണ്ട്, പക്ഷേ എന്താണ് സിമ്പിളായിട്ട് പറയുന്നതാണ്. അപ്പോൾ ഇവിടെയും ഞാൻ ഇക്വേഷൻ ഇത് തന്നെ എടുക്കും. ഡെൽറ്റ H = EA ഫോർവേഡ് മൈനസ് EA ബാക്ക്വേഡ്. ഈ കേസിൽ EA ഫോർവേഡ് ആണോ ബാക്ക്വേഡ് ആണോ വലുത്? ഫോർവേഡ് ആണ് വലുത്. അങ്ങനെ ഫോർവേഡ് വലുതെങ്കിൽ ഇതിൻ്റെ സൈൻ എന്ത് കിട്ടും? പോസിറ്റീവ് എന്ന് കിട്ടും. അപ്പോൾ അത് എൻഡോതെർമിക്കാണ്. അപ്പം ഞാൻ നിങ്ങളെ ഇതിലൂടെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിച്ചത് എൻഡോതെർമിക്ക് എക്സോതെർമിക്കോട്ടെ ദ വാട്ട് എവർ ബി, നോ പ്രോബ്ലം. ഡെൽറ്റ H = EA ഫോർവേഡ് മൈനസ് EA ബാക്ക്വേഡ്, അത്രേ ഉള്ളൂ. വാ, നമുക്ക് ക്വസ്റ്റ്യൻ ചെയ്യാൻ പോവാം. ക്വസ്റ്റ്യൻ 21. If a reaction A plus B gives C is exothermic to the extent of 30 kJ per mole. ഓക്കെ, വളരെ സുന്ദരമായി പറ്റിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. കാരണം എക്സോതെർമിക്കാണ്. ഡെൽറ്റ Hന്റെ വാല്യൂ 30 തന്നിട്ടുണ്ട്. നമ്മൾ 30 എടുത്തിട്ടും തെറ്റും. കാരണം ഡെൽറ്റ Hന്റെ വാല്യൂ -30 ആണ്. ആൻഡ് അതങ്ങനെ എക്സോതെർമിക് ആവേണ്ടത് മൈനസ് ഇടണം. അതുകൊണ്ട് അവിടെ പറഞ്ഞു തന്നിട്ടുണ്ട്. ഓക്കെ, ആൻഡ് ദ ഫോർവേഡ് റിയാക്ഷനിൽ തന്നിട്ടുണ്ട് 70 എങ്കിൽ ആക്ടിവേഷൻ എനർജി ഫോർ ദ റിവേഴ്സ് ബാക്ക്വേർഡ് ആണ് ചോദിച്ചിരിക്കുന്നത്. സോ യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. ഡെൽറ്റ H = EA ഫോർവേഡ് മൈനസ് EA ബാക്ക്വേഡ്. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, ആൻസർ പറയുക. നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാം. വേഗം ആവട്ടെ. ഓപ്ഷൻ 1 അല്ലേ? ഓപ്ഷൻ 1 അല്ലേ കിട്ടിയത്? ഓക്കെ, ഓപ്ഷൻ 1 ഈസ് ദ റൈറ്റ് ആൻസർ. ബാക്കിയുള്ളവർ കിട്ടിയില്ലേ? മുന്നോട്ട് പോവാം. ആ, കിട്ടി. ഓക്കെ, ശരി, മുന്നോട്ട് പോവാം. ഒന്നും വർക്ക് ചെയ്യുമ്പോൾ ഒന്നും വർക്ക് ചെയ്യില്ല. എൻ്റെ മൗസ് കാണാനില്ല. കിട്ടി. ഡിസ്റ്റൻസ് കൂടുതലായിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. ഇല്ല, ഡിസ്റ്റൻസ് എന്ന് വെച്ചാൽ ഒരുപാട് ഡിസ്റ്റൻസ് ഇല്ലടാ. ഒരു മാക്സിമം ഒരു 1.5 മീറ്റർ ഡിസ്റ്റൻസേ കമ്പ്യൂട്ടറിൽ നിന്നുള്ളൂ. കമ്പ്യൂട്ടറിൻ്റെ എന്താ ഈ സൈഡിൽ അടുത്തായിട്ട് ഇവിടെ ഇരിപ്പുണ്ട്. അതിൻ്റെ താഴെ നിന്നുള്ള അതെ 10 മീറ്റർ വരുമെന്നാണ് പറഞ്ഞ് കേട്ടിട്ടുള്ളത്. അതുകൊണ്ടാണ് ഞാൻ ധൈര്യമായിട്ടൊക്കെ വാങ്ങിയത്. പക്ഷേ എൻ്റെ അടുത്ത് വേറെ ഒരു ഇവിടെ ഉണ്ടായിരുന്നു. പക്ഷെ അത് പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യാഞ്ഞിട്ടാണ് ഞാൻ ഇത് വാങ്ങിച്ചത്. എന്നിട്ടിപ്പം അതും നല്ലോണം വർക്ക് ചെയ്യുന്നില്ല. ഓക്കെ, ആയിക്കോട്ടെ, സാരമില്ല. ഇതിപ്പോഴും ഓക്കെ. 22 അല്ലേ അടുത്ത ക്വസ്റ്റ്യൻ? ഓക്കെ, 22. വാ, എന്താ 22? The rate of the reaction is doubled for every 10 degree rise in temperature. The increase in rate of the reaction from 30 to 100 അല്ലേ? എളുപ്പം. 30യും 100 ഡിഫറൻസ് എത്ര? 70/10 7. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഡബിളായി 2, പിന്നെ 4, പിന്നെ 8, പിന്നെ 16, പിന്നെ 32, പിന്നെ 64, പിന്നെ 128. അപ്പോഴത്തേക്കും 7 ആയി. 128 ഓപ്ഷൻ ഇല്ലേ? എത്ര ഈസി ആയിട്ട് ചെയ്യാം. അടുത്ത ക്വസ്റ്റ്യൻ പറയട്ടെ. ക്വസ്റ്റ്യൻ നമ്പർ 23. For the reaction H2 plus Br2 gives 2HBr. The overall rate is found to be 3/2. The rate of the reaction can be expressed as. ഈ ക്വസ്റ്റ്യൻ പ്യുവർലി ഫ്രം NCERT ടെക്സ്റ്റ് ബുക്ക് ആണ്. നിങ്ങൾക്ക് എന്തൊക്കെ അറിഞ്ഞാലും ഇത് കാണാതെ പഠിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് ഇത് എഴുതാൻ പറ്റുള്ളൂ. അല്ലാതെ ഒരു വഴിയുമില്ല. ഓവറോൾ റേറ്റ് 3/2 എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ ഓപ്ഷൻ 1 H2ൻ്റെ റൈസ് ടു 1, Br2 റൈസ് 1/2. ഓവറോൾ 1.5 3/2 തന്നെ. ഓപ്ഷൻ ബിയിൽ H2 1/2, Br2 0 അല്ല 0 അല്ല 1. അപ്പോൾ അതും 3/2 തന്നെ. ഓപ്ഷൻ 3യിലും 3/2 + 0 3/2 തന്നെ. ഇതിൽ ഓപ്ഷൻ 4 അല്ലെന്ന് നിങ്ങൾക്ക് അറിയാം. അപ്പം 3 എണ്ണം വന്നിട്ടുണ്ട്. സോ യു ഷുഡ് നോ ദ exact experimental rate law for this particular reaction because it is
directly from NCERT textbook. Textbookil ഇത് അതുപോലെ കൊടുത്തിട്ടുണ്ട്. റേറ്റ് കൊടുത്തിട്ടുണ്ട്. റേറ്റ് is equal to K into concentration of H2 into Br2 raised to 1/2 എന്നാണ് ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിരിക്കുന്നത്. അതങ്ങനെ നേരത്തെ എക്സാംസ് ചോദിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞങ്ങൾ അതിൽ കിടന്ന് എന്താണ് കുറച്ചുകൂടെ സ്റ്റിക്ക് ഓൺ ചെയ്യുന്നത്, പഠിക്കാൻ വേണ്ടി നിർബന്ധിക്കുന്നത്. ഓക്കെ ഓക്കെ, സോ ഓപ്ഷൻ എത്രയാണ്? 1. ക്ലിയർ ആണല്ലോ? ശരി. സോ മൂവിങ് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Next question, question number 24 അല്ലേ? For a first order reaction, the degree of dissociation is equal to 1 minus e raised to minus kt. അത് പഠിപ്പിച്ചു തരാം, വെയിറ്റ് ചെയ്യണം. A plot of reciprocal concentration of the reactant versus time gives a straight line. The pre-exponential factor in the Arrhenius equation has a dimension of time. പിന്നെ both 1 and 3 are correct. അങ്ങനെ എന്താണ് 4 ഓപ്ഷൻസ് നമുക്കുണ്ട്. അപ്പോൾ ഫസ്റ്റ് ദ ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ ഈക്വൽ ടു 1 minus e raised to minus kt ഒന്ന് ചെയ്തിട്ട് വരാം. ഓക്കെ, ടെക്സ്റ്റ് ബുക്കിൽ ഉള്ളതാണ്. ടെക്സ്റ്റ് ബുക്കിൽ അങ്ങനെ ഡിഗ്രി ഡിസോസിയേഷൻ കൊടുത്തിട്ടില്ല, ഞാൻ ഒന്ന് പറയാം, നിങ്ങൾ മനസ്സിലാക്കുക. K equal to 2.303 divided by t into logarithm of a divided by a minus x. പഠിച്ചിട്ടുണ്ടല്ലോ? ലോഗരിതം ഓഫ് R0 by R ആണ് എഴുതേണ്ടത്. R0ക്ക് നമുക്ക് എ എന്ന് റെപ്രസെൻറ്റ് ചെയ്യാം, ആറിന് എ മൈനസ് എക്സ് എന്ന് റെപ്രസെൻറ്റ് ചെയ്യാം. എങ്കിലേ ഇത് ഈസി ആയിട്ട് എഴുതി കൊണ്ടുവരാൻ പറ്റുള്ളൂ. ലോഗരിതം ഓഫ് എ ബൈ എ മൈനസ് എക്സ് എത്ര? എ ബൈ എ മൈനസ് എക്സ്. KT divided by 2.303. കറക്റ്റ് ആണല്ലോ? ഇതിന് ഇങ്ങനെ എഴുതുന്നതിന് പകരം LN എഴുതാം. അപ്പോൾ LN എഴുതി കഴിഞ്ഞാൽ ഈ 2.03 വേണ്ട. അപ്പോൾ LN A by A minus X is equal to KT എന്ന് എഴുതാം. ഇനി ഞാൻ ഇതിനൊന്ന് മറിക്കുന്നു. ലോഗരിതം ഓഫ് എ മൈനസ് എക്സ് ഡിവൈഡ് ബൈ എ എന്ന് എഴുതിയാൽ ഇവിടെ ഒരു മൈനസ് വരും. ആ മൈനസിന് ഇപ്പുറത്തിട്ട് കുഴപ്പമില്ലല്ലോ? ഇല്ല. ഞാൻ രണ്ട് സൈഡിലും ഇ റൈസ് ടു എടുത്തു. ഇ റൈസ് ടു ലോഗരിതം ഓഫ് എ മൈനസ് എക്സ് ബൈ എ ഈക്വൽ ടു ഇ റൈസ് ടു മൈനസ് കെ ടി. ഓക്കെ, ഇ റൈസ് ടു മൈനസ് കെ ടി. അടുത്തത് ഇവിടെ നിന്ന് ഇ റൈസ് ലോഗ്സ് എക്സ് അല്ലേടേ? e raised to logarithm of x means logarithm of a minus x by x equal to e raised to minus kt. ഞാൻ 10 by 10 ഡിവൈഡ് ചെയ്തു. a by x minus x by x1 is equal to e raised to minus kt. അപ്പോൾ a by x is equal to എത്ര? എന്തോ a minus x by a ആണ്. ശരിയാണ് മക്കളെ? അപ്പോൾ എന്താണ് ഇവിടെ എന്താണ് എ മൈനസ് എക്സ് ബൈ എ. അപ്പോൾ അവിടെ നിന്ന് 10 by 10 എ മൈനസ് എക്സ് ബൈ എ ഈക്വൽ ടു ഇ റൈസ് ടു മൈനസ് കെ ടി. അപ്പോൾ ഇത് 1 മൈനസ് എക്സ് ബൈ എ എന്ന് വരും. കറക്റ്റ് അല്ലേടാ? അപ്പോൾ ഇ റൈസ് ടു മൈനസ് കെ ടി ഇസ് ഈക്വൽ ടു, ഇനി എന്ത് ചെയ്യുക? എക്സ് ബൈ എവിടെ? ഇത് അപ്പുറത്ത് കൊണ്ടുപോകുക. അപ്പുറത്ത് കിട്ടും. അല്ലെങ്കിൽ വേണ്ട, തിരിച്ചെടുത്താലും മതി. എന്നാൽ വേണ്ട, 1 മൈനസ് എക്സ് ബൈ എ ഈക്വൽ ടു ഇത് അപ്പുറത്ത് പോയി അത് ഇപ്പുറത്ത് വരിക. 1 മൈനസ് ഇ റൈസ് ടു മൈനസ് കെ ടി. കറക്റ്റ് ആണല്ലോ? അപ്പോൾ എല്ലാവരും നോക്കിയേ. ഓ സോറി, എക്സ് ബൈ എ ഇസ് ഈക്വൽ ടു 1 മൈനസ് ഇ റൈസ് ടു മൈനസ് കെ ടി. ഇതൊന്നുമില്ല, ഞങ്ങൾക്ക് അറിയാമെന്നുള്ളൊരു ഇക്വേഷൻ ഞാൻ അറേഞ്ച് ചെയ്തതേ ഉള്ളൂ. K is equal to 2.03 divided by t log a by a minus x. അപ്പോൾ ഇവിടെ നിന്ന് log a by a minus x എഴുതി. അപ്പോൾ KT divided by 2.03. ln ആക്കുമ്പോൾ അത് വേണ്ട, അത് എഴുതി. ഇതൊന്ന് തിരിച്ചു, അപ്പോൾ മൈനസ് KT വന്നു. എന്നിട്ട് ഇ റൈസ് ടു എടുത്തു. എന്നിട്ട് ഇ റൈസ് ലോഗ് എക്സ് ആയതുകൊണ്ട് അത് എഴുതി. പിന്നെ ഈ ടൈം എഴുതി. എന്നിട്ട് ഈ ഡീറ്റെയിൽസ് എല്ലാം എഴുതി. ക്ലിയർ ആയി? ജസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ നോക്കിയിട്ട് വരാം. ക്വസ്റ്റ്യൻ എന്താ? ഫസ്റ്റ് ഓപ്ഷൻ, ദ ഡിഗ്രി ഓഫ് ഈസ് ഈക്വൽ ടു 1 minus e raised to minus kt അല്ലേ?
1 മൈനസ് ഇ റേസ് ടു മൈനസ് കെ ടി. ഓക്കെ, ഒന്നും വേണ്ട. അപ്പം നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് ശ്രദ്ധിക്കുക. ഞാൻ സീൻ ഓക്കെ. അപ്പോൾ എനിക്ക് പറയാനുള്ളത് ഇത്രയേ ഉള്ളൂ. ആദ്യമുണ്ടായിരുന്നതിൽ എത്രയാണോ ഡിസോസിയേറ്റ് ചെയ്ത് പോകുന്നത് അതാണ് ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ. ആദ്യമുണ്ടായിരുന്നത് എത്ര? എ. അതിൽ ഡിസോസിയേറ്റ് ചെയ്ത് പോകുന്ന എമൗണ്ടിന്റെ പേരാണ് എക്സ് എന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ പഠിപ്പിച്ചെന്നായിരുന്നു. അപ്പൊ എക്സ് ബൈ എ എന്ന് പറഞ്ഞാൽ ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ ആണ്. അപ്പൊ ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ ഒരു ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ ആണെങ്കിൽ അവിടുത്തെ റിയാക്റ്റന്റുകളുടെ ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ എന്ന് പറയുന്നത് എക്സ് ബൈ എ ആണ്. അത് 1 മൈനസ് ഇ റേസ് ടു മൈനസ് കെ ടിക്ക് ഈക്വൽ ആണ്. അപ്പോൾ അവിടെ എഴുതിയിരിക്കുന്ന ആ സെന്റൻസ് കറക്റ്റ് ആണെന്ന് മനസ്സിലായല്ല? ഓക്കെ. ഇതെങ്ങനെ സാധാരണ നമ്മൾ പഠിപ്പിക്കുന്ന സമയത്ത് പഠിപ്പിക്കാറില്ല. റയറായിട്ട് ചില ബുക്കിൽ ഒരു ക്വസ്റ്റ്യൻ, ഈ ക്വസ്റ്റ്യൻ കണ്ട സമയത്ത് ഞാൻ ഈ ക്വസ്റ്റ്യൻ എടുത്തിട്ടിരുന്നതാണ്. അപ്പോൾ ആ സമയം തൊട്ട് നമ്മൾ പഠിപ്പിക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. ഓക്കെ, നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ്റെ അടുത്ത ഇതിലേക്ക് പോവാം. എപ്പോഴാണത് വന്നു? ഞാൻ അതിൽ പോകുമ്പോഴാണ് ഇവിടെ വരുന്നത്. ഓക്കെ, ആയിക്കോട്ടെ. എ പ്ലോട്ട് ഓഫ് റെസിപ്രോക്കൽ കോൺസെൻട്രേഷൻ ഓഫ് റിയാക്റ്റന്റ് വേഴ്സസ് ടൈം ഗീവ്സ് എ സ്ട്രേറ്റ് ലൈൻ. ഫസ്റ്റ് ഓർഡർ ആണെങ്കിൽ കോൺസെൻട്രേഷൻ, എ പ്ലോട്ട് ഓഫ് റെസിപ്രോക്കൽ കോൺസെൻട്രേഷൻ ഓഫ് ദ റിയാക്റ്റന്റ് വേഴ്സസ് ടൈം. സമയം കഴിയും തോറും എന്താണ് റിയാക്റ്റന്റിന്റെ കോൺസെൻട്രേഷൻ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്. എ പ്ലോട്ട് ഓഫ് റെസിപ്രോക്കൽ കോൺസെൻട്രേഷൻ ഓഫ് റിയാക്റ്റന്റ് അല്ല. ലോഗരിതമിക് ഓഫ് കോൺസെൻട്രേഷനും ടൈമും തമ്മിൽ ഗ്രാഫ് വരയ്ക്കുമ്പോഴാണ് അത് സ്ട്രേറ്റ് ലൈൻ വരിക. ഓക്കെ, അപ്പോൾ അത് കറക്റ്റ് അല്ല. അടുത്തത് പ്രീ എക്സ്പൊണൻഷ്യൽ ഫാക്ടർ ഇൻ ദ അറീനിയസ് ഇക്വേഷൻ ഹാസ് ദ ഡയമെൻഷൻ ഓഫ് ദ ടൈം ടി റൈസ് ടു -1. അപ്പോൾ പ്രീ എക്സ്പൊണൻഷ്യൽ ഫാക്ടർ അറീനിയസ് ഇക്വേഷൻ എന്താ പറഞ്ഞേ? Arrhenius equation k equal to a e raised to minus a by rt. ശരിയല്ലേ? ഓക്കെ, അതിൽ ഈ എ എന്ന് പറയുന്ന ടേമിൻ്റെ ഡയമെൻഷൻ ടി റൈസ് ടു -1 എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ അത് നമ്മൾ ഒന്നുകിൽ ഡിറൈവ് ചെയ്തെടുക്കണം അല്ലെങ്കിൽ ബൈ ഹാർട്ട് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഈ കെ ഇസ് ഈക്വൽ ടു എ ഇ റൈസ് ടു മൈനസ് ഇ എ ബൈ ആർ ടി ഇതിനെ ലോഗരിതമിക് ഫോം ആക്കി എഴുതിക്കൊണ്ട് വന്നിട്ട് ചെയ്താലാണ് ഇവിടുന്ന് ഡയമെൻഷൻ കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ഇവിടെ ഇ റൈസ് കിടപ്പണമെങ്കിൽ ചെയ്യാൻ പറ്റൂല. ഓക്കെ, അപ്പോൾ ഇപ്പം നമ്മൾ ടി റൈസ് മൈനസ് ഒന്ന് പഠിച്ചു വെച്ചാൽ മാത്രം മതി, അതായിരിക്കും എളുപ്പം. ഓക്കെ, അപ്പോൾ എന്താണ് ദ പ്രീ എക്സ്പൊണൻഷ്യൽ ഫാക്ടർ ഇൻ ദ അറീനിയസ് ഇക്വേഷൻ ഹാസ് ദ ഡയമെൻഷൻ ഓഫ് ടൈം പെർ സെക്കൻഡ് എന്നാണ് ആക്ച്വലി മീനിങ്. അതിന് മുമ്പ് ഈ ഡിറൈവ് ചെയ്യുന്നതിന് പകരം ഞാൻ അതെങ്ങനെയാണ് മനസ്സിലാക്കി വെച്ചിരിക്കണമെന്ന് പറയാം. ഈ പ്രീ എക്സ്പൊണൻഷ്യൽ ഫാക്ടർ എ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ അതിനെ വിളിക്കുന്നത് കൊളിഷൻ ഫ്രീക്വൻസി എന്നാണ്. കൊളിഷൻ ഫ്രീക്വൻസി ഈസ് ദ നമ്പർ ഓഫ് കൊളിഷൻസ്, നമ്പർ ഓഫ് ഇഫക്റ്റീവ് കൊളിഷൻസ്. കൊളിഷൻ ഫ്രീക്വൻസി അല്ല, ഇഫക്റ്റീവ് കൊളിഷൻ ആണ്. നമ്പർ ഓഫ് ഇഫക്റ്റീവ് കൊളിഷൻസ് പെർ യൂണിറ്റ് വോളിയം പെർ സെക്കൻഡ് ആണ്. യൂണിറ്റ് വോളിയം സ്ഥലത്ത് യൂണിറ്റ് ടൈമിൽ നടക്കുന്ന കൊളിഷൻസിൻ്റെ എണ്ണമാണ് ഇത്. അപ്പോൾ നമ്മൾ എക്സ്പ്രസ് ചെയ്യുമ്പം 250 സെക്കൻഡ് റൈസ് ടു -1 എന്ന് നമ്മൾ എഴുതും. 250 സെക്കൻഡ് റൈസ് ടു -1 മീൻസ് 250 പെർ സെക്കൻഡ് എന്ന് പറഞ്ഞാൽ ഓരോ സെക്കൻഡിലൂടെ 250 ഇഫക്റ്റീവ് കൊളിഷൻ ഉണ്ടെന്നാണ് മീനിങ്. ഇനി 100 സെക്കൻഡ് റൈസ് ടു -1 എന്ന് എഴുതി കഴിഞ്ഞാൽ അതിൻ്റെ മീനിങ് എന്താ? പ്രീ എക്സ്പൊണൻഷ്യൽ ഫാക്ടർ കൊളിഷൻ ഫ്രീക്വൻസി എന്ന് പറയുന്നത് അവിടെ ഇഫക്റ്റീവ് കൊളിഷൻ എത്ര എണ്ണം ഉണ്ടെന്നാണ്? 100 എണ്ണം ഉണ്ടെന്നാണ്. അപ്പോൾ 50 സെക്കൻഡ് ഇൻവേഴ്സ് എന്ന് പറഞ്ഞാൽ ഓരോ സെക്കൻഡിലും അവിടെ 50 ഇഫക്റ്റീവ് കൊളിഷൻ ഉണ്ടെന്നാണ്. അപ്പോൾ നമുക്ക് ഡിറൈവ് ചെയ്യേണ്ട ആവശ്യമില്ല, ഈസി ആയിട്ട് മനസ്സിലായി. ഇനി സെക്കൻഡ് റൈസ് -1 ആണ് യൂണിറ്റ്, ഡയമെൻഷൻ ആകുമ്പോൾ ടി എന്ന് എഴുതണം. ടൈമിൻ്റെ ഡയമെൻഷൻ ടി അല്ലേ? അപ്പം സെക്കൻഡ് റൈസ് -1 ടി റൈസ് -1 മനസ്സിലായി കാണും. ഓക്കെ, ശരി. അപ്പോൾ ഇതിനകത്ത്
എത്ര ആൻസേഴ്സ് ഉണ്ട്? 1ഉം 3ഉം അതിൻ്റെ റൈറ്റ് ആൻസറാണ്. ഓക്കെ സാർ. ഓക്കെ, അപ്പോൾ ഞാൻ ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് മൂവ് ചെയ്യുന്നു. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് മൂവ് ചെയ്യാം. അതിന് മുമ്പ് ക്വസ്റ്റ്യൻ പറയട്ടെ. കറണ്ട് പോയി, കുഴപ്പമില്ല. കറണ്ട് പോകുന്നത് കുഴപ്പമില്ല. പക്ഷേ ഇതാ വന്ന് 25. ഇനി ഞാൻ അവിടെ എത്തുമ്പോഴത്തേക്കും ഇത് 25 ആവും. അതെ. അടുത്ത ദിവസം നോക്കിയാണ് 26 ആയി. Okay, 25. 60% of a first order reaction is completed in 12 minutes. Calculate the time taken for 84% completion. You will get 10 seconds to answer this question. Your time starts now. എന്താണ് ഇതുവരെ ആൻസർ എത്തിയിട്ടില്ല? 60% കംപ്ലീറ്റ് ആവാൻ 12 മിനിറ്റ് എങ്കിൽ 84% കംപ്ലീറ്റ് ആവാൻ എത്ര മിനിറ്റ് എന്നാണ് ക്വസ്റ്റ്യൻ. T24 is the right answer. And how will you get the 24? ഇന്നലെ T10, T19, T20 അങ്ങനെയുള്ള കുറേ ഐഡിയകൾ പഠിപ്പിച്ചിരുന്നു, ഓർമ്മയുണ്ടോ? 60 എന്നിട്ട് 84 ആണ് ചോദിക്കുന്നത്. അപ്പോൾ ഉടൻ തന്നെ നമ്മൾ എന്ത് ചെയ്യണം? 2 into 60 120 minus 6ന്റെ സ്ക്വയർ 36. 120യിൽ നിന്ന് 36 കുറച്ച് നോക്കണം. അപ്പം 84 എന്ന് കിട്ടും. എങ്കിൽ നമ്മുടെ ഐഡിയ കറക്റ്റാണ്. എങ്കിൽ 2 into ആ തന്നിരിക്കുന്ന വാല്യൂ ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ആൻസർ ആവുന്ന ഒരു ഷോർട്ട് കട്ട് പഠിപ്പിച്ചെന്നായിരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ. ആ ക്വസ്റ്റ്യൻ വന്നത് കണ്ടോ? 60% of first order reaction is completed in 12 minutes. Calculate the time taken for 84% completion. എത്ര ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും മനസ്സിലായി കാണാം. 24 is the right answer. ഓക്കെ, അടുത്ത് ക്വസ്റ്റ്യൻ നമ്പർ 26. 26 വരൂ, വന്നു. ഓക്കെ, ഇനി gaseous phase reaction A2 gives B plus half C. The increase in pressure from 100 mm to 120 mm is noticed in 5 minutes. The rate of disappearance of A2 in mm minute is അല്ലേ? ഒരു ഗ്യാസ് റിയാക്ഷൻ ഉണ്ട്. A2 gives B plus half C. അത് ഓർത്ത് വയ്ക്കണം. 100 ആണ് ഇനിഷ്യൽ, പിന്നെ 120, 5 മിനിറ്റ് എല്ലാം ഓർത്ത് വയ്ക്കണം. ഓർത്ത് വയ്ക്കൂല്ല? A gives പറഞ്ഞേ, A gives B plus half C അല്ലടാ? സ്റ്റാർട്ടിങ്ങിൽ 100, ഇത് 0, ഇത് 0. അപ്പോൾ 100 മൈനസ് എക്സ്, ഇത് എക്സ്, ഇത് x/2. ഓക്കെ, സോ 100 മൈനസ് എക്സ് പ്ലസ് എക്സ് പ്ലസ് എക്സ് ബൈ അതെ പ്ലസ് x/2. അതാണ് 120 എന്ന് ക്വസ്റ്റ്യൻ തന്നിട്ടുള്ളത് ടോട്ടൽ പ്രഷർ. അപ്പോൾ എത്ര കിട്ടി നമ്മുടെ ആൻസർ? ആൻസർ എന്താണ്? ഇത് ക്യാൻസൽ ആയിപ്പോയി. 100 പ്ലസ് x/2 ഇസ് ഈക്വൽ ടു 120 എന്ന് കിട്ടും. അപ്പോൾ x/2 ഇസ് ഈക്വൽ ടു ഇത് അപ്പുറത്ത് പോയി 20 എന്ന് കിട്ടും. അതുപോലെ എക്സ് ഇസ് ഈക്വൽ ടു 40 എന്ന് കിട്ടും. ഓക്കെ ആണല്ലോ? ഇനി എക്സ് കിട്ടിക്കഴിഞ്ഞു. ക്വസ്റ്റ്യനിൽ എന്താണ് കണ്ടുപിടിക്കാൻ ചോദിച്ചതെന്ന് നമുക്ക് നോക്കിയിട്ട് വരാം. എന്താണ് ദ റേറ്റ് ഓഫ് ഡിസപ്പിയറൻസ് ഓഫ് എ ആടാ? A2. അപ്പോൾ ഓക്കെ, അപ്പോൾ റേറ്റ് ഓഫ് ഡിസപ്പിയറൻസ് എങ്ങനെയാണ് കണ്ടുപിടിക്കുക? ചേഞ്ച് ഇൻ കോൺസെൻട്രേഷൻ ഡിവൈഡ് ബൈ ചേഞ്ച് ഇൻ ടൈം. അപ്പോൾ ഞാൻ അപ്പോൾ എയുടേത് പറഞ്ഞേ, എയുടേത് മൈനസ് അല്ലെങ്കിൽ ചേഞ്ച് ഇൻ കോൺസെൻട്രേഷൻ. ഇത് 100 ആയിരുന്നു ആദ്യം ഉണ്ടായിരുന്നത്. ഇത് 100 മൈനസ് എക്സ്, അത് 100 മൈനസ് 60 അല്ലടാ? അപ്പോൾ ചേഞ്ച് 40 ആണ്. ഡിവൈഡഡ് ബൈ ടൈം ടേക്കൺ 5 മിനിറ്റ് എന്ന് ക്വസ്റ്റ്യനിലുണ്ടായിരുന്നു. ആൻസർ 8 എന്ന് കിട്ടും. നിങ്ങൾക്ക് മനസ്സിലായോ? ഇനിഷ്യൽ തന്നിട്ടുണ്ട്, ടോട്ടൽ തന്നിട്ടുണ്ട്. അവിടെ നിന്ന് എക്സ് കണ്ടുപിടിക്കുക, ഡിഫറൻസ് നോക്കുക. ഡിഫറൻസ് ഇൻ കോൺസെൻട്രേഷൻ ഡിവൈഡ് ബൈ ഡിഫറൻസ് ചേഞ്ച് ഇൻ ടൈം അല്ലെങ്കിൽ ടൈം ടേക്കൺ ഈസ് കോൾഡ് ദ റേറ്റ് ഓഫ് ഡിസപ്പിയറൻസ് ഓഫ് എ. അല്ലെങ്കിൽ മൈനസ് ഡെൽറ്റ കോൺസെൻട്രേഷൻ എന്നൊക്കെ എഴുതാൻ എൻ്റെ ഒന്നും ആവശ്യമില്ല. ചേഞ്ച് എഴുതുക, ഡിവൈഡ് ബൈ ടൈം കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അടുത്ത പറയട്ടാ. Question number 27. For a
the value of K for a zero order reaction തന്നിട്ടുണ്ട്. If the concentration of the reactant after 20 seconds is തന്നിട്ടുണ്ട്. Initial concentration must have been. Initial concentration ആണ് കണ്ടുപിടിക്കേണ്ടത്. ശരിയല്ലേ? The value of K for a zero order reaction ആണ് കയ്യിലുള്ളത്. If the concentration of the reactant after 20 seconds is 0.4 molar, the initial must have been. അപ്പോൾ നമുക്ക് കണ്ടുപിടിക്കാൻ പോവാം. എന്തൊക്കെയാണ് തന്നിട്ടുള്ളത്? K സീറോ ഓർഡർ റിയാക്ഷൻ ആണ്, ഓർക്കണേ, സീറോ ഓർഡർ റിയാക്ഷൻ. K എത്ര? 2 × 10⁻², അല്ലേ? ഇനിഷ്യൽ കോൺസെൻട്രേഷൻ ഓഫ് ദ the concentration of the reactant after 20 seconds. അപ്പോൾ T എന്ന് പറയുന്നത് 20 ആണ്. R തന്നിട്ടുണ്ട് 0.4 ആണ്. കണ്ടുപിടിക്കേണ്ടത് ഇനിഷ്യൽ കോൺസെൻട്രേഷൻ. K is equal to എന്താണ് മക്കളെ ഇക്വേഷൻ? R0 - R divided by T എന്നല്ലേ ഇക്വേഷൻ? ഫോർ സീറോ ഓർഡർ റിയാക്ഷൻ. T ഉണ്ട്, R0 ഇല്ല, R ഉണ്ട്, K ഉണ്ട്. കണ്ടുപിടിക്കാൻ പറ്റുമല്ല? R0 കണ്ടുപിടിക്കും. എന്നിട്ട് ആൻസർ പറയൂ, വേഗാവട്ടെ. വെരി വെരി സിമ്പിൾ ക്വസ്റ്റ്യൻ. വേഗം വേണം, വേഗം വേണം. കിട്ടിയില്ലേ? അതെ, 0.8. അടുത്ത പറയട്ടെ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. For a first order reaction, the slope of the straight line is found to be -0.2 second inverse. When log A is plotted against the time, what is the value of rate constant? Log A versus time ഗ്രാഫ് വരയ്ക്കുമ്പോൾ സ്ലോപ്പ് എത്രയാണെന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ പഠിപ്പിച്ചെന്നായിരുന്നു, പറഞ്ഞു. ലോഗരിതം ഓഫ് R വേഴ്സസ് ടൈം ഗ്രാഫ് വരച്ചപ്പോൾ എന്ത് കിട്ടിയായിരുന്നു പറ? സ്ലോപ്പിന്റെ വാല്യൂ എന്താണ്? കഷ്ടം തന്നെ. സ്ലോപ്പ് ഇസ് ഈക്വൽ ടു മൈനസ് K/2.03 is equal to ക്വസ്റ്റ്യനിലുണ്ടല്ലോ -0.2 അല്ലടാ? അപ്പൊ K is equal to എത്ര? 0.2 × 2.303. ആൻസർ ആയി. പോയിന്റ് 3 ആൻസർ വേഗാവട്ടെ. ആ 0.4606 അല്ലേ? ഓക്കെ. ആ ഓപ്ഷൻസിലോട്ട് കാണിച്ചു. ഓപ്ഷൻസ് ഉണ്ടല്ലോ. 0.4606 ഇല്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 29. ക്വസ്റ്റ്യൻ നമ്പർ 29. ഇനി ഞാൻ അവിടെ പോകുന്ന വരെ ഇത് വരത്തില്ല. വന്നു. 29. Half-life of a substance following first order kinetics is 5 days. Starting with 100 gram of substance, amount left after 15 days. 15 ദിവസം എത്ര ഹാഫ് ലൈഫ് ഇടാ? സമയം പോകണം, വേഗം വരാം മക്കളെ. 15 ദിവസം എത്ര ഹാഫ് ലൈഫ് എന്ന്? ഇവിടെ 5 ദിവസമാണ് ഒരു ഹാഫ് ലൈഫ്. 15 ദിവസം എത്ര ഹാഫ് ലൈഫ് ഇടേ? സമയങ്ങളെ പറയട്ടെ ആൻസർ. 3 ഹാഫ് ലൈഫാണ്. 3 ഹാഫ് ലൈഫ് ആകുമ്പോൾ എത്ര ആവുമെന്നാണ് ക്വസ്റ്റ്യൻ. ഫസ്റ്റ് ഹാഫ് ലൈഫിൽ 150 ആവും, അടുത്തത് 75 ആവും, അല്ല 25 ആവും, അടുത്ത 12.5 ആവും. ശരിയല്ലേ? 3 ഹാഫ് ലൈഫ് ആയില്ലേ? എത്ര ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും? അടുത്തത് ഇന്നത്തെ ഫൈനൽ ക്വസ്റ്റ്യൻ. ഒന്ന് വന്നിരുന്നെങ്കിൽ വന്ന്. The ratio of time for 50 and T99 completed in first order reaction. Ratio വേഗം പറയൂ.
ഞാൻ സ്ക്രീന് മാറ്റുന്നില്ല. T99.9 is equal to 10 times T50 എന്നല്ലേ പഠിപ്പിച്ചിരുന്നത്? അങ്ങനെയാണെങ്കിൽ T50 divided by T99.5 എത്ര എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ആൻസർ 1/10. അപ്പോൾ അതിനകത്ത് ആൻസർ ഉണ്ടാവും. ഉണ്ടോ? ഏതാണ്? ഓപ്ഷൻ 4 1:10. ശരിയല്ലേ? ശരി, ഓക്കെ. ഇനി ഒറ്റ മിനിറ്റ്. ശരി, ആയിക്കോട്ടെ. അപ്പോൾ ഇനി എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, അപ്പോൾ ഇന്ന് 2 to 4:30 സെഷൻ അവസാനിക്കുന്നു. കെമിക്കൽ കൈനറ്റിക്സിൻ്റെ കുറേ ഐഡിയകളായി. ഇനിയും നമ്മൾ ചെയ്തു നോക്കേണ്ട പ്രോബ്ലംസ് ഉണ്ട്. അപ്പോൾ തിയറി ഐഡിയകളുണ്ട്. അതെല്ലാം കൂടെ ഒരു സെഷൻ കൂടെ നാളെ എടുക്കാം. ഓക്കെ, സെയിം ടൈം 2 to 4:30. ഓക്കെ. അത് അപ്പോൾ എല്ലാം നന്നായിട്ട് പഠിച്ചിട്ട് വരിക. അത് കഴിഞ്ഞാൽ അതിൻ്റെ അടുത്ത ദിവസം മുതൽ നമ്മൾ വെനസ്ഡേ മുതലായിരിക്കും ഓർഗാനിക് സ്റ്റാർട്ട് ചെയ്യാം. വെനസ്ഡേ മുതൽ. ഇന്നെന്താ ആഴ്ച അല്ലേ? ഇന്നെന്താ? സൺഡേ. മൺഡേയിൽ പിന്നെ കൈനറ്റിക്സ് തന്നെ. പിന്നെ ട്യൂസ്ഡേ ഞാൻ പറയാം. വെനസ്ഡേ തൊട്ട് ഓർഗാനിക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, ശരി. ഓക്കെ, അപ്പോൾ നാളെ കാണാം. വയ്ക്കുള്ളൂ. ഓക്കെ.